ഹായ് ഹലോ. അങ്ങനെ നീറ്റ് എക്സാമിനേഷൻ കഴിഞ്ഞു. അതിഗംഭീരമായി പെർഫോം ചെയ്ത് നിങ്ങൾ ഓരോരുത്തരും പുറത്തിറങ്ങുകയാണ്. സൈലം ലേണിംഗ് ആപ്പ് വലിയ സന്തോഷത്തോടുകൂടെയും അഭിമാനത്തോടുകൂടെയുമാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് കടക്കാൻ വേണ്ടി പോകുന്നത്. ബയോളജിയുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത്. ബോട്ടണിയിൽ നിന്ന് നമ്മൾ തുടങ്ങുകയാണ്. G1 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എല്ലാവരും ഗംഭീരമായി പെർഫോം ചെയ്താണ് വന്നിരിക്കുന്നത്. ബയോളജി വെരി വെരി ഈസി എന്നൊക്കെ കമന്റ് ബോക്സിൽ പറയുന്നുണ്ട്. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമന്റ് ചെയ്യുക. എങ്ങനെയായിരുന്നു നിങ്ങളുടെ പേപ്പർ എന്ന് പറയുന്നത്? എനിക്ക് തോന്നുന്നു ബയോളജി വളരെ ഈസി ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. റൈറ്റ്, സോ ഉഷാറായിട്ട് എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് നമ്മൾ കീ നോക്കി 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 നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എന്താണോ ചെയ്തിട്ടുള്ളത് അത് മനസ്സിലാക്കി എന്നിട്ട് ഒരു എക്സ്പെക്ടഡ് സ്കോറിലേക്കൊക്കെ തന്നെ എത്താൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് പ്രെഡിക്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ. കഴിഞ്ഞ ദിവസം പറഞ്ഞ ക്വസ്റ്റ്യനുകൾ എല്ലാം അതേപോലെ പറഞ്ഞ ക്വസ്റ്റ്യനുകളെല്ലാം അതേപോലെ വന്നിരിക്കുന്നു. അതിൻ്റെ സന്തോഷത്തോടു കൂടിയാണ് നമ്മളുടെ ടീച്ചേഴ്സ് എല്ലാവരും നിങ്ങളെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. AGSR ആണ് തുടങ്ങുന്നത്. സൈലത്തിന് സന്തോഷമുണ്ട്. മൂന്നാമത്തെ വർഷവും നമ്മൾ തന്നെയാണ് അല്ലേ AGSR? നമ്മൾ തന്നെയാണ് ആദ്യമായി ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് കടക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി, കേരളത്തിൽ നിന്നും അല്ല പറയേണ്ടത്. 5:20 പരീക്ഷ കഴിയുന്നു. 5:30 മണിയാകുമ്പോഴത്തേക്കും ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് കടക്കുന്ന അത്രയും പ്രതിഭാധനരായ അധ്യാപകരെ ഇങ്ങനെ അണിനിരത്താൻ കഴിയുന്നു എന്നതിന്റെ അഭിമാനം കൂടെ സൈലത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഏറ്റവും വലിയ രസം ഇന്നലെ നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത ആ ചോദ്യങ്ങളൊക്കെ തന്നെയാണ് ഇന്നും വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ തുടങ്ങുകയാണ്. AGSRനെ കൈമാറുകയാണ്. അപ്പോൾ 10 മിനിറ്റിന് ശേഷം ആണ് നമ്മൾ ആരംഭിക്കുന്നത് പരീക്ഷയ്ക്ക് ശേഷം. ഓക്കെ, താങ്ക് യു സർ. ഹായ് മക്കളെ, അടിപൊളിയായിരുന്നു നമ്മുടെ ഇന്നത്തെ എക്സാമിനേഷൻ. ബയോളജി വളരെ എളുപ്പമെന്ന് അറിഞ്ഞതിൽ സന്തോഷം. ബയോളജി ഈസി ആയിരുന്നു. So let's move to the question. അപ്പൊ നോക്കാം, നമ്മൾ ക്വസ്റ്റ്യന്റെ ആൻസർ കീയിലേക്കാണ് കിടക്കാൻ പോകുന്നത്. മക്കളെ, ഞാനിപ്പോ വായിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് G1 ആണ്. G1 കോഡാണ്. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. G1 കോഡാണ്. അപ്പൊ G1 കോഡ് ശ്രദ്ധിക്കുക. അപ്പൊ അതില് ഏതാണ് മക്കളെ കറക്റ്റ് എന്നാണ് ആദ്യത്തെ ചോദ്യം. എൻ്റെ മുമ്പിലുള്ളത് ഇതാണ്. മൂവ്മെന്റ് ആൻഡ് അക്യുമുലേഷൻ ഓഫ് അയോൺസ് എഗെയിൻസ്റ്റ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. ഒരു സംശയമില്ല ഇതിലേതാ വരിക? ഇറ്റ്സ് ഗോസ് ടു ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഒരു സംശയമില്ല, എഗെയിൻസ്റ്റ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. 102ാമത്തത് സുവോളജി ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ സുവോളജി ക്വസ്റ്റ്യൻ, എമംഗ് ദ ഈവിൾ ക്വാർട്ടറ്റ് വിച്ച് വൺ ഇസ് കൺസിഡർഡ് ആസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കോസ് ഡ്രൈവിംഗ് എക്സ്റ്റിങ്ഷൻ ഓഫ് സ്പീഷീസിലേക്ക് എത്തിച്ചിരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് കോസ് ഏതാ എന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട, ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ. 2 is the right answer. 103ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. എക്സ്പ്രസ് സീക്വൻസ് ടാഗ് നമ്മൾ മോളിക്കുലർ ബേസിസിൽ വളരെ അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചതാണ്. ഒരു സംശയവും വേണ്ട. ഈ 103ാമത്തെ ചോദ്യം നമുക്കൊരു സംശയവും വേണ്ട. ഓൾ ജീൻസ് നോക്കാം. ഓൾ ജീൻസ് ദാറ്റ് ആർ എക്സ്പ്രസ്ഡ് ആസ് RNA. അപ്പൊ 103ാമത്തെ ചോദ്യം 2 മക്കളെ കറക്റ്റ് ആൻസർ. 104ാമത്തെ ചോദ്യം നോക്കുക. 104ാമത്തെ ചോദ്യം, ദ ഫിനോമിനൻ ഓഫ് പ്ലിയോട്രോപ്പിസം ജെനറ്റിക്സിൽ ഏറ്റവും ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ അതിന്റെ ആൻസറിലേക്ക് വരാം. എ സിംഗിൾ ജീൻ നോക്കൂ മക്കളെ, എ സിംഗിൾ ജീൻ എഫക്റ്റിംഗ് മൾട്ടിപ്പിൾ ഫിനോട്ടിപ്പിക് എക്സ്പ്രഷൻ. ഇതാണ് അതിന്റെ റൈറ്റ് ചോയ്സ്. അപ്പൊ പ്ലിയോട്രോപ്പിസം നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസിൽ ഇട്ടതാണ്. അതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടില്ല. 105ാമത്തെ ചോദ്യം നോക്കാം. 105ാമത്തത് ടിഷ്യൂ കൾച്ചർ എക്സ്പെരിമെന്റിൽ നോക്കാം. ലീഫ് മീസോഫിൽ സെൽസ് അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് വന്നതാണ്. അതിനുശേഷം അതിനെ കൾച്ചർ മീഡിയത്തിൽ ഇട്ടു, എന്നിട്ട് അത് കാലസ് ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഇറ്റ് ബിലോങ്സ് ടു ഡി ഡിഫറൻസിയേഷൻ. അപ്പൊ 105 3 മക്കളെ കറക്റ്റ് ആൻസർ. ഇനി സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ കടക്കാം. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിലേക്ക് കടന്നു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യമാണ്. എൻഡാർക്ക് ആൻഡ് എക്സാർച്ച് ടേംസ് ഓഫൺ ഡിസ്ക്രൈബിംഗ് ദ പൊസിഷൻ ഓഫ് സെക്കൻഡറി സൈലം ഒരിക്കലും വരില്ല, അത് പ്രൈമറി സൈലമാണ്. അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാണ്. രണ്ടാമത്തെ നോക്കുക, സ്റ്റേറ്റ്മെന്റ് 2 നോക്കുക. എക്സാർച്ച് കണ്ടീഷൻ ഇസ് ദ മോസ്റ്റ് കോമൺ ഫീച്ചർ ഓഫ് ദ റൂട്ട് സിസ്റ്റം. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് എക്സാർച്ച് സൈലം. അപ്പൊ അത് അതേപോലെ വന്നു. അങ്ങനെയെങ്കിൽ നോക്കൂ, 106ാമത്തെ ചോദ്യം, ദ ആൻസർ ഗോസ് ടു സ്റ്റേറ്റ്മെന്റ് 1 ഇസ് ഇൻകറക്റ്റ്. സ്റ്റേറ്റ്മെന്റ് 1 ഇൻകറക്റ്റ് ആണ്, പക്ഷെ സ്റ്റേറ്റ്മെന്റ് 2 ഇസ് ട്രൂ. കറക്റ്റ് അല്ലേ? യെസ്. അപ്പൊ എൻഡാർക്കും എക്സാർച്ചും
പ്രൈമറി സൈലത്തിന്റെ ആയതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് 1 ഇൻകറക്റ്റ് ആണ്. പക്ഷേ രണ്ടാമത്തെ എക്സാർച്ച് കണ്ടീഷൻ റൂട്ട് സിസ്റ്റത്തിന്റെ ആയതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് 2 ഇസ് ട്രൂ. 107ാമത്തെ ചോദ്യം നോക്കാം. 107ാമത്തെ ചോദ്യം നോക്കാം. രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഏതാ എന്ന് ചോദിച്ചാൽ ആദ്യത്തെ സ്റ്റേജ് ഗമിറ്റോഫൈറ്റ് ആണ്. ഇൻ ദ ലൈഫ് സൈക്കിൾ ഓഫ് എ മോസ് പ്രോട്ടോണീമ. അപ്പൊ ലൈഫ് സൈക്കിൾ ആദ്യത്തെ സ്റ്റേജ് ഗമിറ്റോഫൈറ്റിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രോട്ടോണീമ. കറക്റ്റ്. രണ്ടാമത്തെ നോക്കാം. പ്രോട്ടോണീമ ഡെവലപ്സ്. നോക്കൂ മക്കളെ, പ്രോട്ടോണീമ ഡെവലപ്സ് ഡയറക്ട്ലി ഫ്രം സ്പോസ് പ്രൊഡ്യൂസ് ഇൻ ക്യാപ്സ്യൂൾ. അപ്പൊ അതും കറക്റ്റ് അല്ലേ മക്കളെ? അതും കറക്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ 107ാമത്തെ ചോദ്യം നോക്കും മക്കളെ. 107ാമത്തെ ചോദ്യത്തിൽ രണ്ടും ശരിയാണ്. ആൻഡ് ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ശരിയല്ലേ? അപ്പൊ രണ്ടല്ലേ മക്കളെ കറക്റ്റ് ആൻസർ. അപ്പൊ 107 രണ്ടാണ്. രണ്ടും ശരിയാണ്. 107 രണ്ടും ശരിയാണ്. അതായത് ഫസ്റ്റ് സ്റ്റേജ് ഗെമിറ്റോഫൈറ്റിൻ്റെത് പ്രോട്ടോണീമ develops directly from spores ആണ്. അപ്പൊ both A and R are correct. Okay, and R is the correct explanation of A. Set അല്ലേ? 108ാമത്തെ ചോദ്യം നോക്കാം. ഏത് മിയോസിസിന്റെ സ്റ്റേജിലാണ് സെൻട്രോമിയറിന്റെ ഡിവിഷൻ നടക്കുക? ഒരു സംശയമില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. 108 ഇറ്റ്സ് ബിലോങ്സ് ടു 4. അനഫേസ് സെക്കൻഡിൽ വെച്ചിട്ടല്ലേ സെൻട്രോമിയറിന്റെ ഡിവിഷൻ, ക്രോമാറ്റിഡ്സിന്റെ സെപ്പറേഷൻ നടക്കാം. ഒരു ഡൗട്ടും അതിൽ വേണ്ട. അനഫേസ് സെക്കൻഡ് ഇസ് ദ റൈറ്റ് ആൻസർ. 109ാമത്തെ ചോദ്യത്തിലേക്കാണ്. UV റേഡിയേഷൻ വെച്ച് എക്സ്പോഷർ കൊടുക്കുന്നതിന് മുമ്പ് DNA സ്റ്റെയിൻ വിത്ത് എത്തിഡിയം ബ്രോമൈഡ്. ഇപ്പൊ എത്തിഡിയം ബ്രോമൈഡ് വെച്ച് സ്റ്റെയിൻ ചെയ്താൽ ഏത് കളർ ആയിരിക്കും എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് നോ ഡൗട്ട് ബ്രൈറ്റ് ഓറഞ്ച് ഇൻ കളർ. സെറ്റ്, ഒരു സംശയമില്ല. NCERT അങ്ങനെ തന്നെ ഉണ്ട്. അപ്പൊ 109ാമത്തെ ചോദ്യം നമ്പർ 1 is the right answer. Let's move to the 110. 110ാമത്തെ ചോദ്യം നോക്കൂ മക്കളെ. റീകോമ്പിനേഷൻ നൊഡ്യൂൾസ് ഏത് സ്റ്റേജിലാണ് കാണുന്നത് എന്നാണ്. അതിലും ഒരു തർക്കവുമില്ല. റീകോമ്പിനേഷൻ നൊഡ്യൂള് പാക്കറ്റീൻ സ്റ്റേജിലാണ് കാണുക. അപ്പൊ 110ാമത്തെ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ 3 ആണ് മക്കളെ. കറക്റ്റ് ആൻസർ. റെഡിയല്ലേ? നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത് G1 സ്റ്റേജിലാണ്. Is it okay? Ready? ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാൻ പോവാണ്. അടുത്ത ചോദ്യം ജാബിർ സാറാണ് നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാം. സോ സ്റ്റേ ട്യൂൺ, സ്റ്റേ വിത്ത്. ഹലോ ഡിയർ സ്റ്റുഡൻസ്, അടിപൊളി എക്സാം എഴുതി ഇറങ്ങി നിൽക്കുന്ന ഒരു സമയമാണ്. നമ്മൾ പഠിപ്പിച്ച, നമ്മൾ അറിഞ്ഞ മുഴുവൻ ക്വസ്റ്റ്യനും വന്ന ഹാപ്പിയോടുകൂടിയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, നിങ്ങൾ തകർത്ത് എഴുതിയിട്ടുണ്ടാവും എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. ഏതായിരുന്നാലും നമ്മൾ ഇന്നലെയും കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്ത മെജോറിറ്റി ക്വസ്റ്റ്യനും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ കഴിഞ്ഞു. നമുക്കറിയാം, എളുപ്പമുള്ളൊരു എക്സാമിനേഷൻ ആയിരുന്നു. ഓക്കെ മക്കളെ, ഏതായിരുന്നാലും നമ്മളിതാ 10 ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷൻ ഇപ്പോൾ കഴിഞ്ഞു. നമ്മൾ അടുത്ത 10 ക്വസ്റ്റ്യനിലേക്ക് കിടക്കാൻ പോവുകയാണ്. ഓക്കെ, കുറേ ആളുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്, മാർക്കിനെ കുറിച്ചൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഏതായിരുന്നാലും നമുക്ക് നോക്കാം. 111ാമത്തെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്കറിയാം, സുവോളജിയിൽ നിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. സെല്ലുലോസ് ഡസ് നോട്ട് ഫോം ബ്ലൂ കളർ വിത്ത് അയഡിൻ ബിക്കോസ്. ഓക്കെ, നിങ്ങൾക്കറിയാം ഈ ഓപ്ഷൻസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതാ ഇവിടെ തന്നെ ഓൾറെഡി ടിക്ക് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. നോക്കൂ, ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ കോംപ്ലക്സ് ഹെലിക്സസ് ആൻഡ് ഹെൻസ് കനോട്ട് ഹോൾഡ് അയഡിൻ മോളിക്യൂൾ. ഓക്കെ, റെഡി? 4th വൺ ഈസ് ദ റൈറ്റ് ആൻസർ. എല്ലാവരും ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ബോട്ടണിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്, മോർഫോളജിയിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ. ഫാമിലി ഫെബേസിയെ ഡിഫർ ഫ്രം സൊളാനേസിയെ ആൻഡ് ലില്ലീസിയെ. നമുക്കറിയാം, ഫെബേസിയെ, സൊളാനേസിയെ, ലില്ലീസിയെ 3 ഫാമിലിയെ കുറിച്ച് നമ്മൾ പഠിച്ചു. വിത്ത് റെസ്പെക്ട് ടു സ്റ്റേമനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ചോദിച്ചത്. പിക്ക് ഔട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് സ്പെസിഫിക് ടു ഫാമിലി ഫെബേസിയെ. അപ്പോൾ ഫെബേസിയയുമായിട്ട് കണക്ട് ചെയ്ത് ആന്തറിൻ്റെ ക്യാരക്ടറാണ്, സ്റ്റേമൻ്റെ ക്യാരക്ടറാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നോക്കൂ, ഫസ്റ്റ് വൺ ഈസ് എപ്പിഫില്ലസ് ആൻഡ് ഡൈത്തീക്കസ് എന്നാണ് പറഞ്ഞത്. അത് ഫെബേസിയയിൽ വരുന്നതല്ല. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കൂ, ഡയാഡെൽഫസ് ആൻഡ് ഡൈത്തീക്കസ്. നമുക്കറിയാം, ഡയാഡെൽഫസ് 2 ബണ്ടിലുകളിലായിട്ട് 9+ അറേഞ്ച്മെൻ്റ് ആയിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. സോ റൈറ്റ് ആൻസർ ഈസ് 2 ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, റെഡി ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, എൻവയോൺമെന്റൽ ഇഷ്യൂസിൽ നിന്ന് വന്ന സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ദ തിക്നെസ് ഓഫ് ഓസോൺ, അല്ലേ? ഓസോൺ ലെയറിന്റെ തിക്നെസ് നമ്മൾ മെഷർ ചെയ്തിട്ടുള്ളത് എന്തായിരുന്നു? ഇവിടെ നമുക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ കറക്റ്റായിട്ട് കുട്ടി എഴുതിയിട്ടുണ്ട്. ഡോപ്സൺ യൂണിറ്റ് ആണ്. ഓക്കെ, സെറ്റ് ആണല്ലോ മക്കളെ? റെഡി? യെസ്. എങ്കിൽ നമുക്ക് 114ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം.
അസേർഷൻ ആൻഡ് റീസൺ ആണ്. ഞാനൊരു ആവേശത്തിൽ ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഫുൾ പിച്ച് പോയോണ്ടാണ് ജസ്റ്റ് പോസ് ആയത്. ഓക്കെ, റെഡി. ഏതായാലും ഓർക്കുക, അസേർഷൻ ആൻഡ് റീസൺ ആണ്. റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ. അസേർഷൻ എന്ന് പറയുന്നത് ATP ഈസ് യൂസ്ഡ് അറ്റ് 2 സ്റ്റെപ്സ് ഇൻ ഗ്ലൈക്കോളിസിസ്. നമുക്കറിയാം ഗ്ലൈക്കോളിസിസിൽ ATP യൂസ് ചെയ്തത് 2 സ്റ്റെപ്പുകളിലായിരുന്നു. ആ സ്റ്റെപ്പ് നിങ്ങൾ ഓർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ റീസൺ നിങ്ങൾക്ക് അവിടെ മനസ്സിലാവും. ആ റീസണിലേക്ക് നിങ്ങൾ നോക്കൂ. ദ ഫസ്റ്റ് ATP ഈസ് യൂസ്ഡ് ഇൻ കൺവേർട്ടിംഗ് ഗ്ലൂക്കോസ് ടു ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ്. അല്ലേ, ആദ്യത്തെ സ്റ്റെപ്പായിരുന്നു ഗ്ലൂക്കോസിൽ നിന്നും ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റിലേക്ക് പോകുമ്പോഴായിരുന്നു ഒരു ATP ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്തത് നോക്കൂ. അടുത്തത് നിങ്ങൾക്ക് കാണാം, സെക്കൻഡ് ATP ഈസ് യൂസ്ഡ് ഇൻ ദ കൺവേർഷൻ ഓഫ് ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് ടു ഫ്രക്ടോസ് 1,6-ഡൈഫോസ്ഫേറ്റ്. അല്ലേ, ആ 2 സ്റ്റെപ്പുകളിലാണ്. അപ്പോൾ അസേർഷനിൽ നമ്മൾ പറയുന്നു ATP ഈസ് യൂസ്ഡ് അറ്റ് 2 സ്റ്റെപ്സ്. റെഡിയാണ്. അത് തന്നെയാണ് അതിൻ്റെ എക്സ്പ്ലനേഷനിൽ റീസണിൽ കൊടുത്തിട്ടുള്ളത്. സോ നമ്മുടെ ആൻസർ നോ ഡൗട്ട്, ഒരു കൺഫ്യൂഷനും ഇല്ലാതെ നമുക്ക് പറയാം. എന്താണ്? A and R are true. അസേർഷനും റീസണും ട്രൂ ആണ്. ആൻഡ് കറക്റ്റ് എക്സ്പ്ലനേഷൻ R is a correct explanation of A. ശരിയാക്കിയിട്ടുണ്ടാവുമല്ലോ മക്കളെ. ഓക്കെ, ഡോണ്ട് വറി. ഓക്കെ, യെസ്. ഇനി അടുത്തതിലേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എത്രയോ വട്ടം പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്. നിങ്ങൾക്കറിയാം, ഹൗ മെനി ATP ആൻഡ് NADPH ആർ റിക്വയർഡ് ഫോർ സിന്തസിങ് 1 molecule ഓഫ് ഗ്ലൂക്കോസ്. നമുക്കറിയാം, നമ്മുടെ ഗ്ലൂക്കോസ് ഉണ്ടാക്കാൻ ഫോട്ടോസിന്തസിൻ്റെ ഇക്വേഷൻ മാത്രം നിങ്ങൾ ഓർത്താൽ നിങ്ങൾക്കറിയാം നമ്മളിവിടെ ഉപയോഗിച്ചത് എത്ര ATP ആയിരുന്നു? 18 ATP ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. 2 സ്റ്റെപ്പിലായിട്ട്. റിഡക്ഷനിൽ 12 ATPയും റീജനറേഷനിൽ 6 ATPയും, അങ്ങനെ 18 ATPയും 12 NADPH ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. 12 NADPH ഉപയോഗിച്ചതും നമ്മൾക്കറിയാം റിഡക്ഷനിലായിരുന്നു. സോ നമ്മുടെ ആൻസർ എത്രയാണ്? 3 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, റെഡിയാണല്ലോ മക്കളെ? യെസ്. ഓക്കെ, ഫ്രക്ടോസ് 1,6 ബിസ് എന്നും പറയാം. ഡൈ എന്ന് പറഞ്ഞാൽ ഒന്നും പ്രശ്നമില്ല. ഇവിടെ ഡൈഫോസ്ഫേറ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഡോണ്ട് വറി, നാഫിയ. ഓക്കെ, റെഡി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. 116ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 116ാമത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ബയോടെക്നോളജിയിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഡ്യൂറിംഗ് ദ പ്യൂരിഫിക്കേഷൻ പ്രോസസ് ഫോർ rDNA, റീകോമ്പിനന്റ് DNA ടെക്നോളജി, അഡീഷൻ ഓഫ് ചിൽഡ് എത്തനോൾ പ്രസിപ്പിറ്റേറ്റ് ഔട്ട്. നമുക്കറിയാം, നമ്മൾ ഐസൊലേഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ പഠിച്ച സമയത്ത് ആദ്യം തന്നെ അതിൻ്റെ വാള് ബ്രേക്ക് ചെയ്യുന്നു. നമുക്കറിയാം, ബാക്ടീരിയ ആവട്ടെ, അതുപോലെ തന്നെ ഫംഗസ് ആവട്ടെ, ഇനി അതേപോലെയുള്ള ഏത് സെൽ വാളിനെ ബ്രേക്ക് ചെയ്യാനും നമ്മൾ ഉപയോഗിച്ചു. അല്ലേ, ബാക്ടീരിയ ആണെങ്കിൽ നമ്മൾ ലൈസോസൈം ഉപയോഗിച്ചു, അതേപോലെ തന്നെ പ്ലാന്റ്സ് ആണെങ്കിൽ സെല്ലുലേസ് ഉപയോഗിച്ചു, ഫംഗസ് ആണെങ്കിൽ കൈറ്റിനേസ് ഉപയോഗിച്ചു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ RNA റൈബോ ന്യൂക്ലിയസും അതേപോലെ തന്നെ പ്രോട്ടീൻസിനെ പ്രോട്ടിയേസ് ഉപയോഗിച്ച് റിമൂവ് ചെയ്തു. ഫൈനലി നമ്മൾ അതിലേക്ക് ഒരു ചിൽഡ് എത്തനോൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ആര് ഫോം ചെയ്യുന്നു? DNA പ്രസിപ്പിറ്റേറ്റ് ആണ് ഫോം ചെയ്യുന്നത്. സോ നമ്മുടെ ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ. നിങ്ങൾ ശരിയാക്കിയിട്ടുണ്ടാവും. ഓക്കെ, റെഡിയാണല്ലോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൽ നിന്ന് വന്നിട്ടുള്ള, നമുക്കറിയാം, ഫൈറ്റോ ഹോർമോൺസ്, പ്ലാന്റ് ഹോർമോൺസിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മക്കളെ. 5 ഹോർമോണുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഓക്സിൻ, ജിബർലിൻ, സൈറ്റോകിനിൻ, എത്തിലിൻ, അബ്സിസിക് ആസിഡ്. ഇവിടെ നിങ്ങൾ നോക്കൂ, സ്പ്രേയിങ് ഓഫ് ദി ഫോളോയിങ് ഫൈറ്റോ ഹോർമോൺ ഓൺ ജുവനൈൽ കോണിഫേഴ്സ്. ഇപ്പം തന്നെ നമുക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഹെൽപ്സ് ഹാസ്റ്റനിങ് മെച്യൂരിറ്റി പീരീഡ് ദാറ്റ് ലെഡ് ഏർലി സീഡ് പ്രൊഡക്ഷൻ. അപ്പോൾ നമുക്കറിയാം ഇതാരുടെ ഫംഗ്ഷൻ ആയിരുന്നു? ഓൾറെഡി ഇവിടെ ആൻസർ മാർക്ക് ചെയ്തിട്ടുണ്ട്, ജിബർലിക് ആസിഡ്സ്. ഓക്കെ, ജിബർലിക് ആസിഡ്സ് ആയിരുന്നു. 118ാമത്തെ ക്വസ്റ്റ്യൻ ഇക്കോ സിസ്റ്റത്തിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്കറിയാം, സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്, GPP മൈനസ് R ഈക്വൽ ടു NPP. ഓക്കെ, GPP എന്ന് പറയുന്നത് ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ആണ് നമുക്കറിയാം. NPP എന്ന് പറയുന്നത് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ആണ് നമുക്കറിയാം. എങ്കിൽ R എന്താണ്? R എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? സംശയമില്ല, R എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? റെസ്പിറേറ്ററി ലോസ് ആണ്. 4 ആണ് നമ്മുടെ ഓപ്ഷൻ. റെസ്പിറേറ്ററി ലോസ് ആണ്. ഓക്കെ, റെഡി ആണല്ലോ? യെസ്. എങ്കിൽ നമുക്ക് നോക്കാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. റെഡി? നോക്കൂ മക്കളെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ 119 വീണ്ടും മോർഫോളജിയിൽ നിന്ന് വന്നു. ഈ ഒരു 10 ക്വസ്റ്റ്യനിൽ 2ാമത്തെ ക്വസ്റ്റ്യൻ ആണ് മോർഫോളജിയിൽ നിന്ന് വന്നിട്ടുള്ളത്. ആക്സൈൽ പ്ലാസൻറ്റേഷൻ ഈസ് ഒബ്സർവ്ഡ് ഇൻ. നമ്മൾ എക്സാമ്പിൾ എപ്പോഴും പഠിക്കണം എന്ന് എപ്പോഴും പറയാറുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സിമ്പിളായിട്ട് നമുക്ക് ആൻസർ പറയാം. ചൈന റോസ്,
പെച്ചൂണിയ ആൻഡ് ലെമൺ അല്ലേ? അപ്പം നമ്മുടെ ഓപ്ഷൻ 1 തന്നെയാണ് ആക്സിയൽ പ്ലാസന്റേഷനിൽ ഇവിടെ കാണുന്നത്. ഓക്കെ, റെഡി ആണല്ലോ? എങ്കിൽ നമുക്ക് നോക്കാം മക്കളെ. ലാസ്റ്റ് 120ാമത്തെ ക്വസ്റ്റ്യൻ സുവോളജിയിൽ നിന്നും വന്നിട്ടുള്ളതാണ്. 120ാമത്തെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അൺഇക്വോവക്കൽ പ്രൂഫ് ദാറ്റ് DNA is a genetic material was proved by. അത് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് ആരാന്നാണ് സെറ്റായി നിൽക്കുക. ഓക്കെ, ഡോണ്ട് വറി ഗൈസ്. ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ എല്ലാവരും എക്സാം ഒക്കെ നന്നായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് 100 മുതൽ 120 വരെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ കീ കൃത്യമായിട്ട് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 121 മുതൽ 130 വരെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ കീ ആണ്. എല്ലാവരും റെഡി ആണല്ലോ അല്ലേ? ഞാൻ ഒരുപാട് സമയം കളയാതെ വേഗം കീയിലേക്ക് പോകുകയാണ്. ശ്രദ്ധിച്ചോ. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ടാസൽസ് ഇൻ കോൺ കോബ് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ വരുന്ന ഒരു ഭാഗമാണ്. അതുപോലെ നിങ്ങൾക്കറിയാം വിൻഡ് വഴി വിൻഡ് വഴിയുള്ള പോളിനേഷൻ്റെ ഭാഗത്താണ് നമ്മളിത് കാണുന്നത് അല്ലേ? അപ്പോൾ ഇതെന്തിനാണ് എന്ന് ചോദിച്ചാൽ കോൺ കോബിൽ ടാസൽസിൻ്റെ റോൾ എന്താണ് എന്നാണ് നമ്മളുടെ ചോദ്യം. ടു ട്രാപ്പ് ദ പോളൻ ഗ്രെയിൻസ് ആണ് കേട്ടോ. സോ ദ ആൻസർ വിൽ ബി 3. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. which micronutrient is required for splitting of water molecule during photosynthesis? Photosynthesis നടക്കുമ്പോൾ വാട്ടർ മോളിക്യൂൾ സ്പ്ലിറ്റ് ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോസസ് ആണ് എന്ന് നിങ്ങൾക്കറിയാം. അപ്പം നിങ്ങൾക്ക് നോക്കൂ, നമ്മൾ 2 എലമെൻറ്റുകളാണ് ഇവിടെ പഠിച്ചത്. മാംഗനീസും ക്ലോറിനുമാണ് പഠിച്ചത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം മാംഗനീസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സോ ദ ആൻസർ വിൽ ബി 2. അടുത്ത ക്വസ്റ്റ്യൻ. Given below are the 2 statements. The statement 1 നോക്കുക. The forces generated by transpiration can lift a xylem-sized column of water over 130 meter of height. ഇത് കൃത്യമായിട്ട് NCERT-യിൽ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. സോ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. Transpiration cool leaf surface sometime to 10 to 15 degrees by evaporative cooling. ഇത് നമ്മളുടെ NCERT-യിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. സോ 2 സ്റ്റേറ്റ്മെന്റും നിങ്ങൾക്ക് കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 2ഉം കറക്റ്റ് ആണ്. അപ്പം നിങ്ങൾക്കറിയാം ഈ 122 ആ ക്വസ്റ്റ്യൻ മിനറൽ ന്യൂട്രീഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. ഈ സ്റ്റേറ്റ്മെന്റ് ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ് അതിലെ ട്രാൻസ്പിറേഷന്റെ ഭാഗത്തു നിന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എമംഗ് യൂക്യാരിയോട്ട് റെപ്ലിക്കേഷൻ ഓഫ് DNA ടേക്ക് പ്ലേസ് ഇൻ. റെപ്ലിക്കേഷൻ ഓഫ് DNA നിങ്ങൾക്കറിയാം സിന്തസിസ് ഫേസിലാണ്. സോ എസ് ഫേസിലാണ്. സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 125 നോക്കാം. ബയോടെക്നോളജിയിലെ ക്വസ്റ്റ്യൻ ആണ്. ദ ഇൻ ജീൻ ഗൺ മെത്തേഡ് യൂസ്ഡ് ടു ഇൻട്രൊഡ്യൂസ് ഏലിയൻ DNA ഇൻടു ദ ഹോസ്റ്റ് സെൽ മൈക്രോ പാർട്ടിക്കിൾസ് ഓഫ് ഡാഷ് മെറ്റൽ ആർ യൂസ്ഡ് എന്നാണ് ചോദ്യം. അപ്പം നിങ്ങൾക്കറിയാം ഏതൊക്കെ മെറ്റൽ ആണ്? ടങ്സ്റ്റൺ ഓർ ഗോൾഡ് ആണ് ഉപയോഗിക്കുന്നത്. സോ 125ന്റെ ആൻസർ ഏതാണ് മക്കളെ? 4ാമത്തെ ഓപ്ഷൻ ആണ് ആൻസർ. 126 നോക്കാം. The reaction center in PS2 photosynthesisലെ ക്വസ്റ്റ്യൻ ആണ്. Has an absorption maxima at. നമുക്കറിയാം PS1 ആണെങ്കിൽ 700 നാനോമീറ്ററുള്ള ലൈറ്റിനെയാണ് അബ്സോർബ് ചെയ്യുക. PS2 ആണെങ്കിൽ നിങ്ങൾക്കറിയാം 680 നാനോമീറ്ററുള്ള ലൈറ്റിനെയാണ് അബ്സോർബ് ചെയ്യുക. 127 frequency of recombination between gene pair on same chromosome as a measure of distance between genes to map their position on chromosome was used for the first time by gene mapping ലെ ക്വസ്റ്റ്യൻ ആണ്. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ലെ ക്വസ്റ്റ്യൻ ആണ്. ആൽഫ്രഡ് സ്റ്റുവർട്ട് ഇവാൻഡ് ആണ് അതിന്റെ ആൻസർ. 4th ഓപ്ഷൻ is the correct answer. The historic convention of biological diversity, the Earth Summit, was held in Rio de Janeiro in the year 1992 ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല 129th ക്വസ്റ്റ്യൻ ഒരു എക്കോസിസ്റ്റത്തിലെ ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. Detrivore perform fragmentation. ശരിയാണ്. Humus is further degraded by some microbe during mineralization. ശരിയാണ്. Water soluble inorganic nutrient go down into the soil and get precipitated by a process called leaching. Correct ആണ്. ഇനി നോക്കാം. Detritus food chain begins with a living matter അല്ല dead matter ആണ്. തെറ്റാണ്. Earthworm break down detritus into smaller particle by a process called catabolism അല്ല അല്ലേ? ഫ്രാഗ്മെന്റേഷൻ ആണ് തെറ്റ്. സോ ABC ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ.
ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാണ്. 130 ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്നല്ല, ഈ 10 ക്വസ്റ്റ്യനിലെ അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാണ്. ഐഡന്റിഫൈ ദ പെയർ ഓഫ് ഹെട്രോസ്പോറസ് ടെർഡോഫൈറ്റ് അമംഗ് ദ ഫോളോയിങ്. ഹെട്രോസ്പോറസ് ടെർഡോഫൈറ്റിന്റെ 2 എക്സാമ്പിളെ നമ്മൾ NCERT-യിൽ പഠിക്കുന്നുള്ളൂ. ഏതൊക്കെയാണ്? സെലാജിനല്ല ആൻഡ് സാൽവീനിയ. അപ്പൊ നിങ്ങൾ ഈ 10 ക്വസ്റ്റ്യൻസും ശരിയായിരുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് സെഷനിലേക്ക് പോകാം. ശ്രുതി മാം ആയിരിക്കും വരാം കേട്ടോ. എല്ലാവരും വന്നിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും ഇവിടെ റെഡി ആയിരിക്കണം മക്കളെ കാണാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് 131 ക്വസ്റ്റ്യൻ നമ്പർ 131 ആൻസർ നോക്കാം. ഇൻ ആൻജിയോസ്പേംസ് ഹാപ്ലോയിഡ്, ഡിപ്ലോയിഡ് ആൻഡ് ട്രിപ്ലോയിഡ് സ്ട്രക്ചേഴ്സ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, റൈറ്റ്? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ 4 സിനർജിഡ്സ് എന്താണ്? ഹാപ്ലോയിഡ്, സൈഗോട്ട്, ഡിപ്ലോയിഡ്, പ്രൈമറി എൻഡോസ്പേമിക് ന്യൂക്ലിയസ്, ട്രിപ്ലോയിഡ് അല്ലേ? ഹാപ്ലോയിഡ്, ഡിപ്ലോയിഡ് ആൻഡ് ട്രിപ്ലോയിഡ്. ഓപ്ഷൻ 4. ക്വസ്റ്റ്യൻ 132 വാട്ട് ഇസ് ദ റോൾ ഓഫ് RNA പോളിമറേസ് 2 മോളിക്കുലർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസിലെ വെരി ഇമ്പോർട്ടൻറ്റ് ട്രാൻസ്ക്രിപ്ഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ. ട്രാൻസ്ക്രിപ്ഷൻ സെയിം NCERT സെന്റൻസ്. ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് tRNA 5 srRNA ആൻഡ് snRNA. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഹോർമോൺ പ്രൊമോട്ട്സ് ദ ഇന്റർനോഡ് പീറ്റിയോൾ ഇലോങ്ങേഷൻ ഇൻ ഡീപ്പ് വാട്ടർ റൈസ്. പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിലെ ക്വസ്റ്റ്യൻ ആണ്. NCERT ലൈൻ അഗൈൻ. എഥിലീൻ, റൈറ്റ്? ഓപ്ഷൻ 4. 134 given below are 2 statements. One is labeled as assertion reason type. നമുക്ക് അറിയായിരുന്നു assertion reason type നമ്മൾ ഒത്തിരി പ്രാക്ടീസ് ചെയ്തതാണ്. ലേറ്റ് വുഡ് ഹാസ് ഫ്യൂവർ xylary elements with narrow vessels. അനാറ്റമിയുടെ ലാസ്റ്റ് ഭാഗം സെക്കൻഡറി ഗ്രോത്തിൻ്റെ സൈഡിൽ. പിന്നെ റീസൺ cambium is less active in winters. എന്താണ് അതിൻ്റെ കറക്റ്റ് ആൻസർ? ബോത്ത് assertion and reason are true and reason is the correct explanation of assertion. 134 option 2 അനാറ്റമിയിലെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ലാർജ് കളർഫുൾ ഫ്രാഗ്നന്റ് ഫ്ലവേഴ്സ്. അഗെയിൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് അല്ലേ? ആര് പോളിനേഷൻ നടത്താനാണ്? ലാർജ് കളർഫുൾ ഫ്രാഗ്മെന്റ് ഫ്ലവേഴ്സ് വിത്ത് നെക്ടർ ആർ സീൻ ഇൻ ഇൻസെക്ട് പോളിനേറ്റഡ് സൂഫിലി നടത്തുന്ന പ്ലാന്റ്സിൽ. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് 136 അഗെയിൻ അസേർഷൻ റീസൺ. എ ഫ്ലവർ ഇസ് ഡിഫൈൻഡ് ആസ് മോഡിഫൈഡ് ഷൂട്ട് വെർ ഇൻ ഷൂട്ട് അപ്പിക്കൽ മെരിസ്റ്റം ചേഞ്ചസ് ടു ഫ്ലോറൽ മെരിസ്റ്റം. അനാട്ടമിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, മോർഫോളജിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. മോർഫോളജിയിൽ കറക്റ്റ് സെയിം സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട് അല്ലെ മോഡിഫിക്കേഷൻ്റെ ഭാഗത്ത്. സോ എന്താണ് റീസൺ പറയുന്നു? ഇന്റർനോഡ് ഓഫ് ദ ഷൂട്ട് ഗെറ്റ്സ് കണ്ടൻസ് ടു പ്രൊഡ്യൂസ് ഡിഫറെൻറ്റ് ഫ്ലോറൽ അപ്പൻഡേജസ്. ലാറ്ററലി എക്സസീവ് നോട്ട്സ്. ഇന്റർനോഡ് കംപ്രസ് ചെയ്തിട്ട് ലാറ്ററൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതിനെ ഒത്തിരി നീളം വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നില്ല അല്ലേ? മോർഫോളജിയിലെ ഭാഗം 136 ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. ഇസ്ന്റ് ഇറ്റ്? അസേർഷൻ ആൻഡ് റീസണും ട്രൂ ആണ്. റീസൺ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 137 വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പിനേഷൻ ഈസ് റിക്വയർഡ് ഫോർ കെമിയോസ്മോസിസ്. കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ് ഓർമ്മയുണ്ടോ? നമ്മുടെ സന്തോഷിൻ്റെ കാര്യം, ATP സിന്തേസ്, നമ്മുടെ സന്തോഷം ആക്ടിവേറ്റ് ആവുന്നതല്ലേ കെമിയോസ്മോസിസിൻ്റെ ഹൈപ്പോത്തസിസ്. ഓർക്കുന്നുണ്ടോ? അതിന് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്? മെംബ്രെയിൻ വേണം. ഹെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ് നടക്കണമെങ്കിൽ മെംബ്രെയിൻ വേണം, പ്രോട്ടോൺ പമ്പ് വേണം, പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടണം. അതുപോലെ എന്നാലേ ATP സിന്തേസ് എൻസൈം ആക്റ്റീവ് ആവുള്ളൂ. അവിടെ നമുക്ക് ATP ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇസ്ന്റ് ഇറ്റ്? ഓപ്ഷൻ 2 137 ഫോട്ടോസിന്തസിസിലെ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഹൗ മെനി ഡിഫറെൻറ്റ് പ്രോട്ടീൻസ് ഡസ് ദ റൈബോസോം കൺസിസ്റ്റ് ഓഫ്? ഹൗ മെനി ഡിഫറെൻറ്റ് പ്രോട്ടീൻസ് ഡസ് ദ റൈബോസോമിന് എത്ര ടൈപ്പ് ഓഫ് പ്രോട്ടീൻസ് ഉണ്ട്? ഓപ്ഷൻ 2 ആണ് 80 പ്രോട്ടീൻസ്. മോളിക്കുലർ ബേസിസിലെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ. മോളിക്കുലർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഗിവൻ ബിലോ ആർ 2 statements. Gymnosperms, the pollen grains are released from the microsporangium and carried by air currents. Again NCERT line le air currents carry the mouth carry the pollen grains to the mouth of archegonia where the male gametes are discharged and the pollen tube is not formed. Question 139 option 4 plant kingdom എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 139. ക്വസ്റ്റ്യൻ നമ്പർ 139 ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. അസേർഷൻ ഇസ് ട്രൂ ബട്ട് റീസൺ ഇസ് ഫോൾസ് കേട്ടോ. റീസൺ ഫോൾസ് ആണ്. ഓപ്ഷൻ 3 അല്ല, ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ വരുന്നത് മക്കളെ. യെസ്, ബിക്കോസ് മെയിൽ ഗാമേറ്റ്സ് ആർ ഡിസ്ചാർജ് ആൻഡ് ദ പോളൻ ട്യൂബ് ഇസ് നോട്ട് ഫോംഡ് ആണെന്ന് പറയുന്നത്. പക്ഷേ അവിടെ പോളൻ ട്യൂബ് ഫോം ചെയ്യുന്നുണ്ടോ? NCERT ലൈൻ ആണ്. അഗെയിൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ക്വസ്റ്റ്യൻ നമ്പർ 140 കൊഹിഷൻ എന്ന് പറയുന്നത് എന്താണ്? മ്യൂച്വൽ അട്രാക്ഷൻ അമംഗ് വാട്ടർ മോളിക്യൂൾസ് ആണോ? കൊഹിഷൻ ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സിലെ ക്വസ്റ്റ്യൻ ആണ്. ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ് നമ്മൾ ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചില്ല, പക്ഷേ ക്വസ്റ്റ്യൻ വന്നു അല്ലേ? അല്ല മക്കളെ? സോ കൊഹിഷൻ എന്താണ്? എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഓപ്ഷൻ 2 ആണ്. കൊഹിഷൻ എന്ന് പറയുന്നത് മ്യൂച്വൽ അട്രാക്ഷൻ അമംഗ് വാട്ടർ മോളിക്യൂൾസ്. ഓർക്കുന്നില്ലേ? അഡിഷൻ എന്താണ്?
അട്രാക്ഷൻ ടുവേർഡ്സ് ദ പോളാർ സർഫസസ് ആണ് അഡീഷൻ വരുന്നത്. അതുപോലെ സർഫസ് ടെൻഷൻ എന്താണ്? മോർ അട്രാക്ഷൻ ഇൻ ലിക്വിഡ് ഫേസ് ആൻഡ് ഗട്ടേഷൻ വാട്ടർ ലോസ് ഇൻ ദ ലിക്വിഡ് ഫേസ്. സോ ഓപ്ഷൻ 2 ആണ് കറക്റ്റ് വരുന്നത് അല്ലേ? A is 2, B is 4, C is 1 and D is 3. ഓപ്ഷൻ 2 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. അപ്പം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അഷിമാമ വന്നിട്ട് അതിൻ്റെ ആൻസേഴ്സ് പറഞ്ഞുതരും. അപ്പോൾ സെറ്റാണ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. ഓക്കെ, എല്ലാവരും പൊളിച്ചു. ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, സോ നമുക്ക് 141 തൊട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. എല്ലാവർക്കും ക്വസ്റ്റ്യൻസ് ഈസി ആയതെന്ന് തോന്നുന്നു. റീഡ് ചെയ്യാം. ഓക്കെ, സോ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇസ് നോട്ട് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. അത് ആദ്യം മനസ്സിലാക്കാം. ദി amount ഓഫ് സം ടോക്സിക് സബ്സ്റ്റൻസസ് ഓഫ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ ഇൻക്രീസസ് ദി ഓർഗാനിസം അറ്റ് സക്സസീവ് ട്രോഫിക് ലെവൽസ്. ഓക്കെ, സോ അത് നമ്മൾ ബയോമാഗ്നിഫിക്കേഷൻ പഠിച്ചിട്ടുണ്ട്. 2. Microorganisms involved in biodegradation of organic matter in a sewage polluted water body consume a lot of oxygen, causing the death of aquatic organisms. അതും ശരിയാണ്. Algal blooms is caused by the excess of organic matter in water, improve water quality and promote fisheries. Okay, അത് ഒരിക്കലും ഇംപ്രൂവ് ചെയ്യുന്നില്ല. സോ ആൻസർ 3 ആണ്. എന്നാലും വായിച്ചു നോക്കാം. Water hyacinth grows abundantly in eutrophic water bodies and leads to an imbalance in the ecosystem dynamics in the water body. അതും ശരിയാണ്. സോ നോട്ട് കറക്റ്റ് ആണ്. ആൻസർ 3. ഓക്കെ, സോ ഇതിൽ ആൻസർ 3 ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 142. Which of the following statements are correct about Klinefelter's syndrome? A. This disorder was first described by Langdon Down. Allah. Such an individual has overall masculine development. However, feminine development is also expressed. അത് ശരിയാണ്. Affected individual is short statured. ശരിയല്ല, അത് ഡൗൺ സിൻഡ്രോം ആണ്. Physical, psychomotor and mental development is retarded. അതുമല്ല. Such individuals are sterile. അത് ശരിയാണ്. ഓക്കെ, സോ നമ്മുടെ ആൻസർ B and E ആണ്. ആൻസർ is 4. ഓക്കെ, സോ ഇവിടെ ആൻസർ 4 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 143. Given below are 2 statements. Gauss's competitive exclusion principle states that 2 closely related species competing for the same resources cannot coexist indefinitely and competitively inferior one will be eliminated. Okay, statement 2. In general, carnivores are more adversely affected by competition than herbivores. So idile statement 1 correct aanu. Statement 1 is correct. Statement 2 തെറ്റാണ്. carnivores അല്ല, herbivores ആണ്. Okay, herbivores are more adversely affected. So statement 1 is correct but statement 2 is false. Answer is 4. Okay, so ഇത് 143. 144. Match the following ആണ്. So M phase ൽ നമുക്ക് നടക്കുന്നത് equational division ആണ്. Right? പിന്നെ അതേപോലെ G2 phase ൽ proteins are synthesized. So A4 ആണ് ഓപ്ഷൻ. Okay, G2 phase ൽ proteins are synthesized ആണ്. So B1 ആയിരിക്കും. Quiescent സ്റ്റേജിൽ inactive state ആണ്. G1 phase ൽ interval between mitosis and initiation of DNA. Okay, so the answer here 144 should be 4. Okay, ഇവിടെ ആൻസർ 4 ആയിരിക്കണം അല്ലേ? A4, B1, yes, C2 and D3. അടുത്ത question. Okay, identify the correct statements. Lenticels are lens-shaped openings permitting the exchange of gases. Bark formed early in the season is called hard bark. അത് തെറ്റാണ്. Bark is a technical term that refers to all tissues exterior to vascular cavum. അത് തെറ്റാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ it is not a technical term. Bark refers to periderm and secondary phloem. ശരിയാണ്. Phylogen is single layered അല്ല, couple of layers ഉണ്ട്. So ഇത് തെറ്റാണ്. So ഇവിടെ ആൻസർ വരുന്നത് A and D only. Answer is 3. Okay, 146 question. 146 question. Main steps in the formation of recombinant DNA are given below. Arrange these in the correct sequence. So start ചെയ്യുന്നത് നമ്മൾ ഇപ്പോഴും isolation of desired DNA fragment ആണ്. So it should be starting with C. ഇനി isolation കഴിഞ്ഞാൽ cutting of DNA at specific location by restriction enzyme. അത് B ആണ്. C B ആണ്. So answer is 4. Okay, so cutting കഴിഞ്ഞിട്ട് amplification ചെയ്യുന്നു D and then A insertion. Okay, 146 ഉള്ള ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. interaction population interaction match the following ആണ്. mutualism എന്ന് പറയുമ്പോഴത്തേക്കും പ്ലസ് ആണ്. So 1 4 ആണ്. Okay, A is 4. commensalism plus and 0 ആണ്. Okay, commensalism is plus and 0. So
1 ആണ് B1. Okay, so answer കിട്ടി. Answer is 3. Right? Amensalism is minus and 0, parasitism is plus and minus. അടുത്ത question 148. Malonate inhibits the growth of pathogenic bacteria by inhibiting the activity of dinitrogenase, succinate dehydrogenase, amylase and lipase. Answer is 2 succinate dehydrogenase. So answer ഇവിടെ 2 ആണ്, competitive inhibition ആണ്. Okay, അടുത്ത question 149. So ഇവിടെ match the following ആണ് പിന്നെയും വരുന്നത്. അയണിന്റെ ആൻസർ ആക്ടിവേറ്റർ ഓഫ് catalase enzyme ആണ്. Okay, so catalase enzyme activator ആണ്. So A3 എന്നുള്ള ഓപ്ഷനിൽ വരിക. A3 ഇത് നമ്മൾ എലിമിനേറ്റ് ചെയ്തു. Zinc is the synthesis of auxin. So B1 എന്നുള്ള ഓപ്ഷൻ ആണ്. A3B1 ഓപ്ഷൻ ആൻസർ 4 മാത്രമേ ഉള്ളൂ. So ഇവിടെ ആൻസർ is 4. Okay, ഇനി അടുത്ത question 150th question, last question of botany. Oxidative decarboxylation, glycolysis, oxidative phosphorylation, tricarboxylic acid cycle ആണ്. Okay, so oxidative decarboxylation എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നത് pyruvate dehydrogenaseലാണ്, link reactionൽ. So A2. Okay, പിന്നെ glycolysis is called as EMP pathway B4. A2B4 എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. Okay, oxidative phosphorylation നമ്മുടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റമിലാണ് C3 and tricarboxylic acid cycle-ലാണ് നമ്മുടെ citrate synthase enzyme ഉള്ളത്. Okay, so D1 ആണ് ഓപ്ഷൻ വരുന്നത്. So ഇവിടെയും ആൻസർ 1 ആണ്. A2, yes, B4, C3 and D1. So the answer is 1. So നമുക്ക് ഇനി അടുത്തത് മനോജ് സാറാണ് വരാൻ പോകുന്നത് സുവോളജി ക്വസ്റ്റ്യൻസുമായിട്ട്. So let's go. Hi students, welcome to the zoology section. Good evening to everybody. നമ്മൾ 151ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Given below are the statement. One labeled as assertion and other is labeled as reason. Okay, assertion, nephrons are 2 types, cortical and juxtamedullary, based on their relative position in cortex and medulla. നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ് 2 ടൈപ്പ് നെഫ്രോൺസ് ഉണ്ട്, കോർട്ടിക്കൽ നെഫ്രോൺ ആൻഡ് ജക്സ്റ്റാമെഡുലറി നെഫ്രോൺ. അത് എന്തിനെ ബേസ് ചെയ്തിട്ടാ? അതിൻ്റെ പൊസിഷനാണ് കറക്റ്റാണ്. ജക്സ്റ്റാമെഡുലറി നെഫ്രോൺസ് ഹാവ് ഷോർട്ട് ലൂപ്പ് ഓഫ് എൻലെ, whereas cortical nephron long loop of എൻലെ. തെറ്റല്ലേ മക്കളെ? ജക്സ്റ്റാമെഡുലറി നെഫ്രോൺ ഷോർട്ട് അല്ല, അതുപോലെ കോർട്ടിക്കൽ നെഫ്രോൺ ലോങ്ങുമല്ല. അപ്പോൾ ഇത് തെറ്റാണ്. അപ്പോൾ എന്താണ് വരിക? അസർഷൻ ശരിയാണ്, റീസൺ തെറ്റാണെന്ന് പറയുമ്പോൾ A is true, R is false, 4 is the right answer for this question. Question number 52, match list 1 with list 2 with respect to human eye. ന്യൂറൽ കൺട്രോളിലെ ഒരു ചോദ്യമാണ്. ഫോവിയ, ഐറിസ്, ബ്ലൈൻഡ് സ്പോട്ട് ആൻഡ് സ്ക്ലീറ, ഇതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്ത് വരും. ഫോവിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോവിയ സെൻട്രാലിസ്. ഫോവിയ സെൻട്രാലിസ് എന്ന യെല്ലോ സ്പോട്ടിനകത്ത് കാണുന്ന മെക്കുള ലൂട്ടിക്കകത്ത് കാണുന്ന കോൺസൽസ് മാത്രമുള്ള ഏരിയയാണ്. അപ്പോൾ എന്ത് വരും? അത് പോയിന്റ് ഓഫ് ഗ്രേറ്റ് വിഷ്വൽ അക്യൂറ്റി ഓർ റീസൊല്യൂഷൻ എന്നുള്ളത് വരും. അപ്പോൾ എന്താണ് ഇവിടെ 2 എന്ന് വരാനുള്ള ഉത്തരമാണ് ഏറ്റവും കറക്റ്റായിട്ടുള്ള. കാരണം A is 3, അത് മാത്രമേ ഉള്ളൂ. നമുക്ക് ബാക്കിയോടെ നോക്കാം. ഐറിസ്, വാട്ട് ഈസ് ഐറിസ്? വിസിബിൾ കളേർഡ് പോർഷൻ ഓഫ് ദ ഐ ദാറ്റ് റെഗുലേറ്റ് ഡയമീറ്റർ ഓഫ് ദ പീപ്പിൾ, കറക്റ്റാണ്. പിന്നെ C എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് സ്പോട്ടാണ്. പോയിന്റ് വേർ ഒപ്റ്റിക് നെർവ് ലീവ് ദ ഐബോൾ വേർ there is no photoreceptor cells, ശരിയാണ്. അതേപോലെ D, സ്ക്ലീറ. സ്ക്ലീറ ഇസ് ദ ഫസ്റ്റ് ലെയർ അല്ലെ, എക്സ്റ്റേണൽ ലെയർ ഓഫ് ഐ ഫോംഡ് ഓഫ് ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ. സോ 2 is the right answer for question number 152. Question number 153 നോക്കൂ. Which of the following function is carried out by cytoskeleton in the cell? ഇത് ഡയറക്റ്റ് ആയിട്ട് ബോട്ടണി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ്, എങ്കിലും നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ലോക്കോമോഷനിലും പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. സൈറ്റോസ്കെൽറ്റൽ എലമെന്റ്സ് എന്തിനെ സഹായിക്കുന്നു? മോട്ടിലിറ്റിക്ക് സഹായിക്കുന്നു. സോ 4 is the right answer for question number 153. Question 154 നോക്കൂ. Given below are 2 statements. Ligaments are dense ഇറഗുലർ ടിഷ്യൂ. തെറ്റല്ലേ? ലിഗമെന്റ്സ് എന്ന് പറയുന്നത് ഡെൻസ് റെഗുലർ ടിഷ്യൂ ആണ്. ലിഗമെന്റ്സ് ആൻഡ്
tendon. Okay. Cartilage is a dense regular tissue. Cartilage regular tissue ആണോ? അത് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും എന്താണ്? തെറ്റാണ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ ഫോൾസ് എന്നുള്ള ഓപ്ഷൻ 3 ആണ് അതിന് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 155 നോക്കൂ. ഹീറോയിൻ മാച്ച് ചെയ്യാനാണ്. 1, 2 ഹീറോയിൻ. എന്താണ് ജോലി ഹീറോയിൻ? ഹീറോയിൻ എന്ത് ചെയ്യുന്നു? സ്ലോ ഡൗൺ ബോഡി ഫങ്ഷൻ അല്ലേ? പിന്നെ രണ്ടാമത്തെ മെരിജുവാന എന്തിൽ വരുന്നതാണ്? കനാബിനോയിഡ്സിൽ വരുന്നതാണ്. എഫക്റ്റ് ഓൺ കാർഡിയോ വാസ്കുലാർ സിസ്റ്റം. അപ്പോൾ ഇവിടെ എ വരും, ഇവിടെ ബി വരും. പിന്നെ എന്താ ഉള്ളത്? സി കൊക്കൈൻ. നമുക്കറിയാം കൊക്കൈൻ ഇൻ്റർഫിയർ വിത്ത് ദ ന്യൂറോ ട്രാൻസ്മിറ്റർ ഡോപ്പമൈൻ. സി വരും. മോർഫീൻ ഈസ് എ പെയിൻ കില്ലർ അല്ലേ? ഇവിടെ ഡി വരും. സോ ഓപ്ഷൻ 2 ആണ് വരുന്നത്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 156. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്ലോണിംഗ് വെക്ടർ? ഇത് ബോട്ടണിയിൽ നിന്ന് ബയോടെക്നോളജി വന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താ? ബാക്ക്, യാക്ക്, PBR 322 ഒക്കെ നിങ്ങൾക്കറിയാം. ഓൾ ദീസ് ആർ ദ ക്ലോണിംഗ് വെക്ടേഴ്സ്. അപ്പോൾ എന്താണ് ഉത്തരം വരിക? 1 പ്രോബ് എന്നാണ്. പ്രോബ് ഒരു റേഡിയോ ആക്റ്റീവ് ഒളിഗോ ന്യൂക്ലിയോട്ടൈഡ് ആണ്. Question number 157. Which of the following is not considered as the part of endomembrane system? നിങ്ങൾക്ക് കൃത്യമായിട്ട് ബോട്ടിലിൽ നിങ്ങൾ പഠിച്ചൊരു പോയിൻ്റാണ്. ഈ മൈറ്റോകോൺട്രിയ വരില്ല, ക്ലോറോപ്ലാസ്റ്റ് വരില്ല, പെറോക്സിസോംസ് വരില്ല. പക്ഷേ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവും ഗോൾഗി ബോഡീസും വരും. അപ്പോൾ അതുകൊണ്ട് ക്വസ്റ്റ്യൻ നമ്പർ 157 3 എന്നുള്ള ഉത്തരമല്ലേ? എയും സിയും ഇയും വരില്ല. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നോട്ട് കൺസിഡേർഡ് എന്നാണ്. ക്വസ്റ്റ്യൻ നമ്പർ 158. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സൈക്കിൾ? ഇൻ non-primate mammal, cyclical change during the reproduction are called estrous cycle. Primate mammals-ലാണ് menstrual cycle വരുന്നത്. First menstrual cycle begin at puberty, which is called menopause. തെറ്റല്ലേ? menarche എന്നല്ലേ പറയുക. Okay. Lack of menstruation may be indicative of pregnancy. May be അതൊരു ഇൻഡിക്കേഷൻ ആവാം. ശരിയാണ്. Cyclic menstrual extend between menarche and menopause. കറക്റ്റ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് ഇതിൽ ശരിയായിട്ട് വരുന്നത്? എയും സിയും ഡിയും കറക്റ്റായിട്ട് വരുന്നു. സോ ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ for question number 158. Question number 159. Which one of the following technique does not serve the purpose of early diagnosis of a disease for its early treatment? Enzyme linked immunosorbent assay, ELISA, recombinant DNA technology, polymerase chain reaction. ഇത് നിങ്ങളെ ബയോടെക്നോളജിയിൽ കൃത്യമായിട്ട് NCERT കൊടുത്തതാണ്. ഈ സീറം ആൻഡ് യൂറിൻ അനാലിസിസ് അത് എന്താണ് ഒരു ഡയറക്റ്റ് ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 160. മാച്ച് ലിസ്റ്റ് 1 ആൻഡ് ലിസ്റ്റ് 2. റിംഗ് വേം ഫൈലേറിയാസിസ് മലേറിയ ന്യൂമോണിയ എന്നാണ് ഉള്ളത്. റിംഗ് വേം എന്താണ് വരിക? റിംഗ് വേം ആരാണ്? ട്രൈക്കോഫൈറ്റോൺ അല്ലേ? അപ്പോൾ ഇത് എ വരും. ഫൈലേറിയാസിസ് ആരുണ്ടാക്കുന്നു? എലഫന്റിയാസിസ് വുജേറിയ ബാൻക്രോഫ്റ്റി ഉണ്ടാക്കുന്നു. മലേറിയ ആരുണ്ടാക്കുന്നു? പ്ലാസ്മോഡിയം വൈവാക്സ് ഉണ്ടാക്കുന്നു. ന്യൂമോണിയ ഹീമോഫിലസ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ആൻഡ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസെ. അപ്പോൾ എന്താ വരും? 2, 3, 4 and 1. Option 2 is the right answer for question number 160. Given below are the two statements. One is labeled as assertion A and the other labeled as a reason. Okay. Question number 161, that is given below are the two statements. One is labeled as assertion A and the other labeled as assertion reason R. Assertion A. Amniocentesis for sex determination is one of the strategies for reproductive and child healthcare program. നിങ്ങൾക്കെന്നെ അറിയാം ഇത് പ്രീനേറ്റൽ ദാറ്റ് ഈസ് ക്രോമസോമൽ ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസോർഡർ ജനറ്റിക് ഡിസോർഡർ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കുന്ന ഒരു ടെക്നിക്കാണ്. ഓക്കെ. So assertion is wrong, and the second one, the reason, that is ban of amniocentesis check increases the menace of the female feticide. That is female feticide, prenatal sex determination ulla female aanu engil that is a feticide avana chances undu. So it is a reason is correct, but assertion is wrong. It is a
prenatal, that is a chromosomal sex determination technique ആണ്, diagnostic technique ആണ്. Okay, clear മക്കളെ? So question number 161, option A, assertion false, reason is correct. Okay, then question number 162, question number 162. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ 161 നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ദെൻ അടുത്ത നമുക്ക് വളരെ ഫെമിലിയർ ചാപ്റ്റർ 162, ദാറ്റ് ഈസ് മോളിക്കുലാർ ബേസിസ്. എല്ലാവർക്കും വളരെ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്ന ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, നമുക്ക് ആ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. Given below are two statements. RNA mutate at faster rate. You know that RNA, it is a single stranded, it is a complete, it easier rate, faster rate la that is a mutation സംഭവിക്കുന്നതാണ് RNA. So the first statement is correct. Okay, it is single stranded. Okay, you know that coronavirus, it is a single stranded RNA. Okay, continuous ആയിട്ട് mutation സംഭവിച്ചിരുന്നതാണ്. Okay, so it is a very simple question. Then virus having the RNA genome and shorter lifespan mutate and evolve faster. So the assertion and reason, that is the statement 1, statement 2 are correct. So the option is 2. As that is statement 1, statement 2 രണ്ടും correct ആയ ആൻസർ ആണ്. Okay, വളരെ simple question ആയിരുന്നു. Clear മക്കളെ? Then question number നമുക്ക് 163 ലേക്ക് കടക്കാം. 163. Okay, this question also from molecular basis of inheritance. Molecular basis of inheritance എന്നുള്ള question ആണ്. നോക്കാം. In prokaryote, you know that the prokaryote means there is no well-defined nucleus, the nuclear membrane is absent. Okay, the positively charged DNA, positively charged, positive or no? No, that is DNA charge is a negative. DNA charge is a negative. Okay, so it is a negatively charged protein. The protein is positive, so the statement is incorrect. Okay, then in eukaryote, the eukaryote, you know that eukaryote means the true nucleus is present. Okay, so the true nucleus here, the negatively charged DNA wrapped around the positively charged histone. You know that this diagram. Okay, so here that is negative charged DNA and positive charged histone. That structure is known as nucleosome. Nucleosome, the packaging of that is DNA. Molecular base of inheritance la second topic la padichirikkunnaanu. Okay, so statement 1 is incorrect and statement 2 is a true, that is option 1. Clear aanallo? Okay aano? Ellarum sandoshamaano ee innathe exam il? Then question number 164 like vam. Question number 164, that is match the following. That is question from animal kingdom. Animal kingdom വളരെ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ നമ്മൾ പഠിപ്പിച്ച ഒരു ചാപ്റ്റർ ആണ് ആനിമൽ കിങ്ഡം. അതിലേക്ക് നോക്കാം. That is Taenia solium, it is phylum Platyhelminthes. Okay, the phylum Platyhelminthes, you know that the excretory organ is flame cell. Very simple. Okay, the flame cell help for a excretion and a osmoregulation. You know that. Very simple question. Then paramecium, the excretory organ is which one? Contractile vacuole. ചെറിയ ക്ലാസ് കിട്ടുമ്പോൾ പഠിക്കുന്നതാണ്. Very simple question. Then Periplaneta americana, that is cockroach. In this one, the excretory organ is uricose gland. The uricose gland, you know that the main excretory organ is Malpighian tubules. Okay, then after the uricose gland, nephros. Okay, that like. Then Fretima posthuma, that one Nephridia. Which one? Nephridia. Fretima posthuma, earthworm, coming under phylum Annelida, that is metamerically segmented body. Okay, so 164 option 4, that is A3B2Z4D1. Okay, Valeries, ശരിയാണല്ലോ? Then question number 165 ലേക്ക് വരാം. ഓരോ ക്വസ്റ്റ്യൻസും വളരെ ഈസി ആയിരുന്നു. 165. Okay, satisfied ആണല്ലോ എല്ലാവരും? That is list 1 and list 2 that match the following question. This question from the molecular base of inheritance, weightage കൂടുതൽ എന്ന് നമ്മൾ ക്ലാസ്സിൽ വളരെയധികം പ്രാവശ്യം ഡിസ്കസ് ചെയ്ത ചാപ്റ്റർ ആണ്. That is molecular base of inheritance, the lac operon concept. Lac operon concept എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. That is gene, you know, that is structural genes. There is structural genes in the order lac Z, lac Y and lac A. These three genes are known as what's the name? Structural genes. Okay, so lac Z produce beta galactosidase, lac Y permease and lac A transacetylase. So in the correct order, the gene A, that is transacetylase. Okay, then you know that the gene Y take that permease, that increase the permeability of the lactose into these E. coli cells. Okay, then gene I that represent the repressor protein, it producing a particular protein is called what's the name? Repressor protein. Okay, and the last one, the gene Z that produce beta galactose
galactosidase, beta galactosidase. That enzyme is very essential for the catabolism of lactose. Lactose split into glucose plus the galactose. Okay, so the correct answer is option 3, that is A2, B3, C4 and D1. Okay, so answer is option 3. Clear? So now the 5 questions over, 161 to 165. Very simple question. This question from molecular base of inheritance. Then question number 166. Question number 166. That question from reproductive health. Reproductive health. Okay. The mama വളരെ simple ആയിട്ട് പഠിച്ചുള്ള chapter ആണ്. Okay. The question vasectomy. It is different types of the reproductive, that is contraceptive methods. Okay. The vasectomy, it is known as surgical method. Vasectomy. Okay. Cut the vas deferens. Okay. Then coitus interruptus, it is natural method. Natural method. Coitus interruptus. You know that. Periodic abstinence, like that. Then cervical cap. Cervical cap, it is a barrier method. And the Saheli, it is oral contraceptive. Oral contraceptive is a non-steroidal drug. Nalla clear out ninga padichittulla chapter another. So 166 option A3, B4, C2 and D1. Option 3. Very clear? Okay. That is what I am. Very simple questions are zoology. Then question number 167. Broad palm with single palm crease is visible in a person suffering from. It's a question from the principle of inheritance. It is Down syndrome. The name of the syndrome is the Down syndrome. Okay. That one, the 21st trisomy. The main reason is the 21st trisomy. Okay. Then question number 168. The question from the human reproduction. Very simple question. The given below are the two statements. One is labeled as assertion and the other is reason. Assertion. Endometrium is necessary for the implantation of the blastocyst. You know that. The blastocyst attached on the uterine endometrium is called, what's the name? That is complete the implantation, and in the absence of fertilization, the corpus luteum degenerate, that cause disintegration of endometrium. So both are correct. Assertion correct, reason correct. Assertionum, reasonum ivide correct aanu, but reason is not correct explanation. So option 3, assertion, reason are true, but reason is not correct explanation of the A. Okay, clear? So 168 option 3. There is question from human reproduction. Clear analo? Then question number 169. Vital capacity of lungs. Vital capacity. That is question from breathing and exchange of gases. In this one, you know that vital capacity VC, that is equal to IRV plus ERV plus TV. Okay. So the total, that is the range. In this one, the 3 volumes are added. So answer is option 1. IRV plus ERV plus TV. You know that the value 4000 to 4600. Then question number 170. Given below are two statements. That is question from biomolecule. A protein is imagined as a line. The left end represent the first amino acid. No, the left end, that is the first amino acid in that one C terminal, not a N terminal, and right end represent the C terminal. So that is in this one, the statement 1 is false, but the statement 2, you know that adult human hemoglobin, it consists of the 4 subunit, the 2 subunit, that is the alpha, and 2 are the beta. So it is the correct one. So assertion wrong, but the statement 1 is wrong, but statement 2 is correct. So option is 1. Okay. So question number 171 onwards continue. Question like reproductive health എന്ന് പറയുന്ന chapter ആണ്. Reproductive healthലെ തൊട്ടു മുന്നേ നിങ്ങൾക്ക് ഒരു question നിങ്ങൾ കണ്ടതാണ്. Which of the following is നിങ്ങൾക്കറിയാം sexually transmitted diseaseകൾ 3 എണ്ണം curable അല്ല. ഏതൊക്കെയാണ് curable അല്ലാത്തത്? H cube എന്ന് നമ്മൾ പഠിക്കാറുണ്ട്. H cube അല്ലേ? H cube എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? HIV, herpes അല്ലേ? hepatitis B. ഇത് മൂന്ന്. ചോദ്യം എന്താണ് നിങ്ങൾ കണ്ടില്ലേ? Which of the following common sexually transmitted disease is completely curable when detected? Which one of the following? ഏതാണ്? ഗൊണീറിയ എന്ന് പറയുന്ന അസുഖം അല്ലേ? ഗൊണീറിയ എന്ന് പറഞ്ഞാൽ നിസേറിയ ഗൊണീറിയ എന്ന് പറയുന്ന ബാക്ടീരിയ ഉണ്ടാക്കുന്ന അസുഖമാണ് ഗൊണീറിയ. ഗൊണീറിയ ഉണ്ടാക്കുന്ന രോഗം ഗൊണീറിയാസിസ് എന്നൊക്കെ പഠിച്ചില്ലേ? സോ ഇത് കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആണ്. HIV ക്യൂറബിൾ അല്ല. സോ ആൻസർ ഏതാണ്? 3. HIV ക്യൂറബിൾ അല്ല. ജെനൈറ്റൽ ഹെർപ്പിസ് ക്യൂറബിൾ അല്ല. ഹെപ്പറ്റൈറ്റിസ് ബി എന്തല്ല? ക്യൂറബിൾ അല്ല. അടുത്ത ക്വസ്റ്റ്യൻ വന്നേ. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ റീപ്രൊഡക്ഷനിലെ ക്വസ്റ്റ്യൻ ആണ്. സോ റീപ്രൊഡക്ഷൻ ഒരുപാട് ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഒന്നാമത്തെ നോക്കൂ, സ്റ്റേറ്റ്മെന്റ് ആണ്. വാസ് ഡിഫറൻസ് റിസീവ്സ് എ ഡക്റ്റ് ഫ്രം സെമിനൽ വെസിക്കിൾ. വാസ് ഡിഫറൻസ് സെമിനൽ വെസിക്കിളിൽ നിന്ന് ഒരു ഡക്റ്റ് റിസീവ് ചെയ്യുന്നു
അല്ലേ, ആൻഡ് ഓപ്പൺസ് ഇൻ ടു യൂറിത്ര ഫ്രം സെമിനൽ വെസിക്കിൾ ആൻഡ് ഓപ്പൺ ഇൻ ടു യൂറിത്ര ആസ് ഇജാക്കുലേറ്ററി ഡക്റ്റ്. ഇത് രണ്ട് ഫ്യൂസ് ചെയ്താൽ ഇജാക്കുലേറ്ററി ഡക്റ്റ് അല്ലേ? ശരിയാണ്, ഇജാക്കുലേറ്ററി ഡക്റ്റ് ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് 2, ദ കാവിറ്റി ഓഫ് ദി സെർവിക്സ്, സെർവിക്സിൻ്റെ അല്ലേ, സെർവിക്സിൻ്റെ കാവിറ്റി ഈസ് കോൾഡ് സെർവൈക്കൽ കനാൽ വിച്ച് അലോങ് വിത്ത് വെജൈന ഈസ് കോൾഡ് ഫോംസ് ബർത്ത് കനാൽ. ശരിയല്ലേ? രണ്ട് സ്റ്റേറ്റ്മെന്റ് പക്ക കറക്റ്റ് ആണ്, പക്ക ക്വസ്റ്റ്യൻ അല്ലേ? വളരെ ഈസി ആയിട്ടുള്ള ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ് എന്നുള്ളതാണ്. സോ മക്കളെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. അടുത്തത് ബോഡി ഫ്ലൂയിഡ്സിൽ നിന്നുള്ള ചോദ്യമാണ്. പി വേവ്, പി വേവ് എന്ന് പറഞ്ഞാൽ ഡീപോളറൈസേഷൻ ഓഫ് ആട്രിയ, പി വേവ് എന്ന് പറഞ്ഞാൽ ഡീപോളറൈസേഷൻ ഓഫ് ആട്രിയ. ക്യൂ വേവ് എന്ന് പറഞ്ഞാൽ എന്താ? ബിഗിനിങ് ഓഫ് സിസ്റ്റോൾ. ക്യു ആർ എസ് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യു ആർ എസ് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ. ടി വേവ് എന്ന് പറഞ്ഞാലോ റീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ. സോ A3 എന്ന് പറയുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. A3 എന്ന് കണ്ടാൽ തന്നെ ആൻസർ മക്കൾ എഴുതണം. ഓക്കെ, ഞാൻ മൊത്തം പറഞ്ഞു എന്നേ ഉള്ളൂ. A3 എന്താണ്? A3 എന്ന് പറയുന്നത് അപ്പോൾ 173ാമത്തെ ചോദ്യം എന്താണ്? 2 ആണ്. ഓപ്ഷൻ ഏതാണ്? 2 ആണ്. ഇനി അടുത്തത് ആനിമൽ കിങ്ഡത്തിൽ നിന്നുള്ള സിമെട്രി ബേസ്ഡ് ചോദ്യമാണ്. റേഡിയൽ സിമെട്രി നോട്ട് ഫൗണ്ട് ഇൻ ദി അഡൽട്സ് ഓഫ്, റേഡിയൽ സിമെട്രി നോട്ട് ഫൗണ്ട് ഇൻ ദി അഡൽട്ട് ഓഫ്. ഓക്കെ ഓക്കെ, എക്കൈനോഡെർമേറ്റിന്റെ അഡൽട്ടിലെ റേഡിയൽ സിമെട്രിയാണ് നിങ്ങൾക്കറിയാം. ഇതിൻ്റെ ആൻസർ ഏതാണ്? ഹെമികോഡേറ്റ. റേഡിയൽ സിമെട്രി എക്സിബിറ്റ് ചെയ്യുന്നത് ആരൊക്കെയായിരുന്നു? നിഡേറിയ, ടീനോഫോറ ആൻഡ് അഡൽട്ട് എക്കൈനോഡെർമേറ്റ. നമ്മൾ ഇന്നലത്തെ മാരത്തോൺ ലൈവിലടക്കം എന്ത് ചെയ്തതാണ്? ഡിസ്കസ് ചെയ്തതാണ്. സോ ഞാൻ തൊട്ട് മുന്നേ ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ പറഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ ഇന്നലെ ചെയ്ത ചോദ്യമാണ്. 175ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഹ്യൂമൻ ജെനറ്റിക്സിലുള്ള പെഡിഗ്രി അനാലിസിസിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. നോക്കിയേ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ദ സിമ്പിൾ ദാറ്റ് റെപ്രസെന്റ് മീറ്റിംഗ് ബിറ്റ്വീൻ റിലേറ്റീവ്സ് ഇൻ ഹ്യൂമൻ പെഡിഗ്രി അനാലിസിസ്. ഹ്യൂമൻ പെഡിഗ്രി അനാലിസിസിൽ റിലേറ്റീവ് ആണെങ്കിൽ ഡബിൾ ബോണ്ട് ആണെന്ന് പറഞ്ഞില്ലേ അല്ലേ? ഡബിൾ ബോണ്ട് 3 ആണ്. ആൻസർ ഏതാണ്? ആൻസർ ഈസ് 3 ആണ്. സോ തേർഡ് വൺ ഈസ് ദ റൈറ്റ് ആൻസർ. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അടുത്തത് ഇവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള സെലക്ട് ദ കറക്റ്റ് ഗ്രൂപ്പ് ഓഫ് ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽസ് എക്സിബിറ്റിംഗ് അഡാപ്റ്റീവ് റേഡിയേഷൻ. പേജ് നമ്പർ 134 ടേബിൾ അല്ലേ? പേജ് നമ്പർ 134 ഒരു ടേബിൾ മക്കൾ പഠിച്ചിട്ടുണ്ട്. അതിലുള്ള 3 പേരുകൾ തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഏതൊക്കെയാണ്? നുംബാറ്റ്, സ്പോട്ടഡ് കസ്കസ്, ഫ്ലൈയിങ് ഫെലഞ്ചർ എന്നുള്ളതാണ് ആൻസർ. സോ തേർഡ് ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്തത് ബോട്ടണിയിലുള്ള ഒരു ചോദ്യമാണ്. ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ചോദ്യമാണ്. മാച്ച് ദി ഫോളോയിങ് ആണ്. എ ലെപ്പേർഡ് ആൻഡ് എ ലയൺ, എ ലെപ്പേർഡ് ആൻഡ് എ ലയൺ എപ്പോഴും അവർ തമ്മിൽ എന്താ ഉണ്ടാവുക? ഭക്ഷണത്തിന് വേണ്ടി കോമ്പറ്റീഷൻ ആണ്. സോ A1 തന്നെയാണ് മാച്ച് ചെയ്യേണ്ടത്. അടുത്ത നോക്കിയേ, കുയിലിന്റെ കൂട്ടിൽ കാക്ക മുട്ടയിട്ടു എന്നുള്ളതാണ്. എ കുക്കു ലേയിങ് എഗ് ഇൻ എ ക്രോസ് നെസ്റ്റ്. അതെന്താണ്? ബ്രൂഡ് പാരസിറ്റിസ് അല്ലേ? സോ ബ്രൂഡ് പാരസിറ്റം ബി എന്ത് തന്നെയാണ്? 2 തന്നെയാണ്. അടുത്തത് ഫംഗെ ആൻഡ് റൂട്ട് ഓഫ് ഹയർ പ്ലാന്റ്സ് ഓഫ് മൈക്കോറൈസ ഫോംസ് മൈക്കോറൈസ. മ്യൂച്വലി സെല്ലെ പ്ലസ് എൽ റിലേഷൻ ശരിയാണ്. ആൻഡ് കാറ്റിൽ എഗ്രറ്റ് ആൻഡ് കാറ്റിൽ ഇൻ എ ഫീൽഡ് കമൻസാലിസ് ആണ്. സോ A1 B2 C3 D4 വളരെ റൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സോ സെക്കൻഡ് വൺ ഈസ് ദ റൈറ്റ് ആൻസർ. ഏതാണ്? സെക്കൻഡ് വൺ തന്നെയാണ്. 178ാമത്തെ ചോദ്യം നോക്കിയ ഡൈജഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ചോദ്യമാണ്. ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷനിലെ ചോദ്യമാണ്. പെപ്റ്റിക് സെൽസ് നിങ്ങൾക്കറിയാം. പെപ്റ്റിക് സെൽസ് എന്ന് പറഞ്ഞാൽ ചീഫ് സെൽ അല്ലേ? ചീഫ് സെൽ എന്താ പ്രൊഡ്യൂസ് ചെയ്യുക? പ്രോ എൻസൈം പെപ്സിനോജൻ. എന്താ പ്രൊഡ്യൂസ് ചെയ്യുക? പ്രോ എൻസൈം പെപ്സിനോജൻ. സോ A3 ആണ്. A3 എന്ന് പറയുമ്പോൾ തന്നെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഗോബ്ലെറ്റ് സെൽ ഏതാണ്? ഗോബ്ലെറ്റ് സെൽ മ്യൂക്കസ് ആണ്. ഓക്സിറ്റിക് സെൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് ഇൻട്രിൻസിക് ഫാക്ടർ ആണ്. ഹെപ്പാറ്റിക് സെൽ എന്ന് പറഞ്ഞാൽ ബൈൽ ജ്യൂസ് സെൽ ഉണ്ടാക്കുക. ലിവറിലുള്ള സെൽ അല്ലേ ബൈൽ ജ്യൂസ് സെൽ ഉണ്ടാക്കുക. ഓക്കെ, സോ 179ാമത്തെ ചോദ്യം ഏതിലാണ്? കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള ചോദ്യമാണ്. CCK കോൾസിസ്റ്റോകൈനിൻ ആരമേലെ ആക്ട് ചെയ്യുക? പാൻക്രിയാസ്. സോ A4 ആണ്. A4 എന്ന് പറയുന്ന 2 ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബിയിലേക്ക് പോകണം. ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ് ആക്ട് ഓൺ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് ടു ഇൻഹിബിറ്റ് ദ പ്രൊഡക്ഷൻ ഓഫ് ഗ്യാസ്ട്രിക് ജ്യൂസ്. സോ GIP ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്. B3 എന്ന് പറയുന്ന ഓപ്ഷൻ നോക്കുക. സോ സെക്കൻഡ് വൺ ഈസ് ദ റൈറ്റ് ആൻസർ. സോ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? അടുത്തയിലേക്ക് പോകണ്ടല്ലേ? ANF എവിടെയാണ്? ഹാർട്ടിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ADH എവിടുന്നാണ്? കിഡ്നിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അടുത്തത് 180ാമത്തെ ചോദ്യം. വൺസ് അഗെയിൻ ഇറ്റ് ഈസ് ഓൾസോ ഫ്രം ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ. വൺസ് ദ അൺഡൈജസ്റ്റഡ് ആൻഡ് അൺഅബ്സോർബ്ഡ് സബ്സ്റ്റൻസ് എൻ്റർ ഇൻ ടു സീക്കം ദെയർ ബാക്ക് ഫ്ലോ ഈസ് പ്രിവെൻറ്റഡ്. അതായത് സീക്കത്തിലേക്ക് എൻട്രി ആണ്. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് ഫുഡ് എൻട്രി ചെയ്യുമ്പോൾ ബാക്ക് ഫ്ലോ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു വാൽവ് ഉണ്ടായിരുന്നു. ആ വാൽവിൻ്റെ പേരെന്തായിരുന്നു മക്കളെ? ഇലിയോസീക്കൽ വാൽവ്. ഏതാണ്? ഇലിയോസീക്കൽ വാൽവ്. സെറ്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻ ആണ് നിങ്ങളിപ്പോൾ ഡൈജഷനിലേക്ക് കണ്ടത്. സോ 189ാമത്തെ ചോദ്യമാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ഓക്കെ, ഹലോ മക്കളെ,
എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം എഴുതിയിട്ടുണ്ട് എന്ന് എനിക്കറിയാം. റിലേറ്റീവ്ലി ബയോളജി ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മുടെ സൈലത്തിൽ പഠിച്ച ഏതൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു, റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. ഈ 1980 ഫസ്റ്റ് ചോദ്യം തന്നെ നമുക്ക് പരിചയമുള്ള ചോദ്യമാണ്. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ജോയിന്റുകളെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. മാത്സ് ഫോളോയിങ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. സോ കാർട്ടിലേജിയൻസ് ജോയിന്റ്, നിങ്ങൾക്കറിയാം കാർട്ടിലേജിയൻസ് ജോയിന്റ് കാണുന്നത് നമ്മുടെ വെർട്ടിബ്രയുടെ വെർട്ടിബിൾ കോളത്തിലുള്ള ഓരോ വെർട്ടിബ്രയുടെയും ഇടയിൽ ഇന്റർവെർട്ടിബിൾ ഡിസ്ക് ആയിട്ടാണ്. സോ കാർട്ടിലേജിയൻസ് ജോയിന്റ് എ എന്ന് പറയുന്നത് സെക്കൻഡ് ഓപ്ഷൻ വരണം. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഒന്ന് പെക്ടോറൽ ഗേർഡിന്റെയും ഹ്യൂമറസ് എന്ന് പറയുന്ന കൈയിലെ ബോണിന്റെയും ഇടയിലുള്ള ജോയിന്റിന്റെ പേരാണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് എന്നത്, ബിറ്റ്വീൻ ഹ്യൂമറസ് ആൻഡ് പെക്ടറൽ ഗേർഡിൽ. സോ ബി എന്ന് പറയുന്നത് എന്ത് വരണം? ബി എന്ന് പറയുന്നത് 4 വരണം. അപ്പം അതിനുശേഷം നമുക്കറിയാം സി ഫൈബറസ് ജോയിന്റ്. ഫൈബറസ് ജോയിന്റ് എവിടെ കാണുന്നത്? നമ്മുടെ തലയിലാണ്. വേറെ കളർ നോക്കാം അല്ലേ? തലയിലാണ് കാണുന്നത്. തലയിൽ എവിടെയാണ് കാണുന്നത്? തലയിലെ സ്കൾ ബോൺസിന്റെ ഇടയിൽ സ്യൂച്ചേഴ്സ് ആയിട്ടാണ് കാണുന്നത്. സി എന്ന് പറയുന്നത് 1 വന്നു. സോറി, സി എന്ന് പറയുന്നത് 1 വന്നു. ആൻഡ് ഫൈനലി എന്താ ചോദിച്ചിരിക്കുന്നത്? സാഡിൽ ജോയിന്റ്. സാഡിൽ ജോയിന്റ്സ് നമ്മുടെ കയ്യിലെ കാർപ്പൽ ബോണിന്റെയും മെറ്റാകാർപ്പൽ ബോണിന്റെയും ഇടയിലുള്ള സാഡിൽ ജോയിന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇത്രയും ആയി കഴിഞ്ഞപ്പോഴത്തേന് സി കഴിഞ്ഞു. ഡി എന്ന് പറയുന്നത് തേർഡ് ഓപ്ഷനും കൂടിയായി. ഇത്രയും ആയപ്പോഴത്തേന് നമ്മുടെ അടിപൊളി ആൻസർ ഈസ് 180 ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ ഈസ് തേർഡ് ഓപ്ഷൻ. സോ നിങ്ങൾ ശരിയാക്കിയിട്ടുണ്ട്. യെസ്, കെമിസ്ട്രി ഏടെ ചോദ്യങ്ങൾ ഇങ്ങനെ അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്തായാലും ബയോളജി നമ്മൾ സൈലത്തിൽ ഇന്നലെ ദിവസം വരെ ഉണ്ടായിരുന്ന ലൈവിൽ ബയോളജിയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് എല്ലാം എന്ന് നിങ്ങൾക്കറിയാം. റിലേറ്റീവ്ലി ബയോളജി വളരെ ഡയറക്റ്റ് ആയിരുന്നു, എളുപ്പവുമായിരുന്നു. ഓക്കെ, 182nd ചോദ്യം എൻവയറമെന്റൽ ഇഷ്യൂസിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ അതിനകത്ത് എന്താണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൽഗൽ ബ്ലൂം ഫിഷ് മൊർട്ടാലിറ്റി റേറ്റിനെ ഡിക്രീസ് ചെയ്യുമോ? ഇല്ല, ഡിക്രീസ് ചെയ്തില്ല. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റിപ്പോയി. യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത് ഏജിങ് ഓഫ് ലേക്ക് ആണ്. ഏജിങ് ഓഫ് ലേക്കിനെയാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഡസ് നോട്ട് റെഫേഴ്സ് ടു ഇൻക്രീസ് ഇൻ ഡൊമസ്റ്റിക് സീവേജ് ആൻഡ് വേസ്റ്റ് വാട്ടർ. സീവേജും വേസ്റ്റ് വാട്ടറും ഒക്കെ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇറ്റ് മേ ലീഡ് ടു യൂട്രിഫിക്കേഷൻ. പക്ഷെ അതല്ല യൂട്രിഫിക്കേഷന്റെ ഡെഫിനേഷൻ. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റും തെറ്റിപ്പോയി. അടുത്തതായിട്ട് ബയോമാഗ്നിഫിക്കേഷൻ റെഫേഴ്സ് ടു ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ടോക്സിക് ആൻഡ് ഇൻ സക്സസീവ് ട്രോഫിക് ലെവൽ. ശരിയല്ലേ മക്കളെ? കറക്റ്റ് ആണ്. ഇതിന്റെ ആൻസർ യെസ്, തേർഡ് ഓപ്ഷൻ ആണ്. അതുപോലെ തന്നെ പ്രസൻസ് ഓഫ് ലാർജ് എമൗണ്ട് ഓഫ് ന്യൂട്രിയൻസ് ആൽഗൽ ബൂമിനെ റെസ്ട്രിക്ട് ചെയ്തില്ല. ദ ഓൺലി ആൻസർ ഈസ് തേർഡ് ഓപ്ഷൻ. യെസ്. 183 സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തുള്ള ഒരു അടിപൊളി ചോദ്യമാണ്. സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തുള്ള ആ അടിപൊളി ചോദ്യം എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് precipitatор is widely used in thermal power plant. ഇലക്ട്രോസ്റ്റാറ്റിക് precipitator is widely used in thermal plant. ശരിയല്ലേ? യെസ്, ശരിയാണ് സ്റ്റേറ്റ്മെന്റ്. എന്നാൽ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് precipitatorന്റെ ജോലി എന്ന് പറയുന്നത് അയണൈസിങ് റേഡിയേഷൻസിനെ റിമൂവ് ചെയ്യുക എന്നതാണോ? അല്ല. അതായത് പാർട്ടിക്കുലേറ്റഡ് ആയിട്ടുള്ള മാറ്ററിനെ, പൊല്യൂട്ടനെ റിമൂവ് ചെയ്യുക എന്നതാണ്. അല്ലാതെ അയണൈസിങ് റേഡിയേഷൻസിനെ റിമൂവ് ചെയ്യുക എന്നതല്ല അവൻ്റെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്, സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്. എൻവയറമെന്റൽ ഇഷ്യൂസിൽ നിന്ന് വന്ന മറ്റൊരു ചോദ്യമാണ്. ദ ആൻസർ ഈസ് യെസ്, കറക്റ്റ് ആണ് നിങ്ങൾ പറയുന്നത്. ഫോർത്ത് ഓപ്ഷൻ, നാലാമത്തെയാണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ. യെസ്. അടുത്ത വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. വിച്ച് ബ്ലഡ് കോർപ്പസിക്കിൾസ്, ഏത് ബ്ലഡ് കോർപ്പസിക്കിൾസിലാണ് HIV വൈറസ് റെപ്ലിക്കേഷന് വിധേയമാവുന്നതും പ്രൊജനീസിനെ അവരുടെ അടുത്ത തലമുറയെ ഉണ്ടാക്കുന്നതും? ഏത് സെൽസിനെയാണ്, ഏത് ബ്ലഡ് സെൽസിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? ഹ്യൂമൻ ഹെൽത്തിൽ നിന്ന് വരുന്ന HIV അല്ലെങ്കിൽ HIV ഉണ്ടാക്കുന്ന എയ്ഡ്സ് രോഗവുമായി ബന്ധപ്പെട്ട ഡയറക്റ്റ് ചോദ്യമാണ്. TH സെൽസ് അല്ലെങ്കിൽ T helper cells, TH സെൽസ് അല്ലെങ്കിൽ T helper സെൽസിലാണ് ഇവർ റെപ്ലിക്കേഷൻ ചെയ്യുന്നത്. വി നോ ദ ആൻസർ. കറക്റ്റ് ആണ്. വി ഗോട്ട് ദ ആൻസർ 184. ദ ആൻസർ ഈസ് സെക്കൻഡ് ഓപ്ഷൻ. അടുത്ത മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തുള്ള ഒരു ചോദ്യമാണ്. ബയോമോളിക്യൂൾസ് ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള ഒരു അടിപൊളി ചോദ്യമാണ്. 185th ചോദ്യം. എന്താ പറയുന്നത്? ലോ ടെമ്പറേച്ചർ പ്രിസർവ്സ് the enzyme in temporarily inactive state. അപ്പോൾ ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ എൻസൈം ഇനാക്റ്റീവ് ആവും. ശരിയാണ്. Where high temperature destroys enzymatic activity because proteins are denatured by heat. ചൂട് കൂട്ടിയാൽ ഡീനേച്ചർഡ് ആയിട്ട് നശിച്ചു പോവും, ചൂട് കുറച്ചാൽ ഇനാക്റ്റീവ് ആവും. അപ്പോൾ ഈ രണ്ട് പ്രസ്താവനകളും പറയുന്ന ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്, ശരിയാണ്. എന്നാൽ അടുത്തത് എന്താ?
When the inhibitor closely resembles the substrate in its molecular structure and inhibit the activity of the enzyme, it is known as competitive inhibitor. ശരിയല്ലേ? ഒരേ മോളിക്കുലാർ സ്ട്രക്ചർ ഉള്ള രണ്ട് ഗ്രൂപ്പുകൾ ഒരു എൻസൈമാറ്റിക് ആക്ടിവിറ്റീനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ്, ക്ലോസ്ലി റിസംബിൾ ചെയ്യുന്നത് കൊണ്ട് ഇൻഹിബിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ പ്രസ്താവന ശരിയാണ്. രണ്ട് സ്റ്റേറ്റ്മെന്റ്, ബോത്ത് സ്റ്റേറ്റ്മെന്റ്സും ശരിയായതുകൊണ്ട് നമ്മുടെ ആൻസർ എന്ന് തോന്നുന്നു സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഓൾസോ കറക്റ്റ്. സോ അവർ ആൻസർ ഈസ് സെക്കൻഡ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള. യെസ്, കറക്റ്റ് ആണ്. കറക്റ്റ് ആണ് FC. നിങ്ങൾ പറയുന്ന ഓപ്ഷൻ കറക്റ്റ് ആണ്. 186th ക്വസ്റ്റ്യൻ, 186ാമത്തെ ചോദ്യം. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെഫറൻസ് ടു കോഡേറ്റ്സ്. കോഡേറ്റ്സിനെ പറ്റിയുള്ള ചോദ്യമാണിത്. പ്രസൻസ് ഓഫ് മിഡ് ഡോർസൽ സോളിഡ് ആൻഡ് ഡബിൾ നെർവ് കോഡ്. ഇത് കോഡേറ്റ്സിന്റെ കാര്യത്തിൽ ശരിയാണോ? അല്ല, കോഡേറ്റ്സിന് നമുക്കറിയാം നെർവ് കോഡ് ഉള്ളത് തന്നെ എവിടെയാണ്? വെൻട്രൽ സൈഡിലാണ്. സോ ഈ സ്റ്റേറ്റ്മെന്റ് എ ആയി കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആണ്. അടുത്തതായിട്ട് പ്രസൻസ് ഓഫ് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം. കോഡേറ്റ്സിന്റെ കാര്യത്തിൽ ശരിയല്ലേ? വളരെ 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 കറക്റ്റ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ബി ഓപ്ഷൻ കറക്റ്റ് ആണ്. അടുത്തതായിട്ട് പ്രസൻസ് ഓഫ് പെയ്ഡ് ഫാരേഞ്ചിയൽ ഗിൽസ്ലെറ്റ്സ്. പെയ്ഡ് ആയിട്ടുള്ള ഫാരേഞ്ചിയൽ ഗിൽസ്ലെറ്റ്സ് ഉണ്ട്. യെസ്, കറക്റ്റ് ആണ്. ബിയും സിയും കറക്റ്റ് ആണ്. ഡി പ്രസൻസ് ഓഫ് ഡോർസൽ ഹേർട്ട്. നമ്മുടെ ഹാർട്ട് ഡോർസൽ ഹേർട്ട് ആയിട്ടാണോ കൊടുത്തിരിക്കുന്നത്? നമ്മുടെ പ്രസൻസ് ഓഫ് ഡോർസൽ ഹേർട്ട്. യെസ്. അതുപോലെ തന്നെ ട്രിപ്ലോബ്ലാസ്റ്റിക് സ്യൂഡോസീലോമേറ്റ് ആനിമൽസ്. ട്രിപ്ലോബ്ലാസ്റ്റിക് സ്യൂഡോസീലോമേറ്റ് ആനിമൽസ് ആണോ? അല്ല, ഫാൾസ് ആണ് കേട്ടോ. സോ ഡോർസൽ ഹാർട്ട് അല്ല, നമ്മുടെ ഹാർട്ട് വെൻട്രൽ സൈഡിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ബിയും സിയും മാത്രമാണ് ഇവിടെ കറക്റ്റ്. ബിയും സിയും മാത്രമാണ് ഇവിടെ കറക്റ്റ്. യെസ്, കറക്റ്റ് ആണ്. ലുബ്ന ആൻഡ് അഭിലാഷ്. 186ാമത്തെ ചോദ്യം. 187ാമത്തെ ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് സ്കെൽറ്റൽ മസിൽസ്. സ്കെൽറ്റൽ മസിൽസിനെ പറ്റി ഇതിൽ ഏത് പ്രസ്താവനയാണ് ശരിയായിട്ട് കൊടുത്തിരിക്കുന്നത് എന്നാണ് ചോദ്യം. മസിൽ ബണ്ടിൽസ് ആർ ഹെൽഡ് ടുഗെദർ ബൈ എ കൊലാജിനസ് കണക്റ്റീവ് ടിഷ്യൂ കോൾഡ് ഫാസിക്കിൾ ആണോ? ഫാസിയ എന്നതല്ലേ ആ കൊലാജിനസ് ആയിട്ടുള്ള കവർ ചെയ്യുന്ന കണക്റ്റീവ് ടിഷ്യൂവിന്റെ പേര്? ഫാസിക്കിൾസ് എന്ന് വിളിക്കുന്നത് എന്താ? അതിൻ്റെ ഉള്ളിലെ മസിൽ ബണ്ടിൽസിനെയാണ് ഫാസിയ എന്നായിരുന്നു വരേണ്ടത്, ഫാസിക്കിൾ അല്ല. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റിപ്പോയി. ബി സ്റ്റേറ്റ്മെന്റ്, സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം ഓഫ് മസിൽ ഈസ് എ സ്റ്റോർ ഹൗസ് ഓഫ് കാൽസ്യം അയോൺസ്. കാൽസ്യം അയോണുകളുടെ, യെസ് ഞാൻ കാണുന്നു നിങ്ങളുടെ ആൻസർ, കാൽസ്യം അയോണുകളുടെ സ്റ്റോർ ഹൗസ് അല്ലേ? ആണല്ലോ. യെസ്. Straighter appearance of skeletal muscle is due to distribution of pattern of actin and myosin proteins. ശരിയല്ലേ? യെസ്, ശരിയാണ്. M-line is considered as functional unit of contractions called sarcomere. M-line ആണോ അങ്ങനെ വിളിക്കുന്നത്? അല്ലല്ലോ. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ ഏതാണ്? 187ാമത്തെ ചോദ്യത്തിൽ 2 പ്രസ്താവനകൾ മാത്രമാണ് ശരിയായി വന്നത്. ബി ആൻഡ് സി എന്ന് പറയുന്ന മൂന്നാമത്തെ ഓപ്ഷനാണ് നമ്മുടെ തേർഡ് ഓപ്ഷൻ. യെസ്, 3 ലുബ്ന നിങ്ങൾ പറയുന്നത് കറക്റ്റ് ആണ്. യെസ്. അടുത്തൊരു അടിപൊളി ചോദ്യമാണ്. 188 ക്വസ്റ്റ്യൻ. എന്താ പറയുന്നത്? വിച്ച് ഓഫ് ദി ഫോളോയിങ് സീക്വൻസ് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസിൽ നിന്ന് വരുന്ന ഒരു അടിപൊളി ചോദ്യം. കോഡിംഗ് സ്ട്രാൻഡ്, അതായത് ഇതിലെ കോഡിംഗ് സ്ട്രാൻഡിന്റെ സീക്വൻസ് ഏതാണ്? ഇപ്പോൾ mRNA നൽകിയിരിക്കുന്നു. mRNA നൽകിയാൽ കോഡിംഗ് സ്ട്രാൻഡിന്റെ സീക്വൻസ് എങ്ങനെയാണ്? അപ്പൊ നമുക്ക് കൊടുത്തിരിക്കുന്നു mRNAയുടെ അതേ പൊളാരിറ്റിയാണ് ആർക്കും ഉള്ളത്? കോഡിംഗ് സ്ട്രാൻഡിനും ഉള്ളത്. അപ്പൊ ഞാൻ എഴുതുകയാണ്, പൊളാരിറ്റി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ as far as polarity is concerned mRNA is equal to ഏതാണ്? കോഡിംഗ് സ്ട്രാൻഡ് ആണ്. കോഡിംഗ് സ്ട്രാൻഡ്, ഒരു സംശയമില്ല, ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇനി എന്ന് മാത്രം നോക്കി 5-3 എയിൽ സ്റ്റാർട്ട് ചെയ്ത് ജിയിൽ അവസാനിക്കുന്നത് ആരാണ് എന്ന് നോക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 പേര് 5 സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്, 11 കാണിച്ചിട്ടുണ്ട്, 11 കാണിച്ചിട്ടുണ്ട്. അടുത്താണ് നമുക്ക് മറ്റൊരു കാര്യം അറിയാം. mRNA is equal to കോഡിംഗ് സ്ട്രാൻഡ് എക്സെപ്റ്റ്, എന്തൊരു കാര്യത്തിൽ മാത്രമാണ് എക്സെപ്റ്റ്, ഇൻസ്റ്റെഡ് ഓഫ് യു. mRNAയിലെ യുറാസിലിന് പകരം ഇൻസ്റ്റെഡ് ഓഫ് യു ഹു കംസ്, ഇൻസ്റ്റെഡ് ഓഫ് യു ടി കംസ്.
കോഡിൻ സ്ട്രാൻഡിൽ യുവിന് പകരം ടി ആയിരിക്കും വരുന്നത്. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 5' സ്റ്റാർട്ട് ചെയ്തു, എ ഉണ്ട്. ഇവിടെയാണെങ്കിൽ എന്താണ് പ്രശ്നം? ഇവിടെ കോഡിൻ സ്ട്രാൻഡ് കൊടുത്തിരിക്കുന്നത് തെറ്റാണ്, യു അല്ല വരുന്നത്. സോ ഇറ്റ് ഈസ് സെയിം, എക്സാക്ട്ലി സെയിം ആയിട്ട് വരുന്നത് ഏത് ഓപ്ഷനാണ്? 4th ഓപ്ഷൻ മാത്രമാണ്. ഇത്ര മാത്രം നോക്കിയാൽ മതി. യെസ്, 189th ക്വസ്റ്റ്യൻ, 189ാമത്തെ ചോദ്യമാണ്. സെൽ സൈക്കിൾ ചാപ്റ്ററിൽ നിന്ന് വരുന്ന മനോഹരമായിട്ടുള്ള ചോദ്യമാണ്. എഗെയിൻ സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തുള്ള ചോദ്യമാണ്. ഡ്യൂറിങ് ജിയോ ഫേസ്, ക്യൂസിയൻ ഫേസിൽ സെൽ സൈക്കിളിന്റെ സമയത്ത് സെല്ല് മെറ്റബോളിക്കലി ഇനാക്റ്റീവ് ആണോ? അല്ല, NCERT വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, സെല്ല് ഡിവൈഡ് ചെയ്യുന്നില്ല, പക്ഷെ ആ സെല്ല് എങ്ങനെയാണ്? മെറ്റബോളിക്കലി ആക്റ്റീവ് ആണ്, ഇനാക്റ്റീവ് അല്ല, ആക്റ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് 1 എങ്ങനെയാണ്? തെറ്റാണ്. അടുത്തായിട്ട് ദി സെൻട്രോസോം അണ്ടർഗോസ് ഡ്യൂപ്ലിക്കേഷൻ ഡ്യൂറിങ് എസ് ഫേസ് ഓഫ് ഇന്റർഫേസ്. ഇന്റർഫേസിന്റെ സമയത്തെ എസ് ഫേസ് എന്ന് വിളിക്കുന്ന സിന്തസൈസ് ഫേസിന്റെ സമയത്ത് തന്നെയാണ് സെൻട്രോസോമിന്റെ ഡ്യൂപ്ലിക്കേഷൻ സംഭവിക്കുന്നത്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഇൻകറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ്. അങ്ങനെ പറയുന്ന ആ ഓപ്ഷൻ ഏതാണ് ആ ഓപ്ഷൻ? ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഓപ്ഷൻ. യെസ്. അങ്ങനെയാണെങ്കിൽ ഒറ്റൊരു ചോദ്യം കൂടി നമുക്ക് നോക്കാം. എന്താണ് പറയുന്നത്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ നോട്ട് അണ്ടർ ദി ഡയറക്റ്റ് കൺട്രോൾ ഓഫ് തൈറോയ്ഡ് ഹോർമോൺ? തൈറോയ്ഡ് ഹോർമോൺസിന്റെ ഡയറക്റ്റ് കൺട്രോളിൽ വരാത്ത കാര്യങ്ങൾ, അവയ്ക്ക് ഇൻഫ്ലുവൻസ് നേരിട്ടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിൻ്റനൻസ് ഓഫ് വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ് അതിന്റെ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആ, ഇവിടെ നോട്ടല്ല. അടുത്തായിട്ട് regulation of basal metabolic rate, again true ആണ്. നോർമൽ റിതം ഓഫ് സ്ലീപ്പ് വേക്ക് സൈക്കിൾ അത് ആരുടെ ജോലിയാണ്? മെലാറ്റോണിൻ എന്ന് പറയുന്ന പിനിയൽ ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന ഹോർമോണിന്റെ ജോലിയാണ്. ആരുടെ ജോലിയല്ല? തൈറോയ്ഡ് ഹോർമോണിന്റെ ജോലിയല്ല. അപ്പൊ സി തെറ്റാണ്. ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ഇവന് കാര്യമായ റോളൊന്നുമില്ല. പക്ഷേ RBC ഫോർമേഷനെ, എറിത്രോപോയേസിസിനെ ആര് സഹായിക്കുന്നുണ്ട്? തൈറോയ്ഡ് ഹോർമോൺ സഹായിക്കുന്നുണ്ട്. അപ്പൊ നോട്ട് ഫംഗ്ഷൻ ഏതൊക്കെയാണ്? സി ആൻഡ് ഡി എന്ന് പറയുന്ന ആ ഓപ്ഷൻ ഏതാണ്? 4th ഓപ്ഷൻ. ഇങ്ങനെ നമ്മൾ 10 ചോദ്യങ്ങൾ അടിപൊളിയായിട്ട് ചെയ്തു. ഇനിയും ഉണ്ട് സുവാളജിയുടെ 10 മാർക്ക് ക്വസ്റ്റ്യൻസ്. ആതിര മിസ് നിങ്ങളെ അടിപൊളിയായിട്ട് ആ ക്വസ്റ്റ്യൻ നമ്പർ 191 തൊട്ട് ശ്രദ്ധിച്ചാലോ. ക്വസ്റ്റ്യൻ നമ്പർ 191 സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ഓർഗാനിസത്തിലെ ക്വസ്റ്റ്യൻ ആണ്. കോക്രോച്ച് പാർട്ട് എന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ സെക്ഷനിൽ തന്നെ നിങ്ങൾക്ക് ഇനി അടുത്ത ഒരു കോക്രോച്ചും കൂടെ കാണാം കേട്ടോ. അപ്പോൾ ഇൻ കോക്രോച്ച് എക്സ്ക്രീഷൻ ഈസ് ബ്രോട്ട് എബൌട്ട് ബൈ ആരൊക്കെയാ? ഇത് ഡയറക്റ്റ് NCERTയിലെ പോയിന്റ് ആണ്. യൂറിലോസ് ഗ്ലാൻഡ്, നെഫ്രോസൈറ്റ്, ഫാറ്റ് ബോഡി. സോ ദ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 4, B, C and D only. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 192 മാച്ച് ദ ഫോളോയിങ് ആണ്. ഇത് വന്നിരിക്കുന്നത് നമ്മുടെ സ്ട്രക്ചറൽ ഓർഗനൈസേഷനിൽ നിന്ന് തന്നെയാണ്. ടിഷ്യൂ പാർട്ട് എന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കൊന്ന് പെട്ടെന്ന് മാച്ച് ചെയ്യാം. മസിൽസ്, ഏരിയോളാർ കണക്റ്റീവ് ടിഷ്യൂ, ഇന്നർ ബ്രോങ്കിയോൾ സീലിയേറ്റഡ് എപ്പിത്തീലിയം ആണ് മ്യൂക്കസ് മൂവ്മെന്റിന് വേണ്ടി. ബ്ലഡ് ഈസ് എ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് ട്യൂബുലർ പാർട്ട് ഓഫ് നെഫ്രോണിൽ ക്യൂബോയിഡൽ എപ്പിത്തീലിയം ആണ്. സോ ദ ഓപ്ഷൻ 4 is the right one. A2, B1, C4, D3. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 193. ഇതും അഗെയിൻ സ്ട്രക്ചറൽ ഓർഗനൈസേഷനിൽ കോക്രോച്ച് എന്ന് വന്ന നെക്സ്റ്റ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. Which of the following is characteristic feature of cockroach regarding sexual dimorphism? ആണിനെയും പെണ്ണിനെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന ഏത് സ്ട്രക്ചറാടാ? യെസ്, ആൻസർ ഓപ്ഷൻ 3, presence of anal style in a male. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 194. ഇത് സെൽ സൈക്കിൾ സെൽ ഡിവിഷൻ ടോപ്പിക് എന്ന് വന്നിരിക്കുന്നതാണ്. മിയോസിസ് പാർട്ടിൽ നിന്ന് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ടെട്രാഡ് ഫോർമേഷൻ ഈസ് സീൻ ഡ്യൂറിങ് ലെപ്റ്റോട്ടീൻ. നമുക്കറിയാം ഇതൊരു റോങ് ഓപ്ഷൻ ആണ്. ഇറ്റ് ഈസ് സീൻ ഡ്യൂറിങ് ദ പാക്കറ്റീൻ സ്റ്റേജ്. ഇനി അടുത്തത് വരുന്നത് ഡ്യൂറിങ് അനാഫേസ് ദ സെൻട്രോമിയർ സ്പ്ലിറ്റ്സ് ആൻഡ് ക്രോമാറ്റിഡ് സെപ്പറേറ്റ്. റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് കറക്റ്റ് ആണ് കണ്ടുപിടിക്കാനുള്ളത് കേട്ടോ. അടുത്ത സി എന്ന് പറയുന്നത് terminalization takes place during packetine. Again ഇതും ഒരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് ഡയാകൈനസിന്റെ സമയത്താണ് സംഭവിക്കുന്നത്. ഇനി 4th നോക്കൂ. ന്യൂക്ലിയോളസ്, ഗോൾജി കോംപ്ലെക്സ് ആൻഡ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആർ reformed during telophase. That is again a right option. ഇനി 5th ഓപ്ഷൻ നിങ്ങൾ 5th വായിക്കുകയാണെങ്കിൽ
Crossing over takes place between sister chromatids of homologous chromosome. എടാ ഇവിടുത്തെ മിസ്റ്റേക്ക് എന്താണ്? ഇറ്റ് ഈസ് ബിറ്റ്വീൻ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആണ്. അപ്പോൾ ഇതും റോങ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം, എയും സിയും ഇയും റോങ് ആണ്. കറക്റ്റ് ഈസ് only ബി ആൻഡ് ഡി. സോ ദ ആൻസർ ഈസ് 3. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 195 പോവുകയാണ്. ഇത് വന്നിരിക്കുന്നത് സ്ട്രാറ്റജീസ് ഇൻ ഫുഡ് എൻഹാൻസ്മെൻറ്റിലെ ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഇത് ആനിമൽ ഹസ്ബൻഡറി പാർട്ടിലെ ബ്രീഡിംഗ് എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എൻ അഡ്വാൻറ്റേജ് ഓഫ് ഇൻബ്രീഡിംഗ്? ശ്രദ്ധിക്കും, നോട്ട് എൻ അഡ്വാൻറ്റേജ്. ഇവിടെ ഏതാടാ നോട്ട് എൻ അഡ്വാൻറ്റേജ്? ഇറ്റ് ഡിക്രീസസ് ഹോമോസൈഗോസിറ്റി. അല്ല, ഇറ്റ് ഇൻക്രീസസ് ഹോമോസൈഗോസിറ്റി ആണ് അല്ലേ. ഹോമോസൈഗസ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. റിസസീവ് അക്യുമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ. അപ്പോൾ ഇറ്റ് ഈസ് ആൻസർ 2. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 196. ഇത് ആനിമൽ കിങ്ഡം ചാപ്റ്ററിലെ മാമൽ പാർട്ട് എന്ന് വന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. യുണീക് മാമേലിയൻ ക്യാരക്ടറിസ്റ്റിക്സ് ആർ. NCERT തന്നെ കൊടുത്തിട്ടുണ്ട്. ദേ ഹാവ് ഹെയർ, ദേ ഹാവ് പിന്ന, ദേ ഹാവ് mammary glands. So the answer option 3 is the right one. Question number 197. The part of human brain which helps in regulation of sexual behavior, expression, excitement, pleasure, rage, fear, emotions ine control cheyuna part edana? Limbic system and hypothalamus. Again direct NCERT nu vanna part aanu. So answer option 2. Question number 198. Question number 198, organism and population, class 12ലെ ടോപ്പിക് എന്ന് വന്നതാണ്. ഇതൊരു ജസ്റ്റ് മാച്ച് ദ ഫോളോയിങ് ആണ്. ലോജിസ്റ്റിക് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങൾക്കറിയാം, ലിമിറ്റഡ് റിസോഴ്സ് അവൈലബിലിറ്റിയിൽ വളരുന്നത്. എക്സ്പോണൻഷ്യൽ എന്ന് പറഞ്ഞാൽ റിസോഴ്സ് എത്ര മാത്രം ഉണ്ട്, അപ്പോൾ ഗ്രോത്തും അൺലിമിറ്റഡ് ആയിരിക്കും. അടുത്തത് എക്സ്പാൻഡിങ് ഏജ് പിരമിഡ്. എക്സ്പാൻഡിങ് ഏജ് പിരമിഡ് ആകുമ്പോഴത്തേക്കും എന്തായിരിക്കണം ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ? ആ സമയത്ത് നമുക്ക് വേണ്ടത് പ്രീ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ളവർ കൂടുതലായിരിക്കണം. റീപ്രൊഡക്റ്റീവ് അതിലും കുറവായിരിക്കണം പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ളവർ അല്ലേ. സോ C3 ആണ് വരിക. ആൻഡ് 4 സ്റ്റേബിൾ ഏജ് പിരമിഡ് വരാൻ നേരത്ത്, സ്റ്റേബിൾ ഏജ് പിരമിഡ് വരാൻ നേരത്ത് ദ പെർസെൻറ്റേജ് ഇൻഡിവിജ്വൽസ് ഓൺ ദ പ്രീ റീപ്രൊഡക്റ്റീവ് നമുക്കൊരു ഏൺ ഷേപ്പിൽ വരും. കാരണം പ്രീ റീപ്രൊഡക്റ്റീവിലും സെയിം നമ്പർ ആയിരിക്കും, പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് കുറവായിരിക്കും. ദാറ്റ് ഈസ് സ്റ്റേബിൾ ഏജ് പിരമിഡ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എത്രയാടാ വരുന്നത്? 2 ആണ് റൈറ്റ് ആൻസർ. A2, B1, C3, D4. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 199. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? എഗെയിൻ ഇത് നമുക്ക് ബോഡി ഫ്ലൂയിഡ് ആൻഡ് സർക്കുലേഷനിലെ ബ്ലഡിലെ WBC പാർട്ടിൽ നിന്ന് തന്നെ വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം. ബേസോഫിൽസ് ആർ ദ മോസ്റ്റ് അബൻഡൻറ്റ് സെൽസ് ഓഫ് ടോട്ടൽ WBC. അല്ല, ന്യൂട്രോഫിൽസ് ആണ് അല്ലേ. അപ്പോൾ ഇതൊരു റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സെക്കൻഡ് നോക്കാം. ബേസോഫിൽസ് സെക്രീറ്റ് ഹിസ്റ്റമിൻ, സെറട്ടോണിൻ, ഹെപ്പാരിൻ. യെസ്, ഈ 3 കെമിക്കൽസിനെയും ബേസോഫിൽസ് സെക്രീറ്റ് ചെയ്യും. അങ്ങനെയാണ് അവർ ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ ഉണ്ടാക്കുന്നതും. സോ ബി ഈസ് എ റൈറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചേ. ബേസോഫിൽസ് ആർ ഇൻവോൾവ്ഡ് ഇൻ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്. കറക്റ്റ് ആണ്. ഇനി ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ബേസോഫിൽസ് ഹാവ് കിഡ്നി ഷേപ്ഡ് ന്യൂക്ലിയസ്. അല്ല, ദേ ഹാവ് എ S shaped nucleus. So wrong statement. And finally ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് എന്താ? ബേസോഫിൽസ് ആർ അഗ്രാനുലോസൈറ്റ്സ്. അല്ല, ദേ ആർ ഗ്രാനുലോസൈറ്റ്സ്. അവർക്ക് ബേസിക് ആയിട്ടുള്ള ഗ്രാന്യൂൾസ് ഉണ്ട് സൈറ്റോപ്ലാസത്തിൽ അല്ലേ. സോ ദിസ് ഓൾസോ ഗോസ് ടു ബി എ റോങ് ഓപ്ഷൻ. അപ്പം നമുക്ക് ആകെ B and C ആണ് കറക്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് വന്നിരിക്കുന്നത് ഫോർത്ത് ഓപ്ഷൻ ആണ്, B and C only. And 200. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് ആൻഡ് എലിമിനേഷൻ. നമ്മൾ ഇന്നലെ മാരത്തോണിൽ ഡിസ്കസ് ചെയ്തൊരു റീജിയൻ ആണ്, ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു എന്ന് പറഞ്ഞ ഏരിയ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ലേ? അപ്പോൾ ഈ ഏരിയയിൽ നിന്ന് തന്നെ സെയിം മോഡൽ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇന്ന് കിട്ടിയത്. ഇന്നലെ ഞാൻ തന്നെ ഡിസ്കസ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ an excessive loss of body fluid from body switches off osmoreceptors. ആണോടാ? No, it switches on the osmoreceptors. So ഇതൊരു wrong option ആണ്. B,
ADH facilitates water reabsorption to prevent diuresis ആണ് അല്ലേ? ADH water resorption help ചെയ്യും. ANF causes vasodilation. Yes, it causes vasodilation. And D option, ADH causes increase in blood pressure. Increase in blood pressure ആണ് ADH cause ചെയ്യുന്നത്. Correct ആണ്. And E is, ADH is responsible for decrease in GFR. Allah, it is responsible for increase in GFR. So this is also wrong. So correct statements B, C and D only. Third option B, C and D only. അപ്പോൾ ബയോയുടെ നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഈസി പേപ്പർ ആയിരുന്നു ഓവറോൾ ബയോളജി. അപ്പോൾ നിങ്ങളെല്ലാം തകർത്ത് പൊളിച്ച് എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് സബ്ജക്റ്റിലേക്ക്. ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. അപ്പോൾ നിങ്ങൾ എക്സാമൊക്കെ നന്നായിട്ട് എഴുതിയിട്ടാണ് എല്ലാവരും വന്നിരിക്കുന്നതെന്ന് അറിയാം. ഏതായാലും വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഫിസിക്സിൻ്റെ ഡിസ്കഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ഫിസിക്സിലെ ചോദ്യങ്ങൾ G1 വേർഷൻ കോഡിലുള്ള പേപ്പറാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. G1 വേർഷൻ കോഡ് G1 ആണ്. G1ൽ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. എ ബുള്ളറ്റ് ഈസ് ഫയർഡ് ഫ്രം എ ഗൺ അറ്റ് എ സ്പീഡ് ഓഫ് 280 മീറ്റർ പെർ സെക്കൻഡ് ഇൻ ദ ഡിറക്ഷൻ 30 ഡിഗ്രി എബവ് ദ ഹൊറിസോണ്ടൽ. എന്ന് വെച്ചാൽ നമ്മുടെ എക്സാക്ട്ലി നമ്മുടെ തീറ്റ തന്നെയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ് ബൈ ദ ബുള്ളറ്റ് ഈസ്. വളരെ സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. H ഈസ് ഈക്വൽ ടു U സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2G കൊടുത്താൽ മതി അല്ലേ? അപ്പോൾ നോക്കൂ, H ഈസ് ഈക്വൽ ടു എത്രയാണ്? 280. U സ്ക്വയർ 280 ഇൻറ്റു 280 ഇൻറ്റു സൈൻ തീറ്റ 30 ആണ്. സൈൻ 30 1/2. അപ്പോൾ 1/4 ഡിവൈഡഡ് ബൈ 2G. 2 ഇൻറ്റു 9.8 ശരിയല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് 280 ഒരു 2 ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് 140 കിട്ടി. അപ്പോൾ ഇത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക? ഇവിടെ നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 140 നോക്കൂ, ഇതാ ഇവിടെയും കട്ട് ചെയ്തു. ഇത് നമുക്ക് കട്ട് ചെയ്യാം. അതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 35 ഇൻറ്റു 280 എന്ന് കിട്ടും ഡിവൈഡഡ് ബൈ 9.8 അല്ലേ? ജസ്റ്റ് സിമ്പിൾ മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് 9800 ഡിവൈഡഡ് ബൈ 9.8. The answer is 1000 meter. 1000 meter is the right answer. Option 4 is correct. Option 4 is the right answer. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. An electric dipole is placed at an angle of 30 degree with the electric field of intensity 2 into 10 raised to 5. 2 into 10 raised to 5 നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ന്യൂട്ടൺ പെർ കൂളോം. Then നോക്കൂ, it experiences a torque equal to 4 nanometer Newton meter. Then calculate the magnitude of the charge on the dipole if the dipole length is 2 cm. Again another simple direct question. Tau is equal to PE sin theta. എല്ലാ കാര്യം തന്നിട്ടുണ്ട്. നമുക്ക് ടോർക്ക് തന്നിട്ടുള്ളത് 4 ആണ്. ഡൈപോൾ ലെങ്ത്തും തന്നിട്ടുണ്ട്. അപ്പോൾ ചാർജ് ഇൻറ്റു Q ഇൻറ്റു ഡൈപോൾ ലെങ്ത് എത്ര? 2 cm. 2 ഇൻറ്റു 10 raised to -2. ഇലക്ട്രിക് ഫീൽഡ് നോക്കൂ, 2 ഇൻറ്റു 10 raised to 5 തന്നിട്ടുണ്ട്. ദെൻ സൈൻ തീറ്റ നമുക്ക് 30 തീറ്റ നമുക്ക് നോക്കൂ 30 ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ സൈൻ 30 1/2. അപ്പോൾ കട്ട് ചെയ്താൽ നോക്കൂ, ഇവിടെ 2 ഇവിടെ കട്ട് ചെയ്തു, അവിടെ 2 കിട്ടി. ദെൻ ഫോർ Q ഈസ് ഈക്വൽ നമുക്ക് എത്ര കിട്ടുക? 2 ഇൻറ്റു 10 raised to -3 കൂളോം. ആൻസർ ഉണ്ടോ? യെസ്, ദാറ്റ് ഈസ് വാട്ട് ഈസ് 2 milli കൂളോം. അപ്പോൾ 2 milli കൂളോം. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? സിമ്പിൾ ക്വസ്റ്റൻ ആണ്, ഡയറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം. നോക്കുക, അടുത്ത ക്വസ്റ്റ്യൻ നമ്മളോട് പറയുന്നത് ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു ഫോം എ സോപ്പ് ബബിൾ ഓഫ് റേഡിയസ് എത്രയാണ്? 2 cm ഫ്രം എ സോപ്പ് സൊല്യൂഷൻ ഈസ് നിയർലി. അതിന് സർഫസ് ടെൻഷനും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വർക്ക് ഡൺ നമുക്ക് വളരെ സർഫസ് ടെൻഷനായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് ചോദിക്കുന്ന സാധാരണഗതിയിൽ ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ദ സർഫസ് ടെൻഷൻ ഇൻറ്റു ചേഞ്ച് ഇൻ ഏരിയ. അപ്പോൾ സോപ്പ് ബബിൾ ആകുമ്പോൾ നമുക്ക് 2 സർഫസും കൂടെ പരിഗണിക്കണം. അപ്പോൾ 2 ഇൻറ്റു പിന്നെ ബബിളാണ് നോക്കൂ, ഏരിയ എത്ര? 4πr² -0 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.03 ഇൻറ്റു 2 ഇൻറ്റു 4 ഇൻറ്റു 3.14 ഇൻറ്റു ആറിൻ്റെ വാല്യൂ നോക്കൂ, 2 cm ആണ്. അപ്പോൾ സ്ക്വയർ ചെയ്താൽ 2 ഇൻറ്റു 10 raised to -2 the whole square. ശരിയല്ലേ? ഇത്രയല്ലേ നമുക്കുണ്ട്. നോക്കി, ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. ഇത് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 3.01 ഇൻറ്റു 10 raised to -4 ജൂൾ. കാരണം അതിൽ വേറൊന്നും ചെയ്യാനില്ല, ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ അതിൽ ബാക്കിയുള്ളൂ. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ആൻസർ അപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ ഏതാ കിട്ടുന്നത്? ഓപ്ഷൻ 4 ആണ് നമുക്ക് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടാം. ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Let a wire is suspended from the ceiling
and rigid support ആണ് and stretched by a weight W attached at its free end. The longitudinal stress at any point of cross-sectional area A of the wire. അതിൽ നിങ്ങൾ വേറെന്തോ ഉണ്ടെന്നൊന്നും വിചാരിക്കാൻ ഒന്നുമില്ല. നമ്മുടെ സാധാരണ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എന്താ നോക്കൂ, സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. ഇവിടുത്തെ ഫോഴ്സ് ആരാണ്? വെയിറ്റ് ഡിവൈഡഡ് ബൈ അല്ലേ, വെയിറ്റ് W അല്ലേ അറ്റാച്ച് ചെയ്ത്, അപ്പോൾ W ഡിവൈഡഡ് ബൈ എ. ഓപ്ഷൻ 3 ഈസ് റൈറ്റ്. ഓപ്ഷൻ 3 ഈസ് കറക്റ്റ്. ക്ലിയർ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Light travels a distance x in time t1 in air and 10x. അത് നോക്കൂ, എക്സ് t1 കവർ ചെയ്യാൻ, ആൻഡ് അത് എയറിലാണ് കേട്ടോ, എയറിലാണ് പ്രത്യേകം ശ്രദ്ധിക്കണം. ദെൻ 10x ഇൻ ടൈം t2 ഇൻ അനദർ ഡെൻസർ മീഡിയം. വാട്ട് ഈസ് ദ ക്രിട്ടിക്കൽ ആംഗിൾ ഫോർ ദിസ് മീഡിയം? സിമ്പിളാണ്, പക്ഷേ ശ്രദ്ധിച്ച് ചെയ്യണത് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ സിമ്പിളാണ്, പക്ഷേ ശ്രദ്ധിച്ച് ചെയ്യണം. കാരണം എന്താ, നമ്മുടെ ഇക്വേഷൻ എന്താ, NdR ഈസ് ഈക്വൽ ടു 1/sin c ആണ്. NdR equal to refractive index of denser medium with respect to rarer medium equal to 1/sin c. Okay, that is Nd divided by Nr. ക്ലിയർ അല്ലേ? N ഈക്വൽ ടു C/V ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇതെന്താ വരിക, ഇത് വെലോസിറ്റി ഇൻ ദ റെയറർ മീഡിയം ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഇൻ ദ ഡെൻസർ മീഡിയം, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/sin c. ഇനി വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് റെയറർ മീഡിയത്തിലെ വെലോസിറ്റി V എന്ന് പറഞ്ഞാൽ x/t1 അല്ലേ, ദാറ്റ് ഈസ് x ഡിവൈഡഡ് ബൈ t1 ഇൻറ്റു നോക്കൂ ഇവിടെ എന്താ കിട്ടുക, t2 ഡിവൈഡഡ് ബൈ 10x ഈക്വൽ ടു 1/sin c. ശരിയല്ലേ? നോക്കൂ, എക്സ് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ സി അല്ലേ നമ്മുടെ ചോദ്യം. എഗെയിൻ sin c ഈക്വൽ ടു യു വിൽ ഗെറ്റ് 10t1 divided by t2 or c is equal to sin inverse 10t1 divided by t2. ഇങ്ങനെ ആൻസർ ഉണ്ടോ? sin inverse 10t1 by t2. Option 1 is correct. Option 1 is the right answer. Okay, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ആണ്. For Young's double slit experiment, 2 statements are given below. എന്താ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്ക്, if screen is moved away from the plane of slits, ആംഗുലാർ സെപ്പറേഷൻ ഓഫ് ദ ഫ്രിഞ്ചസ് റിമെയിൻസ് കോൺസ്റ്റന്റ് എന്നാണ് പറഞ്ഞത്. ആംഗുലാർ ഫ്രിഞ്ചസ് ഓക്കെ, സ്ക്രീൻ ഡിസ്റ്റൻസ് ക്യാപിറ്റൽ ഡി ആ മാറ്റി. അപ്പോൾ നമുക്ക് ആംഗുലാർ ഫ്രിഞ്ച് വിഡ്ത്തിന്റെ ഇക്വേഷൻ എന്താ, തീറ്റ ഈസ് ഈക്വൽ ടു ബീറ്റ ബൈ ഡി, ദാറ്റ് ഈസ് ഡി ലാംഡ ഡിവൈഡഡ് ബൈ സ്മോൾ ഡി ഇൻറ്റു ഡി, ദാറ്റ് ഈസ് ലാംഡ ബൈ ഡി. നോക്കൂ, അപ്പോൾ തീറ്റ ഈക്വൽ ടു ലാംഡ ബൈ ഡി എന്നുള്ള ഇക്വേഷനാണ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. നമ്മളോട് പറഞ്ഞത് ഇതിൽ ക്യാപിറ്റൽ ഡി ആണ് ചേഞ്ച് ചെയ്ത്. നോക്കൂ, സ്ക്രീൻ ഈസ് മൂവ്ഡ് എവേ ഫ്രം ദ പ്ലെയിൻ ഓഫ് ദ സ്ലിറ്റ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഡി സ്ക്രീൻ ഡിസ്റ്റൻസ്. അപ്പോൾ സ്ക്രീൻ ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വല്ല മാറ്റം ഉണ്ടാവുമോ? കാരണം ഇതിൽ സ്ക്രീൻ ഡിസ്റ്റൻസ് ഇല്ല. അപ്പോൾ നോ ചേഞ്ച് എന്നാണ്. ഇവിടെ എന്താ പറഞ്ഞത്, ആംഗുലാർ സെപ്പറേഷൻ ഓഫ് ദ ഫ്രിഞ്ചസ് റിമെയിൻസ് കോൺസ്റ്റന്റ് എന്നാണ് പറഞ്ഞത്. ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി കറക്റ്റ്. ദ സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് 2 എന്താ, if the monochromatic source is replaced by another monochromatic source of larger wavelength, വേവ് ലെങ്ത് കൂട്ടി ആംഗുലാർ സെപ്പറേഷൻ ഓഫ് ഫ്രിഞ്ചസ് ഡിഗ്രീസസ്. വേവ് ലെങ്ത് കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ന്യൂമറേറ്ററിലല്ലേ ഉള്ളത്. അപ്പോൾ നമുക്ക് ആംഗുലാർ ഫ്രിഞ്ച് വിടുത്ത് എന്താ ചെയ്യുക, കൂടുകയാണ് ചെയ്യുക. പക്ഷേ ഇവിടെ എന്താ പറഞ്ഞത്, ഡിഗ്രീസസ് എന്നാ. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, റോങ്. അങ്ങനെ ഓപ്ഷൻ ഏതാണ് നമുക്കുള്ളത് നോക്കൂ, സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ട്രൂ, സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഫോൾസ്. ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 4. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 7. 2 bodies of mass m and 9m are placed at a distance r. The gravitational potential on the line joining the bodies where the gravitational field equals 0 will be. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് കണ്ടെത്തണം, ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി 0 ആകുന്ന പോയിന്റ് കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാം. നോക്കൂ, എം ഇതാണ്, ഇവിടെ നമുക്ക് 9m തന്നിട്ടുണ്ട്, 9m. അപ്പോൾ ഒബ്വിയസ്ലി നോക്കൂ, ഇവിടെയാണ് ഞാൻ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി E0 എന്ന് എടുക്കുന്നത്. ദാറ്റ് ഈസ് ദിസ് ഡിസ്റ്റൻസ് ഈസ് എക്സ്. അങ്ങനെയാണ് ഇതാരാ വരിക, ദിസ് ഈസ് r മൈനസ് എക്സ്. ക്ലിയർ? അപ്പോൾ ഇവിടുത്തെ ഫീൽഡ് ഇൻറ്റൻസിറ്റി 0 എന്ന് പറഞ്ഞാൽ gm ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മസ്റ്റ് ബി equal to g into 9m divided by r minus x the whole square. അപ്പോൾ നോക്കൂ, m കട്ട് g കട്ട്. ഇനി സ്ക്വയർ റൂട്ട് എടുത്താൽ പോരെ, 1/x is equal to 3 divided by r minus x എന്ന് കിട്ടി. or that is equal to r minus x is equal to 3x or 4x equal to r എന്ന് കിട്ടി. that implies x is equal to r by 4. അപ്പോൾ നോക്കൂ, ഈ പോയിന്റിലെ
ഈ പർട്ടിക്കുലർ പോയിന്റിലെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലാണ് കാണേണ്ടത്. ദർഫോർ അവിടുത്തെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഞാൻ കാണാൻ നോക്കൂ. വി ഈസ് ഈക്വൽ ടു അവിടെ നോക്കൂ ഇയാളെ പൊട്ടൻഷ്യൽ ഉണ്ടാവും, ഇയാളെ പൊട്ടൻഷ്യൽ, രണ്ട് പൊട്ടൻഷ്യലും കൂടെ ആഡ് ചെയ്യണം. സ്കേലാറാണ്. അപ്പം മൈനസ് ജി എം ഡിവൈഡഡ് ബൈ ആർ ആണല്ലോ ഇക്വേഷൻ. അതിവിടെ എന്താ വരിക? എക്സ്. ദെൻ ഓക്കെ, ആ എക്സിൻ്റെ വാല്യൂ നമ്മളിവിടെ കണ്ടെത്തി. ഞാൻ ഒന്നുകൂടെ എഴുതാം. മൈനസ് ജി ഇൻറ്റു 9m ഡിവൈഡഡ് ബൈ ആർ മൈനസ് എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ജി എം ഡിവൈഡഡ് ബൈ ആർ ബൈ 4 മൈനസ് 9gm ഡിവൈഡഡ് ബൈ അപ്പോൾ ആർ മൈനസ് എക്സ് എത്ര വരിക? അത് ആർ ബൈ 4 ആണെങ്കിൽ ഇത് 3r/4 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ഞാൻ മൈനസ് ജി എം ഡിവൈഡഡ് ബൈ ആ 4നെയും മുകളിലേക്ക് എടുത്തു കേട്ടോ. 4നെ ഞാൻ മുകളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ മൈനസ് 4gm ഡിവൈഡഡ് ബൈ ആറിനെ കോമൺ ആയിട്ട് പുറത്തെടുത്തു. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടാവുക? 1. പിന്നെ അവിടെ മൈനസ് അല്ല പ്ലസ്. ഓക്കെ, 6 മേലെ പോയി 3യും 3യും കട്ട് ചെയ്താൽ നമുക്ക് 9ഉം 3യും കട്ട് ചെയ്താൽ നമുക്കൊരു 9ഉം 3യും കട്ട് ചെയ്താൽ നമുക്കൊരു 3 അവിടെ കിട്ടും. ശരിയല്ലേ? ദർഫോർ ദ ആൻസർ ഈസ് നോക്കൂ മൈനസ് 16gm ഡിവൈഡഡ് ബൈ ആർ. ആൻസർ ഉണ്ടോ? Option 4 is the right answer. Option 4. Now question number 8. എന്താ question number 8 നോക്കൂ. Question number 8 പറഞ്ഞത് the temperature of the gas is minus 50 degrees C. Minus 50 degrees C. Okay, to what temperature the gas should be heated so that the RMS speed is increased by 3 times. അപ്പോൾ ഒരുപാട് കാര്യം ശ്രദ്ധിക്കണേ. by 3 times എന്നാണ് പറഞ്ഞത്. നിലവിലെ ടെമ്പറേച്ചർ മൈനസ് ആണ്. അപ്പോൾ നമ്മൾ നോക്കൂ, നമുക്കറിയാം VRMS ആണ് ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ VRMS നോക്കൂ, ഞാൻ അവിടെ കൊടുക്കാം. VRMS പ്രൊപ്പോർഷണൽ ടു √T. വളരെ ബേസിക് ആയിട്ടുള്ള പോയിന്റ് തന്നെയാണ്. നോക്കൂ, പക്ഷേ ഇവിടെ ടെമ്പറേച്ചർ നമുക്ക് തന്നത് എന്തിലാണ്? ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പോൾ നോക്കൂ, നമ്മൾ അതിനൊന്ന് കൺവേർട്ട് ചെയ്യണം. നമുക്ക് അബ്സല്യൂട്ട് സ്കെയിലിലേക്ക് മാറ്റണം. അപ്പോൾ T ഈസ് ഈക്വൽ ടു ദ ഗിവൺ T ഈസ് മൈനസ് 50 ഡിഗ്രി C. ദാറ്റ് ഈസ് ഈക്വൽ ടു അതിനോട് 273 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? 223 കെൽവിൻ എന്ന് കിട്ടും. ദർഫോർ നമുക്ക് നോക്കൂ, ഇനി പ്രശ്നമില്ല. നോക്കൂ, V ഡിവൈഡഡ് ബൈ V ഡാഷ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക? റൂട്ട് ഓഫ് 223 ഡിവൈഡഡ് ബൈ നമ്മുടെ പുതിയ ടി ഡാഷ് കിട്ടണം. ശരിയല്ലേ? അതിൽ നോക്കൂ, വി ഡാഷ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കണേ, സ്പീഡ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 3 times എന്ന് പറഞ്ഞാൽ ഉള്ളതിനോടുകൂടി 3 times കൂടി ആഡ് ചെയ്യണം. ബൈ 3 times ആണ്, ടു 3 അല്ല. ബൈ 3 times എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര വരും നോക്കൂ? ദിസ് ഈസ് വി ഡിവൈഡഡ് ബൈ 3v അല്ല, പിന്നെന്താ കിട്ടുക? 4v. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 223 ഡിവൈഡഡ് ബൈ ടി ഡാഷ്. നോക്കൂ, കട്ട് വി ആൻഡ് വി കട്ട് ചെയ്തു. ഇനി നമുക്ക് സ്ക്വയർ ചെയ്താൽ നമ്മുടെ ആൻസറായി. നോക്കൂ, ഞാൻ സ്ക്വയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 1/16 that is equal to 223 divided by t dash, or t dash is equal to 223 into 16. അത് എത്ര നിങ്ങൾ കിട്ടുക? ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് 3568 കെൽവിൻ എന്ന് കിട്ടും. പക്ഷേ നമുക്ക് ഓപ്ഷനിൽ നോക്കൂ, അങ്ങനെ ഒരു ആൻസർ ഇല്ല. ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റി വെക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു നോക്കൂ, ഇതിനോട് 273 ആഡ് ചെയ്താൽ കിട്ടിയില്ലേ? ഓക്കെ, സോറി, മൈനസ് ചെയ്യണം. ഡിഗ്രി സെൽഷ്യസിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. മൈനസ് 273 കൊടുത്താൽ 32 നമുക്ക് ഓപ്ഷൻ 95 ഡിഗ്രി സെൽഷ്യസ് എന്ന ആൻസർ കിട്ടും. ദാറ്റ് ഈസ് ഓപ്ഷൻ 3 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 3 കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. Question number 9. In a series LCR circuit, the inductance L is 10 millihenry, capacitance C is 1 microfarad, and resistance is 100 ohm. The frequency at which resonance occurs. അപ്പോൾ resonant frequency അല്ലേ, എത്ര നമ്മൾ പഠിച്ചതാ? എന്താണ്? 1/2 root LC. Again, it's a very direct question. That is equal to 1/2 2 into 2 നമുക്ക് നേരിട്ട് എഴുതാം. എത്രയാണ്? 6.28 into root of Lൻ്റെ വാല്യൂ 10 into 10 raised to minus 3 into C is 10 raised to minus 6. അപ്പോൾ നോക്കൂ, that is equal to 1/6.28 into ഇവിടെ 10 raised to minus 8, അതിനെ റൂട്ട് എടുത്താൽ 10 raised to minus 4. ഞാൻ നോക്കും, മുകളിലേക്ക് കൊണ്ടുപോയാൽ 10 into 10 raised to 3 divided by 6.28 കൊടുക്കാമല്ലോ. 10ൽ 6.28 എത്രയുള്ളത്? 1 point something into
10⁻³ ഹേർട്സ് എന്ന ആൻസർ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഓപ്ഷനിൽ, ഇനി ഓപ്ഷനിലേക്ക് നോക്കിയാൽ നമുക്ക് ഒരു ചോയ്സ് ഉള്ളൂ. ഏതാണത്? 1.59 kHz ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 1 ഈസ് കറക്റ്റ്. ഓപ്ഷൻ 1 ഈസ് കറക്റ്റ്. യെസ്. Now question number 10. 10th question. A football player is moving southwards and suddenly turns eastward with the same speed to avoid an opponent. Okay, the force that acts on the player while turning is. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യണം? വളരെ സിമ്പിൾ തന്നെയാണ് വീണ്ടും ക്വസ്റ്റ്യൻ, പക്ഷേ ശ്രദ്ധിക്കണം, കാരണം ആക്സലറേഷൻ്റെ ക്വസ്റ്റ്യൻ ഇതുപോലെ നമ്മൾ സാധാരണ ചെയ്യാറുള്ളതാണ്. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് കൊടുക്കാം. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നോക്കൂ, ഇനീഷ്യലി എങ്ങോട്ടാണ് പോകുന്നത്? സൗത്ത് വേർഡ്സ്. അപ്പോൾ നമുക്ക് ആ വെലോസിറ്റിനെ ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഇനീഷ്യലി സൗത്ത്. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളോട് ഫോഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? ഫോഴ്സിൻ്റെ ഡിറക്ഷൻ ഓപ്ഷൻ നോക്ക്, ഡിറക്ഷനാണ്. അപ്പോൾ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ആരാ? MA ആണ്. അപ്പോൾ ഫോഴ്സിൻ്റെ ഡിറക്ഷൻ ചോദിച്ചാൽ ആരുടെ ഡിറക്ഷൻ കണ്ടാൽ മതി? ആക്സലറേഷൻ ഡിറക്ഷൻ കണ്ടാൽ മതി. ആരാണ് ആക്സലറേഷൻ? V2 - V1 ഡിവൈഡഡ് ബൈ ∆t എന്ന് വെച്ചാൽ നമുക്ക് ആരുടെ ഡിറക്ഷനാണ് വേണ്ടത്? ∆V ഡിറക്ഷൻ കണ്ടാൽ നമ്മുടെ ആൻസറായി. അപ്പോൾ വി നീഡ് ടു ഫൈൻഡ് ദ ഡിറക്ഷൻ ഓഫ് ∆V. ഇതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് V1 കിട്ടി ക്വസ്റ്റ്യനിൽ. ഇനി നോക്കൂ, നമ്മൾ V2 കണ്ടെത്തുക. V2 നോക്കൂ, ടുവേർഡ്സ് ഈസ്റ്റ് അല്ലേ? V2 ഒരു സ്പീഡിൽ യാതൊരു മാറ്റമില്ല. അപ്പോൾ ദിസ് ഈസ് V2. ഇനി V2 - V1 കാണണം. എങ്ങനെ V2 - V1 കാണാം? ഇവിടുന്ന് -V1 എടുക്കുക അല്ലേ? V2നോട് കൂടി -V1 ആഡ് ചെയ്യുക. അപ്പോൾ ദിസ് ഈസ് -V1. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമ്മുടെ ആൻസർ ആയില്ലേ? അപ്പോൾ ദിസ് ഈസ് V2, ദിസ് ഈസ് -V1. ഇനി ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ലൈക്ക് ദിസ്. നോക്കൂ, ദിസ് വൺ. യെസ്, ഇത് ഏതാ ഡിറക്ഷൻ നോക്കൂ? വാട്ട് ഈസ് ദിസ്? നോക്കൂ, ഇത് എക്സാക്ട്ലി 45 ഡിഗ്രിയിലല്ലേ? ദിസ് ഈസ് 45 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം ഇത് ഈസ്റ്റ് ആണ്, ഇത് നോർത്ത് ആണ്. അപ്പോൾ അതിൻ്റെ എക്സാക്റ്റ് ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ ഇത് ഏതാ ഡിറക്ഷൻ? ഇത് ഡിറക്ഷൻ ടുവേർഡ്സ് നോർത്ത് ഈസ്റ്റ് ആണ്. നോർത്ത് ഈസ്റ്റ് ഓപ്ഷൻ ഏതാ? എലോങ് നോർത്ത് ഈസ്റ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ 4 ആണ് റൈറ്റ് ആൻസർ. ഓക്കെ മക്കളെ, ക്വസ്റ്റ്യൻ നമ്പർ 11 ദേറേഴ്സ്. അപ്പോൾ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷനിൽ നിന്ന് നമുക്ക് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ദേറേഴ്സ് കണ്ടോ? എറർ എന്ന് പറയുന്നതാണ് ടോപ്പിക്ക്. നമുക്ക് രണ്ട് തരം, നമുക്ക് പ്രെഡിക്റ്റബിൾ ആണോ അൺപ്രെഡിക്റ്റബിൾ ആണോ, കറക്റ്റ് ചെയ്യാൻ പറ്റുമോ കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലേ, നമുക്ക് നോക്കാം. അൺപ്രെഡിക്റ്റബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും ഓപ്ഷൻ 1 റാൻഡം എറർ ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ 1 ആയിരിക്കും ഇതിൻ്റെ ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 12 ദ റേഷ്യോ ഓഫ് റേഡിയസ് ഓഫ് ഗൈറേഷൻ of solid sphere of mass m and radius r about its own axis. The radius of gyration of the thin hollow sphere of same mass and radius about its own axis. അപ്പോൾ നമുക്കറിയാം സോളിഡ് സ്പിയർ ആണെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് 2/5 mr² ആണ്. അപ്പോൾ k² എന്ന് പറയുന്നത് 2/5 r² ആണ്. ഇതിനെ K1 എന്ന് വിളിക്കാം. ഹോളോ സ്പിയർ ആണെങ്കിൽ നമുക്കറിയാം I എന്ന് പറയുന്നത് 2/3 mr² ആണ്. അപ്പോൾ K2² എന്ന് പറയുന്നത് 2/3 r² ആണ്. നമ്മളോട് ചോദിച്ചേക്കുന്നത് K1/K2 ആണ്. നമുക്ക് കിട്ടിയേക്കുന്നത് K1² K2² ആണ്. അപ്പോൾ 2/5 ഡിവൈഡഡ് ബൈ 2/3 ആണ്. അതിനെന്തുകൂടിയുണ്ട് മക്കൾ പറ? റൂട്ട് കൂടിയുണ്ട്. 2ഉം 2ഉം കട്ട് ചെയ്തു. അപ്പോൾ കറക്റ്റ് ആൻസർ √3/5 ആണ്. കണ്ടോ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ശരിക്കും പറഞ്ഞാൽ ഒരു ചലഞ്ചിങ് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ കണക്കാക്കണം. കാര്യം കറക്റ്റ് ഓപ്ഷൻ ഇല്ല. അത് നമുക്ക് ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തവർക്ക് ആ റൂട്ട് ഇടുന്ന കാര്യം വിട്ടുപോയി. നമുക്ക് കിട്ടാം റേഡിയസ് ഓഫ് ഗൈറേഷൻ K1/K2 ആണ്, K1/K2 ആണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ K1² K2² ആണ്, 3/5. അപ്പോൾ ഇത് √3/5 ആണ് ആക്ച്വൽ ആൻസർ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതൊരു ചലഞ്ചിങ് ക്വസ്റ്റ്യൻ ആണ്. ഫിസിക്സിൻ്റെ പേപ്പറിൽ നമുക്ക് ഒരെണ്ണം കിട്ടിയല്ലേ, കണ്ടുപിടിച്ചു നമ്മൾ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രൽ E.ds ഈക്വൽ ടു 0 ആണ്. നമ്മൾ പഠിച്ചേക്കുന്ന ഇൻ്റഗ്രൽ B.ds ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്ലോസ്ഡ് സർക്കിൾസ് ആണ്. അപ്പോൾ ടോട്ടൽ ഫീൽഡ് ലൈൻ എൻറ്ററിങ്ങും ടോട്ടൽ ഫീൽഡ് ലൈൻ ലീവിങ്ങും ഈക്വൽ ആണെങ്കിലാണ് ഇൻ്റഗ്രൽ E.ds 0 എന്ന് വെച്ചാൽ മോണോ പോള് എക്സിസ്റ്റ് ചെയ്യുമോ എന്ന്. അത് മാഗ്നറ്റിസത്തിലില്ല,
ഇലക്ട്രോസ്റ്റാറ്റിക്സിലുണ്ട്. പക്ഷേ ഇവിടെ നമുക്കപ്പോൾ ഓപ്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ദ നമ്പർ ഓഫ് ഫ്ലക്സ് ലൈൻസ് എൻറ്ററിങ് ദ സർഫസ് മസ്റ്റ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് ലൈൻസ് ലീവിങ് ഇറ്റ്. അപ്പോൾ ഓപ്ഷൻ ഏതായിരിക്കും? 2 ആയിരിക്കും. എല്ലാവരും ആൻസർ പറഞ്ഞു നോക്കണം കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 14 പോവാം. എ കാർനോട്ട്സ് എഞ്ചിൻ. അപ്പോൾ ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സിൽ നിന്നൊരു ക്വസ്റ്റ്യൻ, അതും ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസിയാണ്. എഫിഷ്യൻസിയുടെ വാല്യൂ അവർ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ T1 ഉണ്ട്, സിങ്കിൻ്റെ ടെമ്പറേച്ചറായ T2 ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം എഫിഷ്യൻസി ഈറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് T1/T2 ആണ്. ശരിയല്ലേ? T1 എന്ന് പറയുന്നത് 327 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് 327 + 273 = 600 ആണ് കെൽവിൻ. അപ്പോൾ നമുക്ക് ഇത് 1/2 ആണ്. 1 മൈനസ് T1/T2 ആണ്. T1/T2 ഈസ് ഈക്വൽ ടു കുഞ്ഞുങ്ങൾ 1/2 കിട്ടും. അപ്പം അങ്ങനെയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് T2 ഈസ് ഈക്വൽ ടു T1 ഡിവൈഡഡ് ബൈ എന്താണ്? T1 ഡിവൈഡഡ് ബൈ T2 എത്രയായിരുന്നു? 600. ശരിയല്ലേ? അപ്പോൾ 600 എന്ന് പറയുമ്പോൾ T1 ഡിവൈഡഡ് ബൈ 2 ആണ്. T1 600 ഡിവൈഡഡ് ബൈ 2 300 കെൽവിൻ ആണ്. നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന ഓപ്ഷൻ ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പോൾ നമുക്ക് 300 മൈനസ് 273 ആണ്. അപ്പോൾ ഇത് 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓപ്ഷൻ ഏതാണ് കുഞ്ഞുങ്ങൾ പറ? ഓപ്ഷൻ 2 ആണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ 2 ആണ്, 27 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സിൽ നിന്ന് ഹീറ്റ് എഞ്ചിനിൽ നിന്നൊരു പ്രോബ്ലം, ഈറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് T2 ഡിവൈഡഡ് ബൈ T1 ആണ്. T2 ഡിവൈഡഡ് ബൈ T1 ആണ്. അപ്പോൾ T2 ഡിവൈഡഡ് ബൈ T1 ഈക്വൽ ടു T2 ഡിവൈഡഡ് ബൈ T1 ഈക്വൽ ടു 1 മൈനസ് ഈറ്റ ആണ്. 1 മൈനസ് 1/2 ഈക്വൽ ടു 1/2. അപ്പോൾ T1 ഈക്വൽ ടു T2 ഡിവൈഡഡ് ബൈ സിങ്കിൻ്റെ ടെമ്പറേച്ചറാണ്. T2 ഡിവൈഡഡ് ബൈ T1. T2 ഈക്വൽ ടു T1 ഡിവൈഡഡ് ബൈ 2. 600 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 300 കെൽവിൻ. Therefore 300 മൈനസ് 273 ഈക്വൽ ടു 27 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ 12 വോൾട്ട് 600 വാട്ട് ലാമ്പ് ഈസ് കണക്റ്റഡ് ടു സെക്കൻഡറി ഓഫ് എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ. അപ്പോൾ ഇത് ES ആണ്, ഇത് P സെക്കൻഡറി ആണ്. ശരിയല്ലേ? നമുക്ക് തന്നേക്കുന്ന മെയിൻ അപ്പോൾ EP തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് പ്രൈമറിയിലെ കറണ്ടാണ്. നമുക്കറിയാം എഫിഷ്യൻസി ഇവിടെ 1 ആയതുകൊണ്ട് P ഇൻപുട്ട് എന്ന് പറയുന്നത് P ഔട്ട്പുട്ട് തന്നെയാണ്. ഇത് ഈക്വൽ ടു EP ഡിവൈഡഡ് ബൈ EP ഇൻറ്റു IP ആണ്. ദെയർഫോർ IP ഈക്വൽ ടു P ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ EP. P ഔട്ട്പുട്ട് എത്രയായിരുന്നു കുഞ്ഞുങ്ങൾ പറ? 60 വാട്ട് ഡിവൈഡഡ് ബൈ EP 220. അപ്പോൾ ഇത് 6/22. അപ്പോൾ 0.67 ആയിരിക്കും ഇതിൻ്റെ ആൻസർ. ഓക്കെ അല്ലേ? അപ്പോൾ ഓപ്ഷൻ ഏതായിരിക്കും? 2 ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 16. നമുക്ക് അസർഷൻ റീസൺ ടൈപ്പാണ്. സെമി കണ്ടക്ടേഴ്സിലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോട്ടോ ഡയോഡ്സിൽ നിന്നാണ് ചോദിച്ചേക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് 1. ഫോട്ടോ വോൾട്ടായിക് ഡിവൈസ് ക്യാൻ കൺവേർട്ട് ഒപ്റ്റിക്കൽ റേഡിയേഷൻ ഇൻറ്റു ഇലക്ട്രിസിറ്റി. ഈസ് ഇറ്റ് ട്രൂ ഓർ ഫോൾസ്? ട്രൂ. Zener diode is designed to operate in reverse bias breakdown region. അപ്പോൾ അതും എന്താണ്? ട്രൂ ആണ്. അപ്പോൾ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് 2 ആർ കറക്റ്റ്. അപ്പോൾ ഓപ്ഷൻ ഇവിടെ ഏതായിരിക്കും? 2 ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 17 കാണുമ്പോൾ തന്നെ അറിയാം കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ ഗാൽവനോമീറ്റർ G does not show any deflection in the circuit shown, the value of R is given by. ഇതിലെ R ആണ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് 3 കറണ്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് I1 ആണ്, ഇത് I2 ആണ്, ഇത് I3 ആണെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ ഇപ്പം തന്നെ പറയും I3 ഈക്വൽ ടു എന്താണ്? 0 ആണ്. അപ്പോൾ I1 ഈക്വൽ ടു എന്താണ്? I2 ആണ്. ഇത് 2 വോൾട്ട് ആയതുകൊണ്ട് ഇവിടെ 2 വോൾട്ട് ആണ്, ഇത് 8 വോൾട്ട് ആണ്. I1 ഈസ് ഈക്വൽ ടു V1 ഡിവൈഡഡ് ബൈ R1 ആണ്. ഇതിനെ ഞാൻ V1 എന്ന് വിളിച്ചു, ഇതിനെ ഞാൻ V2 എന്ന് വിളിച്ചു. ഈക്വൽ ടു V2 ഡിവൈഡഡ് ബൈ R2 ആണ്. അപ്പോൾ R2 ഈക്വൽ ടു V2 ഡിവൈഡഡ് ബൈ V1 ഇൻറ്റു R1 ആണ്. V2 എത്രയായിരുന്നു കുഞ്ഞുങ്ങളെ? 2 വോൾട്ട്. V1 എത്രയായിരുന്നു? 8 വോൾട്ട്. ഇൻറ്റു R1 എത്രയായിരുന്നു? 400. അപ്പോൾ 400 ഡിവൈഡഡ് ബൈ 4 എത്രയായിരിക്കും? 100 ഓം ആണ് ഇതിൻ്റെ ആൻസർ.
ഓപ്ഷൻ ഏതാണ്? 4th ഓപ്ഷനാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ അല്ലേടാ? അപ്പം I3 0 ആണ്, I1 ഈക്വൽ ടു I2 ആണ്, I is ഈക്വൽ ടു V/R. നേരെ കൊടുക്കാം, നമുക്ക് ആൻസറിലേക്ക് നേരിട്ട് പോവാം. അടുത്തത് വേവ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻ ആണ്. ദ റേഷ്യോ ഓഫ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസീസ് ഓപ്പൺ പൈപ്പ് ആൻഡ് ക്ലോസ്ഡ് പൈപ്പാണ്. അപ്പോൾ എഫ് ഓപ്പൺ ഡിവൈഡഡ് ബൈ എഫ് ക്ലോസ്ഡ് ആണ് ചോദിച്ചേക്കുന്നത്. V ഡിവൈഡഡ് ബൈ 2L ഓപ്പൺ ഡിവൈഡഡ് ബൈ V4L ക്ലോസ്ഡ് ആണ്. അപ്പോൾ നമുക്കറിയാം ലെങ്ത് ഓപ്പൺ ഈക്വൽ ടു ലെങ്ത് ക്ലോസ്ഡ് എന്ന് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ലെങ്ത് ഓപ്പൺ ലെങ്ത് ക്ലോസ്ഡ് ക്യാൻസൽ, V ക്യാൻസൽ. ആൻസർ 4/2 ഈക്വൽ ടു 2:1 ആയിരിക്കും ആൻസർ. ഓപ്ഷൻ ഏതായിരിക്കും? 3 ആയിരിക്കും ഓപ്ഷൻ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 19. ദ ആംഗുലാർ ആക്സിലറേഷൻ ഓഫ് എ ബോഡി മൂവിങ് അലോങ് എ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ. ഇത് നമുക്ക് 2Dയിൽ കണക്കാക്കാം, റൊട്ടേഷനിലേക്ക് പോകണ്ട. 2Dയിൽ തന്നെ ടൈപ്സ് ഓഫ് വെക്റ്റേഴ്സ് നമുക്കറിയാം. അതിൽ ആക്സിയൽ വെക്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ആംഗുലാർ ആക്സിലറേഷൻ, ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്, ആംഗുലാർ വെലോസിറ്റി ഒക്കെ ആക്സിയൽ ആക്സിലറേഷൻ ആണ്. അപ്പോൾ ആക്സിയൽ എലോങ് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആണ്. അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓർത്തിരിക്കാമല്ലോ, സർക്കംഫറൻസ് ആംഗുലാർ ആക്സിലറേഷൻ ആണ്. അപ്പം ഓപ്ഷൻ ഏതായിരിക്കും എന്നാണ് പറയുന്നത്? ഓപ്ഷൻ 1 ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 19. ക്വസ്റ്റ്യൻ നമ്പർ 20. ദ മിനിമം വേവ് ലെങ്ത് ഓഫ് എക്സ്റേ പ്രൊഡ്യൂസ്ഡ് ബൈ ആൻ ഇലക്ട്രോൺ ആക്സിലറേറ്റഡ് ത്രൂ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് V. നമുക്കറിയാം hν ഈസ് ഈക്വൽ ടു EV. നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണല്ലോ, ശരിയല്ലേ? അപ്പോൾ hc/λ ഈസ് ഈക്വൽ ടു EV ആണ്. അപ്പോൾ ലാംഡ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും കുഞ്ഞുങ്ങളെല്ലാവരും കൂടി പറ? 1/V. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഏതായിരിക്കും? 3 ആയിരിക്കും. എല്ലാം ശരിയാക്കിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടിപൊളിയായിട്ട് നിങ്ങൾ ചെയ്യുക. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 21 നോക്കിക്കേ. ദ വർക്ക് ഫംഗ്ഷൻ ഓഫ് CCM, potassium, sodium are given 2.14, 2.30, 2.75. If incident electromagnetic radiation has an incident energy of 2.20. നമുക്കറിയാം ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കണമെങ്കിൽ എന്താ കണ്ടീഷൻ? വന്ന് വീഴുന്ന ലൈറ്റിൻ്റെ എനർജി മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ വർക്ക് ഫംഗ്ഷൻ ആയിരിക്കണം. വന്ന് വീഴുന്ന ലൈറ്റിൻ്റെ എനർജി എത്രയാണ്? 2.20. ഇതിൽ ഏത് വാല്യൂനാണ് വലുതെന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ഏതാ വാല്യൂസ് നോക്കൂ? 2.14 വലുതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എഴുതാം 2.14 എന്ത്? 2.14 വലുതാണ് 2.20 എന്നുള്ള കാര്യം മനസ്സിലായി. 2.30 2.75 എന്താണ്? 2.20 വലിയ വാല്യൂസാണ്. സോ നമുക്ക് മനസ്സിലായി ഇവിടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കണമെങ്കിൽ ഈ വന്ന് വീഴുന്ന ലൈറ്റിനെക്കാട്ടിയും കുറവായിരിക്കണം വർക്ക് ഫംഗ്ഷൻ, അല്ലെങ്കിൽ വർക്ക് ഫംഗ്ഷനെക്കാട്ടിയും വലുതായിരിക്കണം എനർജി. സോ ഏതാ ആൻസർ വരിക? ഒരാൾക്ക് മാത്രമേ നടക്കുള്ളൂ, അതാരാണ്? CCM only എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. റൈറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 22. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ദ നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ്. നമുക്കറിയാം ക്ലോസ്ഡ് ഇൻ്റഗ്രൽ B.ds എന്ന് പറഞ്ഞാൽ മക്കളെ എത്രയാടാ? 0 അല്ലേ? സോ ആൻസർ വിൽ ബി ഓപ്ഷൻ 2. Question number 23. A full wave rectifier circuit consists of 2 PN junction diodes, a center tapped transformer, capacitor and a load resistance. Which of these components remove the rippled AC from the rectified output? Rectified output il ninnu rippled AC ye remove cheyan vendi nammal ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് ഏത് മക്കളെ? കപ്പാസിറ്റർ. അതാണ് ഇതിൻ്റെ ആൻസർ വരിക. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ NCERT പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. Question number 24. As an AC source is connected to a capacitor C due to decrease in its operating frequency. That means frequency എന്ന് പറഞ്ഞ സാധനം കുറയാ ചെയ്യുന്നത്. നമുക്കറിയാം XC is equal to 1/C omega അല്ലേ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്, വേർ 1/C into omega എന്ന് പറഞ്ഞാൽ 2πf. That means omega അല്ലെങ്കിൽ F നിങ്ങൾ കൺസിഡർ ചെയ്യാം. That means XC is inversely proportional to frequency. ഫ്രീക്വൻസി കുറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ എന്ത് ചെയ്യണം? കൂടണം. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കൂടണം. ഓപ്ഷൻ നോക്കുമ്പോൾ നോക്ക്, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് റിമെയിൻ കോൺസ്റ്റന്റ്, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഡിക്രീസസ്. സോ ഓപ്ഷൻ എയും അല്ല, ഓപ്ഷൻ ബിയും അല്ല. then ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിനെ പറ്റി പറയുന്നുണ്ട്. വി നോ ദാറ്റ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ടും അതേപോലെ തന്നെ കണ്ടക്ഷൻ കറണ്ടും എന്താണ് മക്കളെ? ഈക്വൽ ആണ്. ഞാനൊരു കാര്യം ചോദിച്ചു നോക്കട്ടെ, കണ്ടക്ഷൻ കറണ്ടിന് എന്താ സംഭവിക്കുക? എക്സിൻ്റെ വാല്യൂ കൂടിയാൽ, എക്സിൻ്റെ വാല്യൂ കൂടുമ്പോൾ കണ്ടക്ഷൻ കറണ്ട് എന്ത് ചെയ്യും? ഓപ്പോസിഷൻ കൂടി കഴിഞ്ഞാൽ കണ്ടക്ഷൻ കറണ്ട് എന്ത് ചെയ്യും? കുറയും. ദാറ്റ് മീൻസ് കണ്ടക്ഷൻ കറണ്ട് കുറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാം ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ത് ചെയ്യും? കുറയും. സോ ദ ആൻസർ വിൽ ബി എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഡിക്രീസസ്. 25 നോക്കടാ. ഇൻ എ പ്ലെയിൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് traveling in free space, electric field component oscillates sinusoidally at a frequency of 2 × 10⁻⁻10 Hz and amplitude. That means E0 is given. E0 ന്റെ വാല്യൂ മക്കളെ എത്രയാ? 48 volt per meter. Then the amplitude of oscillating magnetic field ആണ് ചോദിച്ചിരിക്കുന്നത്. We know the relation C is equal to E0 divided by B0. ചോദിച്ചിരിക്കുന്ന B0 അല്ലേ? സോ E0 by C എന്ന് എഴുതി കൂടെ. വാട്ട് ഇസ് വാല്യൂ ഓഫ് E0? 48 divided by C ന്റെ വാല്യൂ എത്രയാ? 3 × 10⁻8. 48ൽ 3 എത്ര ടൈംസ് പോകും?
16 ആണ്. 16 ഇൻറ്റു 10⁻⁻8. 10⁻8 മുകളിൽ പോകുമ്പോൾ എന്താ സംഭവിക്കുക? 10⁻⁻8. സോ നമുക്ക് എന്ത് കിട്ടും? 16 ഇൻറ്റു 10⁻⁸ എന്നുള്ള ഓപ്ഷൻ നോക്കുമ്പോൾ ഇല്ല. എങ്ങനെ ഓപ്ഷൻ കിടക്കുന്നത്? 1.6. ഒരു പോയിന്റ് കുറച്ച് എഴുതിയാൽ 1.6 ഇൻറ്റു 10⁻7 ടെസ്ല എന്നുള്ള ആൻസർ കിട്ടും. റൈറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 26 നോക്കൂ. റെസിസ്റ്റൻസ് ഓഫ് എ കാർബൺ റെസിസ്റ്റർ ഡിറ്റർമൈൻഡ് ഫ്രം ദ കളർ കോഡ് 22000 ±5% അല്ലേ? ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 22 ഇൻറ്റു 10⁻3 ±5% എന്ന് എഴുതാം. അതിൽ സംശയമുണ്ടോ? റൈറ്റ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും BB റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ. BB റോയ് ആ കോഡ് ഒന്ന് വെറുതെ എഴുതി നോക്കാം. 0 1 2 3 4. ഇവിടെ ചോദിച്ചിരിക്കുന്നത് തേർഡ് ബാൻഡ് അല്ലേ? തേർഡ് ബാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? 10ന്റെ പവറാണ്. 10ന്റെ പവർ 3 അല്ലേ? 10ന്റെ പവർ 3 ആണെങ്കിൽ 3 എന്ന് പറഞ്ഞാൽ ആരാ? ഓറഞ്ച് അല്ലേ? സോ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ 4. ഓറഞ്ച് ആയിരിക്കും ഇതിൻ്റെ ആൻസർ വരും. നമ്മളിപ്പോൾ ചെയ്ത ഓൾമോസ്റ്റ് 4 ക്വസ്റ്റനും കീ വന്നിരിക്കുന്നത് 4 ആണ് മക്കളെ. റൈറ്റ്. 27 നോക്കടാ. എ വെഹിക്കിൾ ട്രാവൽസ് ഹാഫ് ദ ഡിസ്റ്റൻസ് വിത്ത് സ്പീഡ് v, റിമൈനിങ് ഡിസ്റ്റൻസ് വിത്ത് സ്പീഡ് 2v. എടാ നമുക്ക് ഡയറക്റ്റ് അറിയാം ഹാഫ് ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത് v1 v2 ആണെങ്കിൽ വി ക്യാൻ യൂസ് എ റിലേഷൻ. ആവറേജ് സ്പീഡ് is equal to 2v1 v2 divided by v1 plus v2 എന്നുള്ള ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയില്ലേ? സോ 2 ഇൻറ്റു v1 v ഇൻറ്റു v2 എന്ന് പറഞ്ഞാൽ 2v divided by 2v plus v. സോ ദ ആൻസർ വിൽ ബി 2v ഇൻറ്റു 2v divided by 3v. ഒരു vv കട്ട് ചെയ്താൽ ദ ആൻസർ വിൽ ബി 4v by 3. ഓപ്ഷൻ 4 is the right answer. Okay. Question number 28. Potential energy of a long spring. Springly store ചെയ്യുന്ന potential energy equation U is equal to half k x square അല്ലേ? U is directly proportional to x square. പറയുന്നുണ്ട് ആദ്യം സ്ട്രെച്ച് ചെയ്തിരിക്കുന്നത് 2 cm, പിന്നെ 8 cm സ്ട്രെച്ച് ചെയ്തു. അപ്പോൾ ആദ്യം x1 2 ആണ്, x2 എത്രയാ? 8 ആണ്. u1 ഞാൻ u ആക്കി എടുക്കുകയാണെങ്കിൽ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് u2 എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്? സോ വി ക്യാൻ യൂസ് u2 divided by u1 is equal to x2 divided by x1 all square. What is the value of x2? 8/2 all square. 8/2 എന്ന് പറഞ്ഞാൽ എത്രയാ? 4. 4 square means 16. So u2 is equal to 16 u1. u1ന്റെ വാല്യൂ എത്രയാ മക്കളെ? u അല്ലേ? So the answer will be 16u. Yes. Okay, so the answer will be option 1. 29 നോക്കൂ. In hydrogen spectrum the shortest wavelength. Shortest wavelength എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. എവിടുന്നാണ് ജമ്പ് ചെയ്യുന്നത്? ഇൻഫിനിറ്റിയിൽ നിന്ന് എന്നിലേക്കാണ് ജമ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലാംഡ മിനിമത്തിന് ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, n²/r. So lambda is directly proportional to n square. Lambda of Balmer, shortest wavelength of bracket അല്ലേ ചോദിച്ചിരിക്കുന്നത്? So lambda of bracket divided by lambda of Balmer is equal to n of bracket divided by n of Balmer all square അല്ലേ? എടാ ബാമർ എന്ന് പറഞ്ഞാൽ ലൈമാൻ ബാമർ. ബാമർ രണ്ടാമത്തതാ 2. പാഷൻ ബ്രാക്കറ്റ് നാലാമത്തതാ. സോ എന്നിൻ്റെ വാല്യൂ ബാമറിൻ്റെത് 2ഉം ബ്രാക്കറ്റിൻ്റെത് 4ഉം ആണ്. So 4/2 all square. 4/2 എന്ന് പറഞ്ഞാൽ 2. 2 square എത്രയാ? 4. So lambda of bracket എന്ന് പറഞ്ഞാൽ 4 into lambda of Balmer. Lambda of Balmer എത്രയാ? ലാംഡ എടുക്കാനല്ലേ പറയുക. So the answer will be 4 lambda. ഓപ്ഷൻ 3 ആയിരിക്കും കിട്ടുക എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. Then question number 30. The equivalent capacitance of the system shown in the circuit. എടാ മക്കളെ ഈ കപ്പാസിറ്റർ എന്ത് കണക്ഷനാണ്? പാരലൽ കണക്ഷൻ. പാരലൽ കണക്ഷൻ ആകുമ്പോൾ 3 + 3ൻ്റെ വാല്യൂ എത്രയാ മക്കളെ? നമുക്കറിയാം 6 ആണെന്ന്. പിന്നെ 3ഉം 6ഉം എന്ത് കണക്ഷനാണ്? 3ഉം 6ഉം എന്ത് കണക്ഷനാണ്? സീരീസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് 3ഉം 6ഉം വന്ന ആൻസർ എന്തായിരിക്കും? 2 ആയിരിക്കും. വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. C series is equal to C effective is equal to C1 C2 divided by C1 plus C2. 3 into 6 divided by 3 plus 6 9. Cut ചെയ്താൽ 6/3. The answer will be 2 microfarad. Option 2 is the right answer. Okay ആണല്ലോ? Yes. Question number 31. യൂണിറ്റ് ആൻഡ് മെഷർമെന്റിലെ ക്വസ്റ്റ്യൻ ആണ്. നോക്കടാ, ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡെൻസിറ്റിയുടെ പെർസെൻറ്റേജ് എറർ ആണ്. അപ്പോൾ ഡെൻസിറ്റിയുടെ പെർസെൻറ്റേജ് എറർ ആകുമ്പോൾ ആദ്യം നമ്മൾ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ നോക്കുക. ഒരു റോഡ് പോലെയാണ്, കാരണം വയർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. മാസ് ഡിവൈഡഡ് ബൈ വോളിയം വരും. ബേസ് ഏരിയ ഇൻറ്റു ലെങ്ത് വരും. ദാറ്റ് ഇസ് πr² ഇൻറ്റു എൽ വരും. അപ്പോൾ ഇതാണ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ വരിക. ഇനി ഓരോ ടേമിൻ്റെയും എറർ നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യം ഇവിടെ മാസ് തന്നിട്ടുണ്ട്. സോ മാസിൻ്റെ എറർ വരിക 0.002 അബ്സല്യൂട്ട് എറർ ഡിവൈഡഡ് ബൈ ഒറിജിനൽ വാല്യൂ. യൂണിറ്റ് ഒന്നും നോക്കേണ്ടില്ല, കാരണം യൂണിറ്റ് ഒക്കെ ക്യാൻസൽ ആയി പോകും. കാരണം നമ്മൾ റിലേറ്റീവ് എററാണ് കണ്ടുപിടിക്കുക, പെർസെൻറ്റേജ് എററാണ് കണ്ടുപിടിക്കുന്നത്. ഇൻറ്റു 100 ചെയ്യുക. സോ യു വിൽ ഗെറ്റ് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.2/0.4 1/2 വരും. ദെൻ നെക്സ്റ്റ് വരുന്ന വാല്യൂ റേഡിയസ് ആണ്. റേഡിയസിന്റെ പെർസെൻറ്റേജ് എറർ കാണാൻ അബ്സല്യൂട്ട് എറർ ആയ 0.01 ഡിവൈഡഡ് ബൈ ഒറിജിനൽ വാല്യൂ 0.3 ഇൻറ്റു 100. സോ ദാറ്റ് യു വിൽ ഗെറ്റ് 1/3. അടുത്തത് വരുന്നത് ലെങ്ത് ആണ്. ലെങ്ത്തിന്റെ പെർസെൻറ്റേജ് എറർ 0.02. ഞാൻ പറഞ്ഞു യൂണിറ്റ് നോക്കേണ്ടതില്ല, നമ്മൾ റിലേറ്റീവ് എറർ കണ്ടിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ യൂണിറ്റ് നോക്കേണ്ടതില്ല. ഇൻറ്റു 100 വരും. സോ ദാറ്റ് ഇസ് 2/5 വരും. അപ്പോൾ ഓരോ ഇതൊക്കെ നമുക്ക് കിട്ടിയ പെർസെൻറ്റേജ് എറർ കേട്ടോ. 1/2 പെർസെൻറ്റേജ്,
1/3%, 2/5%. ഇനി നമ്മൾ നോക്കടാ ഡെൻസിറ്റിയുടെ എററിലേക്ക് നോക്കുന്ന സമയത്ത് മാസ് ഉണ്ട്, റേഡിയസിന്റെ സ്ക്വയർ ഉണ്ട്, ലെങ്ത് ഉണ്ട്. ഈ സ്ക്വയർ വിട്ടു വരുത്. മാസ്, റേഡിയസിന്റെ സ്ക്വയർ, ലെങ്ത്. അപ്പോൾ 1/2% പ്ലസ് 2 into 1/3% പ്ലസ് 2/5%. ശരിയല്ലടാ? 1/2 എന്ന് പറയുമ്പോൾ 0.5 വരും. 2 into 1/3 എന്നാൽ 2/3 വരും. 2/3 എന്ന് പറഞ്ഞാൽ 0.66 വരും. പ്ലസ് 2/5 0.4 വരും. സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1.56 ആണ് വരിക. സോ അപ്രോക്സിമേറ്റ്ലി ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ 1.6 ഉണ്ട്. ദാറ്റ് ഈസ് ഓപ്ഷൻ 4 ഇസ് ദ കറക്റ്റ് ആൻസർ. സോ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. വെഞ്ചറി മീറ്റർ വർക്ക്സ് ഓൺ. ഇത് നോക്ക്, വെഞ്ചറി മീറ്റർ എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ്സ് നമ്മൾ പഠിക്കുന്ന ബെർണോളിസിന്റെ അപ്ലിക്കേഷൻ ആണ്. അത് മാത്രമല്ല ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഓരോ ഓപ്ഷനും ഫ്ലൂയിഡ്സ് എന്ന് വേറെ ഇല്ല. അതായത് ബെർണോളിസ് പ്രിൻസിപ്പിൾ ആണ് കറക്റ്റ് ആൻസർ. അത് മാത്രമേ ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ തന്നെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളൂ. സോ ഇറ്റ്സ് വെരി ക്ലിയർ ദാറ്റ് ഇസ് ഓപ്ഷൻ 3 ഇസ് ദ കറക്റ്റ് ആൻസർ. 33. ഹാഫ് ലൈഫ് ഓഫ് എ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് 20 മിനിറ്റ്. ഹാഫ് ലൈഫ് 20 മിനിറ്റ് ആണ്. ഇതും ന്യൂക്ലിയറിലെ ടിപ്പിക്കൽ ചോദ്യം ആട്ടോ. ഒത്തിരി തവണ നമ്മൾ കണ്ട ചോദ്യമാണ്. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഹാഫ് ലൈഫ് 20 മിനിറ്റ് ആണ്. 1/16 ആവാൻ എത്ര സമയം എടുക്കുന്നതാണ് ചോദിച്ചത്. അതായത് ആക്ടിവിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ് ഡ്രോപ്പ് ടു 1/16. 1/16 എന്ന് പറഞ്ഞാൽ ഒരു ഹാഫ് ലൈഫ് കൊണ്ട് 1/2 ആവും, അടുത്ത ഹാഫ് ലൈഫ് കൊണ്ട് 1/4 ആവും, അടുത്ത ഹാഫ് ലൈഫ് കൊണ്ട് 1/8 ആവും, അടുത്ത ഹാഫ് ലൈഫ് കൊണ്ട് 1/16 ആവും. അപ്പോൾ 4 ഹാഫ് ലൈഫ് ആണ് വരിക. സോ ടോട്ടൽ ടൈം വരിക, total time is equal to T is equal to half life into number of half life, that is 4, that is 80 is the answer. 80 minute is the answer കാരണം half life minute ലാണ്. that is option 1 is the correct answer. 33 option 1. next question നോക്കടാ. 34 magnetic energy stored in an inductor of inductance 4 millihenry and carrying current 2 ampere. direct equation ആണ് മക്കളെ, അറിയാലോ. energy stored in an inductor is half L I square. ശരിയല്ലടാ മക്കളെ? സോ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഇൻഡക്റ്റൻസ് എന്താ വരുന്നത് 4 മില്ലി ഹെൻറി ആണ്. ആ മില്ലി അങ്ങനെ തന്നെ നിന്നോട്ടെ, കാരണം ഓപ്ഷൻ്റെ അകത്ത് മൈക്രോ ജൂൾ ആണ് ആൻസർ. മൈക്രോ ജൂൾ ആൻസേഴ്സ് ഉണ്ട്. അപ്പോൾ ആ മില്ലി ആ മൈക്രോ അവിടെ തന്നെ നിന്നോട്ടെ. മൈക്രോ ജൂൾ ആൻസേഴ്സ് ഉണ്ടല്ലോ. ഇൻറ്റു കറണ്ടിന്റെ സ്ക്വയർ. കറണ്ട് 2 ആണ്. 2നെ സ്ക്വയർ ചെയ്താൽ എത്ര ആവും? 4 ആവും. സോ ഈ 4ഉം ഈ 2ഉം കട്ട് ചെയ്താൽ അവിടെ 2 വരും. 2 into 4. സോ എനർജി ഈസ് ഈക്വൽ ടു 8 മൈക്രോ ജൂൾ. അപ്പോൾ ആൻസർ 1 വരും. 34 is option 1. നെക്സ്റ്റ് 35. കണ്ടാൽ വലിയ എന്തോ സാധനം തോന്നും, ബട്ട് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്കിതിൽ കണ്ടുപിടിക്കേണ്ടത് കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ സർക്യൂട്ട് ആണ്. അപ്പോൾ കറണ്ട് കണ്ടുപിടിക്കാൻ I is equal to you know that EMF divided by resistance. അപ്പോൾ EMF നോക്കുമ്പോൾ 2 സെല്ല് അവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ശരിയല്ലേ? ഒന്ന് 10 വോൾട്ട് ആണ്, ഒന്ന് 5 വോൾട്ട് ആണ്. പക്ഷേ രണ്ടും തിരിച്ചും മറിച്ചുമാണ് കണക്ട് ചെയ്തത്. ഓപ്പോസിറ്റ് സെൻസിലാണ് കണക്ട് ചെയ്തത്. കാരണം ഇതിന്റെ പ്ലസ് നേരെ പോകുന്നത് രണ്ടാമത്തെ സെല്ലിന്റെ പ്ലസിലേക്കാണ്. അപ്പൊ നെറ്റ് വോൾട്ടേജ് എടുക്കുമ്പോൾ 10 - 5 വരും. ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. എല്ലാ റെസിസ്റ്റൻസും സീരീസിലാണ്. ഇവിടെ 1 ഉണ്ട്. 1ഉം 7ഉം 8 ആവും. 8ഉം 2ഉം 10 ആവും. അപ്പോൾ ദാറ്റ് ഈസ് 5 ഡിവൈഡഡ് ബൈ 10 വരും. അപ്പോൾ 0.5 ആംപിയർ ആണ് വരിക. ഇനി ഡയറക്ഷൻ നോക്കാം നമുക്ക്. ഇതിൽ ഏതാ വലിയ സെല്ലടാ? 10 വോൾട്ട് അല്ലേ വലുത്? അപ്പൊ 10 വോൾട്ട് നിന്ന് കറണ്ട് വരുന്ന ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും എഫക്റ്റീവ് കറണ്ടിന്റെ ഡയറക്ഷൻ. ദാറ്റ് ഈസ് A to B. അപ്പോൾ നമുക്ക് ഏതാ ആൻസർ വരിക? 0.5 ആംപിയർ ഫ്രം A to B. സോ ക്വസ്റ്റ്യൻ നമ്പർ 35 ഓപ്ഷൻ 3 വരും. ശരിയല്ലേ മക്കളെ? സോ 36 ഇത് സെക്ഷൻ ബിയിലേക്ക് കിടക്കുകയാണ്. സെക്ഷൻ ബിയിലത്തെ ആദ്യത്തെ ചോദ്യമാണ് ഇത്. റേ ഓപ്റ്റിക്സിന്റെ ഒരു ഐഡന്റിക്കൽ ചോദ്യമാണ്. വിച്ച് മീൻസ് റേ ഓപ്റ്റിക്സിന്റെ ഐഡന്റിറ്റി ആണ് ഈ കോമ്പിനേഷൻ ഓഫ് ലെൻസിൽ ഇതേപോലത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഇത് ലേശം ചെയ്യാനുണ്ട് നമുക്ക് പറയാം. ഇതിപ്പോ എന്താ നോക്കടാ, 3 ലെൻസിന് സിമിലർ ആണത്. നോക്ക്, ഇതൊരു പ്ലനോ കോൺകേവിന് സിമിലർ ആണ്. ഇതും ഒരു പ്ലനോ കോൺകേവിന് സിമിലർ ആണ്. അതിന്റെ നടുക്ക് കാണുന്ന ഈ ഭാഗം ഒരു പക്ക ബൈകോൺവെക്സ് ലെൻസിന് സിമിലർ ആണ്. അതിന്റെ കോമ്പിനേഷൻ ആണത്. അപ്പൊ നമുക്ക് ആദ്യം ഓരോന്നിന്റെയും ഫോക്കൽ ലെങ്ത് കാണാം. സോ അത് ഞാൻ F1 എഴുതുന്നത് ഈ പ്ലനോ കോൺകേവിന്റെ ഫോക്കൽ ലെങ്ത് ആണ്. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ വാല്യൂ തന്നെ ആയിരിക്കും ഇപ്പുറത്തെ സൈഡിലുള്ള പ്ലനോ കോൺകേവിന് ഉണ്ടാവുക. കാരണം രണ്ടിന്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.6 ആണ്. രണ്ടിന്റെയും റേഡിയസ് ഓഫ് കർവേച്ചർ സെയിം ആണ് വരിക. അപ്പൊ അതിന്റെ ഫോക്കൽ ലെങ്ത് വരിക R ഡിവൈഡഡ് ബൈ പ്ലനോ കോൺകേവ് അല്ലേ, R ഡിവൈഡഡ് ബൈ n-1. R divided by n-1. അപ്പോൾ F1 is equal to നെഗറ്റീവ് ആയിരിക്കും വരിക ബിക്കോസ് ഇറ്റ് ഇസ് കോൺകേവ്. R എത്രടാ? 20 ഡിവൈഡഡ് ബൈ n-1 1.6 - 1. അപ്പോൾ അതിന്റെ വാല്യൂ വരിക -20 ഡിവൈഡഡ് ബൈ 0.6. ഇനി നടുക്ക് കിടക്കുന്ന ഈ കോൺവെക്സ് ലെൻസ് ഉണ്ടല്ലോ, അതിന്റെ ഫോക്കൽ ലെങ്ത് ലെറ്റ് us say F2 is equal to R divided by 2 into n-1. ഞാൻ ഇക്വേഷൻ എഴുതില്ല, നേരെ വാല്യൂ ചെയ്താ. R divided by 2 into n-1. R വരെ 20 ആണ്. ഡിവൈഡഡ് ബൈ 2 into 1.5 - 1 0.5. സോ F2 is equal എത്ര വരും? 20 വരും. ഇനി നിങ്ങൾ നോക്കുക, ഇവിടെ ആദ്യം ഒരു കോൺകേവ്, ദെൻ കോൺവെക്സ്, ദെൻ അഗെയിൻ കോൺകേവ്. അപ്പോൾ കോൺകേവ് 2 പ്രാവശ്യം വരുന്നില്ലേ? അപ്പോൾ എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് നമുക്ക് 1/F1 + 1/F2 + 1/F3 ആ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിൽ 2 ഫോക്കൽ ലെങ്ത് സെയിം ആയതുകൊണ്ട് ഇത് 1/F,
സിമിലർലി ഇപ്പുറത്തുള്ളതും 1/f. അപ്പോൾ അത് മൊത്തത്തിൽ എത്ര വരും? 2/f വരും. ശരിയല്ലേ? 2/f പ്ലസ് അത് മൈനസ് വാല്യൂ ആണ് വരിക, അത് നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അത് കൊടുക്കാം. പ്ലസ് 1/f. ശരിയല്ലേ? ഇത് ഞാൻ F1ഉം ഇത് F2 അങ്ങനെ തന്നെയല്ലേ ഇത്? ഓക്കെ. സോ 1/f ഇസ് ഈക്വൽ ടു, നമുക്ക് പോസിറ്റീവ് ഫോക്കൽ ലെങ്ത് ഉള്ള ഈ കോൺവെക്സിനല്ലേ, അപ്പോൾ അതിന്റെ ഫോക്കൽ ലെങ്ത് ആദ്യം എഴുതാം. ദാറ്റ് ഈസ് 1/20 മൈനസ് ഇടാനുള്ള കാരണം എന്താ? ഇത് കോമ്പിനേറ്റ് ചെയ്യുന്നത് പ്ലാനോ കോൺകേവ് ആണ്, കോൺകേവിന്റെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണ്. അപ്പോൾ അവിടെ മൈനസ് വരും. മൈനസ് 2 തവണ ആ ലെൻസിലൂടെ പാസ് ചെയ്യുന്നതുകൊണ്ട് ഒരു 2 വരും. 2 ഇൻറ്റു 1/f ആണ് വരിക. അപ്പോൾ 1/f എന്ന് പറയുമ്പോൾ അവിടെ ഡിവൈഡഡ് ബൈ മൈനസ് അവിടെ നമ്മൾ ഇട്ടല്ലോ 20 ഡിവൈഡഡ് ബൈ 0.6 വരും. അപ്പോൾ ഈ 0.6 മുകളിലേക്ക് പോകും. സോ 1/f ഇസ് ഈക്വൽ ടു 1/20 മൈനസ് 2 ഇൻറ്റു 0.6 ഡിവൈഡഡ് ബൈ 20. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/20 മൈനസ് 0.6 ഇൻറ്റു 2 ചെയ്യുമ്പോൾ നമുക്ക് 1.2 കിട്ടും. 1.2/20 കിട്ടും. അപ്പോൾ ഡിനോമിനേറ്റേഴ്സ് കോമൺ ആയതുകൊണ്ട് 1/f ഇസ് ഈക്വൽ നമുക്ക് എത്ര കിട്ടൂടാ? 0.2 ഡിവൈഡഡ് ബൈ 20 കിട്ടും. മൈനസ് വരും, കാരണം 1ൽ നിന്നും 1.2 സബ്ട്രാക്ട് ചെയ്താൽ -2 ആണ് വരിക, -0.2 ആണ് വരിക. അപ്പോൾ f ഇസ് ഈക്വൽ എത്ര കിട്ടൂടാ? 20 ഡിവൈഡഡ് ബൈ മൈനസ് ഉണ്ട് 20 ഡിവൈഡഡ് ബൈ 0.2. 20 divided by 0.2 ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? -100. ഇറ്റ്സ് വെരി ക്ലിയർ ദാറ്റ്. സോ ഫൈനൽ ആൻസർ ഇസ് ഓപ്ഷൻ 4 -100 സെന്റിമീറ്റർ. റേഡിയസ് സെന്റിമീറ്ററിലായതുകൊണ്ട് ഫോക്കൽ ലെങ്ത്തും സെന്റിമീറ്ററിലായിരിക്കും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പിന്നെ യൂണിറ്റ് ഇല്ലല്ലോ. ശരിയല്ല മക്കളെ? ഇതാണ് കുറച്ച് ചെയ്യാനുള്ളൊരു ചോദ്യം. സെഷൻ ബി ആയതുകൊണ്ട് അത്യാവശ്യം നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ കുറച്ച് ചെയ്യാനുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. ബാക്കി നമ്മൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാൽക്കുലേറ്റ് ദ മാക്സിമം ആക്സിലറേഷൻ ഓഫ് എ മൂവിംഗ് കാർ സോ ദാറ്റ് എ ബോഡി ലൈ ഓൺ ദ ഫ്ലോർ ഓഫ് ദ കാർ റിമൈൻ സ്റ്റേഷനറി. സ്യൂഡോ ഫോഴ്സിന്റെ കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഞാൻ ഇങ്ങനെ വരച്ച് കാണിച്ചു തരാം. ഒരു കാറ്, ഈ കാറ് മുന്നോട്ടേക്ക് പോവുകയാണ്. ആ കാറിന്റെ റൂഫ് ടോപ്പിൽ നമുക്കൊരു ഒബ്ജക്റ്റ് വെക്കാം, അല്ലെങ്കിൽ അതിന്റെ ഫ്ലോറിൽ എവിടെയായാലും കുഴപ്പമൊന്നുമില്ല. ഇത് മുന്നോട്ടേക്ക് പോകുമ്പോൾ ഈ മുകളിൽ വെച്ച ഒബ്ജക്റ്റിന് പുറകോട്ടേക്ക് ഒരു സ്യൂഡോ ഫോഴ്സ് ഫീൽ ചെയ്യും. ആ സ്യൂഡോ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? മാസ് ഓഫ് ദ ബോഡി ഇൻടു ആക്സിലറേഷൻ ഓഫ് ദ ഫ്രെയിം, ആക്സിലറേഷൻ ഓഫ് ദ കാർ. അപ്പൊ ഇത് പുറകോട്ടേക്ക് പോകുമ്പോൾ അത് പുറകോട്ടേക്ക് വീഴാതിരിക്കണമെങ്കിൽ ആ സ്യൂഡോ ഫോഴ്സിനെ ബാലൻസ് ചെയ്യേണ്ടത് ആരാ? ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ the acceleration of the car, the block remain stationary on the floor. അപ്പോൾ റിമൈൻ സ്റ്റേഷനറി ആണെങ്കിൽ ആ ഫോഴ്സ് ബാലൻസ്ഡ് ആണ്. അപ്പോൾ MA ഈസ് ബാലൻസ്ഡ് ബൈ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു μmg. M ക്യാൻസൽ ആവും. ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു μg. അപ്പോൾ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു μ എത്രടാ? 0.15 ഇസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. g എത്ര? 10. അപ്പോൾ 0.15 into 10 ദാറ്റ് ഈസ് 1.5 meter per second square. Option 4 is the correct answer. Okay. And next one is 38. നെറ്റ് ഇമ്പിഡൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അവിടെ ഇൻഡക്ടർ ഉണ്ട്, കപ്പാസിറ്റർ ഉണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്, XL ഉണ്ട്, XC ഉണ്ട്, R ഉണ്ട്. അപ്പോൾ √XL - XC ഹോൾ സ്ക്വയർ പ്ലസ് R സ്ക്വയർ വരും. അപ്പോൾ XL XC സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. ഇതിൽ കുറച്ച് ചെയ്യാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫ്രീക്വൻസി ലീനിയർ ഫ്രീക്വൻസി അതാണ്. അപ്പോൾ ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ എന്ന് പറയുമ്പോൾ 2π ആ വരിക. അപ്പോൾ 2π × 50 വരും. അപ്പോൾ ഒമേഗ എന്ന് പറയുന്നത് 100π ആണ് വരിക. അതൊന്ന് നോക്കി വെച്ചാൽ മതി. ഇനി ഞാൻ XL കണ്ടുപിടിക്കാം. നോക്കണേ മക്കളെ, XL എന്ന് പറഞ്ഞാൽ L ഒമേഗ അല്ലേ? L എന്ന് പറയുന്നത് 50 ഡിവൈഡഡ് ബൈ π മില്ലി ഹെൻറി ആണ്. അപ്പോൾ ഇൻറ്റു 10⁻³ ഉണ്ടാവും ഇൻറ്റു 100π. ഒമേഗ L ഒമേഗ. അപ്പോൾ അതിൽ പൈയും ക്യാൻസൽ ആവും, പൈയും ക്യാൻസൽ ആവും. അതുപോലെ 10⁻³ 3യും 3 പൂജ്യവും കട്ട് ചെയ്യുക. അപ്പോൾ XL ഇസ് ഈക്വൽ ടു നിങ്ങൾക്ക് എത്ര കിട്ടും? 5 കിട്ടും. ഇതുപോലെ നമുക്ക് XC കണ്ടുപിടിക്കാം. XC എന്താ വരിക? 1/c ഒമേഗ. 1/c എത്രടാ? 10⁻³ ഡിവൈഡഡ് ബൈ π മൈക്രോ ഫാരഡ്. അപ്പോൾ 10⁻⁻6 ഉണ്ടാവും ഇൻറ്റു ഒമേഗ. ഒമേഗ നമുക്ക് കിട്ടിയ എത്ര? 100π അല്ലേ? അപ്പോൾ പൈയും ക്യാൻസൽ ആയി. ഈ 2 പൂജ്യവും 10⁻³ കൂടെ ചേർത്ത് 10⁻5 ആവും. ആ 10⁻5ഉം -6ഉം കട്ട് ചെയ്താൽ -1 ആണ് വരിക. അപ്പോൾ XC ഈക്വൽ ടു 1/10⁻⁻1 മുകളിലേക്ക് പോയാൽ 10 കിട്ടും. അപ്പോൾ നമുക്ക് XL കിട്ടിക്കഴിഞ്ഞു, XCയും കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഏതാ വലുത്? XC ആണ് വലുത്. അപ്പോൾ ഇവിടെ കപ്പാസിറ്റർ ആണ് ഡോമിനൻസ് വരിക. അപ്പോൾ അവിടെ കറണ്ട് ആയിരിക്കും ലീഡ് ചെയ്യുക. പക്ഷെ നമുക്ക് അതിന്റെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. നമുക്ക് വേണ്ടത് ഇമ്പിഡൻസ് ആണ്. ഇമ്പിഡൻസ് ഇസ് ഈക്വൽ ടു √XC - XL വരും. അപ്പോൾ അവിടെ 10 - 5 സ്ക്വയർ വരും. പ്ലസ് റെസിസ്റ്റൻസ് 100 ആണ്. ഇറ്റ്സ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. 100 സ്ക്വയർ വരും. 100 സ്ക്വയർ എന്ന് പറയുമ്പോൾ 10 ആണ്. 10 സ്ക്വയർ വരും. അപ്പോൾ Z ഇസ് ഈക്വൽ ടു 25ഉം 100ഉം 125 വരും. 125 നമുക്ക് എന്ത് ചെയ്യാം? 5 × 25 എന്ന് എഴുതാം. അപ്പോൾ Z ഇസ് ഈക്വൽ ടു 25ന്റെ റൂട്ട് എടുത്താൽ നമുക്ക് 5 കിട്ടും. 5 √5 Ω വരും. 5 √5. ദാറ്റ് ഇസ് ഓപ്ഷൻ 4 ഇസ് ദ കറക്റ്റ് ആൻസർ. 38 ഓപ്ഷൻ 4. നെക്സ്റ്റ് 39 പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനുള്ള ഒരു ചോദ്യമാണ്. ഇത് കാണുമ്പോൾ ഡൈപോൾ ആണ്. ഡൈപോൾ ആയിട്ട് നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാം, അല്ലെ ഓരോ ചാർജിനെയും സെപ്പറേറ്റ് എടുത്തിട്ടും ട്രീറ്റ് ചെയ്യാം. അതാണ് കുറച്ചുകൂടെ ബെറ്റർ. സോ നോക്ക്,
ഇവിടെ ഒരു പ്ലസ് ക്യൂ ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ക്യൂ ഉണ്ട്. നമുക്ക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കേണ്ടത് ഈ പോയിന്റിലാണ്. ആ ക്വസ്റ്റിൽ ഒരു ട്രിക്കി ആയ ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം ഇൻ 10⁻² വോൾട്ട്. ഇൻ 10⁻² വോൾട്ടിൽ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ ട്രിക്കി എന്താണെന്നുള്ളത് നമുക്ക് സോൾവ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഈ പ്ലസ് ക്യൂ ചാർജ് കൊണ്ടുള്ള പൊട്ടൻഷ്യൽ നമുക്ക് KQ ഡിവൈഡഡ് ബൈ അവിടേക്കുള്ള ഡിസ്റ്റൻസ്, ചാർജിൽ നിന്നും ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്. ഡൈപോളുടെ സെന്ററിൽ നിന്നും ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് 5 സെന്റിമീറ്റർ ആണ്. ഡൈപോളുടെ സെന്ററിൽ നിന്നും ആ ചാർജിലേക്കുള്ള ഡിസ്റ്റൻസ് 3 ആണ്. അങ്ങനെ ആകുമ്പോൾ ഈ ചാർജിൽ നിന്നും ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് വരിക 5 - 3 വരും. ദാറ്റ് ഈസ് 2 സെന്റിമീറ്റർ വരും. 2 × 10⁻². അത് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് പോസിറ്റീവ് പൊട്ടൻഷ്യൽ ആയിരിക്കും. ഇനി നെഗറ്റീവ് ചാർജ് ഉണ്ട് ഇവിടെ, അയാളുടെ പൊട്ടൻഷ്യൽ കൂടെ കൺസിഡർ ചെയ്താൽ തീർന്നു. നെഗറ്റീവ് ചാർജിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഒബ്വിയസ്ലി ഇത് നോക്കൂ, ഇത് എത്ര 3 ആണ് വരിക, പിന്നെ ഒരു 5ഉം കൂടെ, അപ്പോൾ 3ഉം 5ഉം കൂടെ 8 ആവും. അപ്പോൾ അത് -KQ ഡിവൈഡഡ് ബൈ 8 × 10⁻² വരും. എന്തുകൊണ്ടാണ് മൈനസ് വന്നെന്ന് മനസ്സിലായല്ലോ, ഇത് നെഗറ്റീവ് ചാർജ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് KQനെ കോമൺ ആക്കി പുറത്തേക്ക് എഴുതാം. KQ 10⁻² കോമൺ ആക്കി പുറത്തേക്ക് എഴുതാം. പിന്നെ എന്താ ഉണ്ടാവുക, 1/2 - 1/8. അപ്പോൾ അവിടെ 4/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ മുകളിൽ വരിക 4 - 1 3 ആണ് വരിക, ഡിനോമിനേറ്ററിൽ 8 ആണ് വരിക. ഈ 10⁻² മുകളിലേക്ക് വരുമ്പോൾ +2 ആവും. അപ്പോൾ KQ × 10⁻². നമുക്ക് ആൻസർ വേണ്ടത് 10⁻² വോൾട്ട് ഫോമിലാണ്. അപ്പോൾ 10⁻² ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളത് എന്താണോ അതാണ് നമുക്ക് ആൻസർ ആയിട്ട് ഓപ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഓപ്ഷൻ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഏതാ, KQ × 3/8. KQ × 3/8 ചെയ്താൽ നമുക്ക് ഏതാ ആൻസർ വരിക, ഓപ്ഷൻ 3/8 KQ. ഓപ്ഷൻ 2 അല്ലടാ, സെറ്റ് അല്ലേ, ഓപ്ഷൻ 2 വരും. ആൻഡ് ഹിയർ ഇസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് NCERT ചോദ്യമാണ്, ഇലക്ട്രോണിക്സിലെ ലോജിക് ഗേറ്റ്സിലെ ടിപ്പിക്കൽ ചോദ്യമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 2 രീതിയിൽ നമുക്കിത് ചെയ്യാം. നിങ്ങൾ എങ്ങനെ ചെയ്തെന്ന് അറിഞ്ഞുകൂടാ. നമുക്ക് ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് ഓപ്ഷനിൽ നോക്കിയിട്ട് വെരിഫൈ ചെയ്യാം ഏത് ഓപ്ഷനാണ് വരിക എന്നുള്ളത്. അല്ലാതെ നമുക്ക് ബൂലിയൻ എക്സ്പ്രഷൻ വെച്ചിട്ടും ചെയ്യാം. നോക്ക്, ഇത് നോട്ട് ഗേറ്റ് ആണ്, അപ്പോൾ ഇതെന്താവും, A ബാർ ആവും. ഇത് നോട്ട് ഗേറ്റ് ആണ്, അപ്പോൾ ഇത് B ബാർ ആവും. ഇത് രണ്ടും കൂടെ പോകുന്നത് എന്തിലേക്കാണ്, നാൻഡിലേക്കാണ്. അപ്പോൾ അതെന്താ വരിക, A ബാർ ഡോട്ട് B ബാർ ഹോൾ ബാർ വരും. ഇത് ഡി മോർഗൻസ് തിയറം പ്രകാരം A + B വരും. A + B എന്ന് പറഞ്ഞാൽ എന്ത് ഗേറ്റാ, ഓർ ഗേറ്റ് ആണ്. അപ്പോൾ ഏതാ ആൻസർ വരിക, ഓപ്ഷൻ 3 ഇസ് ദ കറക്റ്റ് ആൻസർ. ഇനി ഇതിൽ 1ഉം 2ഉം വാല്യൂസ് ഇൻപുട്ട് ഇട്ട് കൊടുത്തിട്ട് ഔട്ട്പുട്ട് എന്ന് വരുന്ന ട്രൂ ടേബിൾ നോക്കിയാൽ നമുക്ക് കിട്ടും ഓപ്ഷൻ 3 ആണ് വരിക, ഓർ ഗേറ്റിന്റെ ട്രൂ ടേബിൾ ആണ് വരിക. സോ അത് ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. സോ 40 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. സോ 41 ക്വസ്റ്റ്യൻ. മക്കളെ നമസ്കാരം. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടിരിക്കുകയാണെന്ന് എനിക്ക് 100% ഉറപ്പാണ്. കാരണം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കോൺസെപ്റ്റും ക്വസ്റ്റ്യൻസും മാത്രം തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. 10 ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യാൻ ഞാൻ പോകുന്നത്. പാർട്ട് ബിയിലെ 41 തൊട്ട് 50 വരെ. എളുപ്പം തന്നെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. 41ാമത്തെ ക്വസ്റ്റ്യൻ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നിന്നാണ്. പറഞ്ഞിട്ടുണ്ട് വെയിറ്റേജ് കൂടിയ ഒരു ചാപ്റ്റർ തന്നെയാണ്. എന്താ ചോദിച്ചിരിക്കുന്നത്, 10 റെസിസ്റ്റേഴ്സ് ഈച്ച് ഓഫ് റെസിസ്റ്റൻസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് ആൻഡ് ബാറ്ററി ഓഫ് EMF E. മക്കളെ സീരീസിലാകുമ്പോൾ നമുക്കറിയാം R ഇക്വലൻ്റ് എന്ന് പറയുന്നത് 10R ആണ്. സെല്ലുമായിട്ട് ഒരു EMF ഉള്ള ബാറ്ററിയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടുത്തെ കറണ്ടിനെ I1 എന്ന് വിളിക്കുന്നു. EMF E ആണ്, ഡിവൈഡഡ് ബൈ ഈക്വലൻ്റ് റെസിസ്റ്റൻസ് 10R ആണ്. സിമ്പിളായിട്ട് പറയാം. ഇനി അടുത്ത കേസിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, അവരെ നിങ്ങൾ എഗെയിൻ ആ സെയിം സെല്ലുമായിട്ട് പാരലലി കണക്ട് ചെയ്തു. പാരലൽ കണക്ട് ചെയ്താൽ R ഇക്വലൻ്റ് എന്ന് പറയുന്നത് R/10 ആണെന്ന് എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ കറണ്ട് I2 എന്ന് പറയുന്നത് EMF ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് R/10 ആണ്. അപ്പോൾ 10 മുകളിൽ കൊടുത്തു. ഓക്കെ ആണല്ലോ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, ദ കറണ്ട് ഇൻക്രീസ്ഡ് n ടൈംസ് ആയിട്ട് മാറി. കാരണം പാരലൽ ആകുമ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറയും. അങ്ങനെയാണെങ്കിൽ കറണ്ട് ഒബ്വിയസ്ലി ഇൻക്രീസ് ചെയ്യും. അങ്ങനെ n ടൈംസ് ആയിട്ട് മാറിയെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് n എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇവിടുന്ന് I1 എന്ന് പറയുന്നത് E/10R അല്ലേ മക്കളെ. നിങ്ങൾ സിമ്പിളി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിൻ്റെ ന്യൂമറേറ്ററിൽ ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടുന്ന് ഇവനും കട്ടായിപ്പോയി. അപ്പോൾ അത് E/R എന്ന് കിട്ടി. നിങ്ങൾ സിമ്പിളി I2നെ ഇങ്ങോട്ടൊന്ന് എടുത്തേ, അത് 10E/R എന്ന് തന്നെ അല്ലേ. നിങ്ങൾ ഇവനെയും ന്യൂമറേറ്ററിൽ അപ്പോൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് 100E/R എന്ന് കിട്ടിയില്ലേ. E/R എന്ന് പറഞ്ഞാൽ I1 അല്ലേ. ഇപ്പം നമുക്ക് E/R I1 അല്ലേ. അപ്പോൾ അത് 100 ടൈംസ് I1 ആയിട്ട് മാറിയില്ലേ. അപ്പോൾ 100 ടൈംസ് ആണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. ഓപ്ഷൻ C വളരെ സിമ്പിളായിട്ട് പിക്ക് ചെയ്യാൻ പറ്റും. കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എഗെയിൻ നമുക്ക് കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നിന്ന് അടുത്ത ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ സന്തോഷമുണ്ട്. കാരണം നമ്മൾ ക്ലാസ്സിലും ലൈവിലും ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ്റെ അതേ പാറ്റേൺ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്, 0 ഡിഗ്രി സെൽഷ്യസിൽ റെസിസ്റ്റൻസ്, 0 ഡിഗ്രി സെൽഷ്യസിലെ റെസിസ്റ്റൻസ് എത്രയാണ്, 2 ഓം ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആണോ? അതേപോലെ 80 ഡിഗ്രി സെൽഷ്യസിൽ അത് 6.8 ആയിട്ട് മാറി. 6.8 ആയിട്ട് മാറി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്
t ഈക്വൽ ടു R0 ഇൻറ്റു 1 പ്ലസ് ആൽഫ ഡെൽറ്റ ടി ആണ് അല്ലേ? ഡെൽറ്റ ടി അല്ലേടാ മക്കളെ? യെസ്. ആർ ടി എത്രടാ? ആർ ടി എന്ന് പറയുന്നത് 6.8 ആണ്. R0 എത്രയാണ്? R0 എന്ന് പറയുന്നത് 2 ആണ്. ഇൻറ്റു 1 പ്ലസ് ആൽഫ ഡെൽറ്റ ടി. 0യിൽ നിന്ന് 80യിലേക്കാണ് എത്തിച്ചത്. അപ്പോൾ ഡെൽറ്റ ടി എന്ന് പറയുന്നത് 80 ആണ്. സോ ഇൻറ്റു 80 എന്ന് കിട്ടും. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ 2ഉം 6.8 കൂടെ കട്ട് ചെയ്താൽ ഇത് 3.4 എന്ന് കിട്ടും. സോ അവിടുന്ന് 80 ആൽഫ എന്ന് പറയുന്നത് 3.4 മൈനസ് 1 ആണ്. സോ നിങ്ങൾക്ക് 2.4 എന്ന് കിട്ടും. സോ അവിടുന്ന് ആൽഫ എന്ന് പറയുന്നത് 2.4 ഡിവൈഡഡ് ബൈ 80. 2.4 ഡിവൈഡഡ് ബൈ 80 വാല്യൂ ഈസ് 0.03 എന്ന് കിട്ടും. ഓക്കെ ആണോ? 0.03 എന്ന് പറയുമ്പോൾ ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ 4. 3 ഇൻറ്റു 10⁻². വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതൊക്കെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ അല്ലേ മക്കളെ? 1 ഡയമെൻഷനിൽ നിന്നുമാണ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? എന്താ ചോദിച്ചിരിക്കുന്നത്? ഹൊറിസോണ്ടൽ ബ്രിഡ്ജ്. ഇതൊരു ബ്രിഡ്ജ് ആണെന്ന് നമുക്ക് അങ്ങ് അസ്യൂം ചെയ്യാം. ആ ബ്രിഡ്ജിന്റെ മുകളിൽ ഒരാൾ നിൽക്കുന്നു. എന്നിട്ട് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞു അവൻ്റെ കയ്യിൽ ഒരു സ്റ്റോൺ ഉണ്ട്. അവൻ അതെടുത്ത് എങ്ങോട്ട് എറിഞ്ഞു? എ സ്റ്റുഡൻറ് സ്റ്റാൻഡിങ് ഓൺ ദ ബ്രിഡ്ജ് ആൻഡ് ത്രോസ് എ ബോൾ വേർട്ടിക്കലി അപ്വേർഡ്. മുകളിലോട്ടാണ് എറിഞ്ഞത്. മുകളിലോട്ട് എറിയുമ്പോൾ തന്നെ ഇയാൾ നിൽക്കുന്ന പോയിന്റ് ആണ് നമ്മൾ ഒറിജിനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്വേർഡ് ഉള്ള വെലോസിറ്റി പോസിറ്റീവായിട്ട് എടുത്തു. എന്നിട്ട് ഈ സ്റ്റോൺ മുകളിൽ പോയി ഇവിടെ ഗ്രൗണ്ടിൽ എവിടെയോ വന്ന് വീണു. ഓക്കെ, താഴെ വന്ന് വീഴാനെടുത്ത ടൈം എത്രയാണ്? താഴെ വീഴാനെടുത്ത ടൈം 4 സെക്കൻഡ് ആണ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്വേർഡ് എറിഞ്ഞ വെലോസിറ്റി തന്നിട്ടുണ്ട് 4 m/s². ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഈ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എത്ര? സോറി, ബ്രിഡ്ജ് ഇവിടെ ഗ്രൗണ്ടിൽ നിന്നും എത്ര ഹൈറ്റിലാണ്? ബ്രിഡ്ജ് ഗ്രൗണ്ടിൽ നിന്നും എത്ര ഹൈറ്റിലാണ്? അങ്ങനെയല്ലേ ചോദിച്ചിരിക്കുന്നത്. ദ ബോൾ സ്ട്രൈക്സ് ദ വാട്ടർ സർഫസ് അറ്റ് 4 സെക്കൻഡ്. 4 m/s² എറിഞ്ഞു. 4 സെക്കൻഡിന് ശേഷം ഗ്രൗണ്ടിൽ വന്ന് വീണു. ദ ബോൾ സ്ട്രൈക്സ് ദി വാട്ടർ സർഫസ് അറ്റ് 4 സെക്കൻഡ്. ദ ഹൈറ്റ് ഓഫ് ദ ബ്രിഡ്ജ് എബവ് ദ സർഫസ്. ഹൈറ്റ് ഓഫ് ദ ബ്രിഡ്ജ് എബവ് ദ സർഫസ്. ഈ ഹൈറ്റ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്താ? S is equal to ut plus half at square. H downward ആണ്. സോ മൈനസ് h which is equal to u upward ആണ്. ut മൈനസ് ഹാഫ് g(t²). g ഓൾവേസ് നെഗറ്റീവ് ആണ്. ഓക്കെ അല്ലേ? സോ വിച്ച് ഈസ് ഈക്വൽ ടു u എത്രയാണ് മക്കളെ? 4. t എത്രയാണ്? t തന്നിട്ടുണ്ട്. എത്രയാ? 4 സെക്കൻഡ് ആണ്. സോ 4 മൈനസ് ഹാഫ് ഇൻറ്റു g10 ആണ്. ടിയുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4ന്റെ സ്ക്വയർ 16. ഇവനെയും കൂടെ കട്ട് ചെയ്താൽ നമുക്ക് 8 എന്ന് കിട്ടും. 4 × 4 16 മൈനസ് 80. മക്കളെ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മൈനസ് 64 എന്ന് കിട്ടും. മൈനസ് h ആണ് -64. therefore h is equal to simply 64 മീറ്റർ. ഓപ്ഷൻ 4. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 44. എന്താ ചോദിച്ചിരുന്നത്? എ ബുള്ളറ്റ് ഫ്രം എ ഗൺ ഈസ് ഫയർഡ് ഓൺ എ റെക്ടാങ്കുലർ വുഡൻ ബ്ലോക്ക്. ഒരു വുഡൻ ബ്ലോക്ക് ഉണ്ട്. ആ വുഡൻ ബ്ലോക്കിലേക്ക് നിങ്ങൾ ഒരു ബുള്ളറ്റ് ഫയർ ചെയ്തു. വിത്ത് ആൻ ഇനിഷ്യൽ വെലോസിറ്റി അവർ തന്നിട്ടുണ്ട്. എത്രയാണ്? വിത്ത് ആൻ ഇനിഷ്യൽ വെലോസിറ്റി u. ഓക്കെ അല്ലേ? ഒരു u വെലോസിറ്റിയിൽ നമ്മൾ ഫയർ ചെയ്തു. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? വെൻ ദ ബുള്ളറ്റ് ട്രാവൽ 24 സെൻറ്റിമീറ്റർ ത്രൂ ദ ബ്ലോക്ക് എലോങ് ദി ലെങ്ത് ഹൊറിസോണ്ടലി. അതായത് ഇവിടെ 24 സെൻറ്റിമീറ്റർ ആണ് അവൻ ട്രാവൽ ചെയ്തിരിക്കുന്നത്. അപ്പോഴത്തേക്ക് അവൻ്റെ സ്പീഡ് എത്ര ആയിട്ട് മാറി? u/3 ആയിട്ട് മാറി. ഇവിടുന്ന് എൻട്രി എടുത്ത സ്പീഡ് u ആണ്. 24 സെൻറ്റിമീറ്റർ ട്രാവൽ ചെയ്തപ്പോൾ അവൻ്റെ സ്പീഡ് u/3 ആയിട്ട് മാറി. സിമ്പിൾ കോൺസെപ്റ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി എന്താ ബാക്കി എന്താ അവർ ചോദിച്ചിരിക്കുന്നത്? വെലോസിറ്റി u/3 ആയി. Then it further penetrate into the block in the same direction before coming to rest. നമുക്ക് അസ്യൂം ചെയ്യാം ഇവൻ ഇവിടുന്ന് ഇവിടെ വരെ ട്രാവൽ ചെയ്തു. ബിഫോർ കമ്മിങ് ടു റെസ്റ്റ് എന്ന് പറയുമ്പോൾ ഫൈനൽ വെലോസിറ്റി v'0 ആയിട്ട് മാറി. യെസ്. അപ്പോൾ ഈ റിമൈനിങ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ആണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇനി എന്താ അവർ ചോദിച്ചിരിക്കുന്നത്? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് അല്ല നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. യെസ്, ദ ടോട്ടൽ ലെങ്ത്. അതായത് നമ്മൾ ഈ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഈ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എസ് നിങ്ങൾ കണ്ടുപിടിക്കണം. ആ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എസ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഈ 24 കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അതാണ് കോൺസെപ്റ്റ്. ഇനി ഇത് നോർമലി ഒരു സ്റ്റുഡൻറ്റ് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ സ്പീഡ് ഇനിഷ്യൽ സ്പീഡ് അറിയാം, ഫൈനൽ സ്പീഡ് അറിയാം, ഇവിടുത്തെ ഡിസ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? റിട്ടാർഡേഷൻ കണ്ടുപിടിക്കാം. v² - u² = 2as. അവിടെ നിന്ന് റിട്ടാർഡേഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടുന്ന് നിങ്ങൾക്ക് ബുള്ളറ്റിൻ്റെ റിട്ടാർഡേഷൻ കിട്ടും. എന്നിട്ട് ആ ബുള്ളറ്റിൻ്റെ റിട്ടാർഡേഷൻ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കാരണം ഇതെന്ന് പറയുന്നത് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ആണ്. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കാണാനുള്ള ജനറൽ ഇക്വേഷൻ എന്താ? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കാണാൻ u² / 2a. u എന്ന് പറയുമ്പോൾ ഈ സ്പീഡാണ് എടുക്കുന്നത്. അവിടുത്തെ ഇനിഷ്യൽ സ്പീഡ് u/3 ആണ്. ജനറലി നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഷോർട്ട് കട്ട് മെത്തേഡാണ്. ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്, പറഞ്ഞു തരാം. അവൻ ആദ്യം ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എക്സ്, ഇനിഷ്യൽ സ്പീഡ് u ആയിരുന്നു. യുവിൽ നിന്ന് അത് u/3 ആയിട്ട് മാറി. അത് കഴിഞ്ഞ് അല്ലെങ്കിൽ ജനറൽ ഇക്വേഷൻ എടുക്കാം, u/n ആയിട്ട് മാറി. അപ്പോൾ ആദ്യം ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എക്സ് ആണ്. റിമൈനിങ് അവൻ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് y ആണെന്ന് വിചാരിക്കുക. നിങ്ങളോട് ചോദിക്കുകയാണ് ആ y കണ്ടുപിടിക്കാൻ. അപ്പോൾ y കണ്ടുപിടിക്കാൻ ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്, x / n² - 1. അപ്പോൾ x എന്ന് പറയുന്നത് എത്രയാണ്?
24 ആണ്. ആദ്യം ട്രാവൽ ചെയ്ത് 24 ആണ്. n എന്ന് പറഞ്ഞാൽ u ബൈ n ആവണം. അപ്പോൾ u ഇവിടെ u ബൈ 3 ആണ്. അപ്പോൾ n എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 മൈനസ് 1, സോ 24 ഡിവൈഡഡ് ബൈ 8 എന്ന് കിട്ടും. സോ നമുക്കത് 3 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഇപ്പോൾ ട്രാവൽ ചെയ്ത ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആണ്. ഓൾറെഡി 24 ട്രാവൽ ചെയ്തു, ഇപ്പം 3 കൂടി ട്രാവൽ ചെയ്തു. 24 + 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 27. എന്താണ് മക്കളെ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പലതവണ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ, സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 45ലേക്ക് പോകാം. ദ സാറ്റലൈറ്റ് ഈസ് ഓർബിറ്റിംഗ് ജസ്റ്റ് അബവ് ദ സർഫസ് ഓഫ് ദി എർത്ത്. ടൈം പീരീഡ് T ആണ്. ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. അപ്പോൾ ടൈം പീരീഡ് ഇക്വേഷൻ അവിടെ ചുമ്മാ അങ്ങ് എഴുതുക. ടൈം പീരീഡ് 2π × √, എന്താ, r³ ഡിവൈഡഡ് ബൈ gm. കാരണം നിയറസ്റ്റ് ടു ദി എർത്ത് സർഫസ് ആണ് അവർ പറയുന്നുണ്ട്. ഓക്കെ, ഇഫ് d is the density of the earth and g is universal gravitational constant, the quantity 3π/gd represent ആ ചോദിച്ചേക്കുന്നത്. മക്കളെ, ഇവിടെ ഡെൻസിറ്റിയുടെ ടേമിലാണ് ടൈം പീരീഡ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടൈം പീരീഡ് ഡെൻസിറ്റിയുടെ ടേമിലേക്ക് ആക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ കാണുന്ന മാസിനെ ഡെൻസിറ്റി ഇൻറ്റു വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. വോളിയം എർത്തിൻ്റെ ആണ്. അപ്പോൾ അവിടെ വോളിയം എന്ന് പറയുന്നത് 4/3 πr³ എന്ന് എഴുതണം. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടൈം പീരീഡിന് കിട്ടുന്ന ഒരു ഇക്വേഷനാണ് 2π × √3 ഡിവൈഡഡ് ബൈ 4πgd. ഇത് ഡയറക്റ്റ്, ആക്ച്വലി ഇതും ഡയറക്റ്റ് ഇക്വേഷൻ നമ്മൾ പഠിപ്പിക്കുന്ന ഇൻ ടൈംസ് ഓഫ് ഡെൻസിറ്റിയിൽ. ഡൗട്ടുള്ളവർ എന്ത് ചെയ്യണം? മാസിനെ ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്നാക്കുക. വോളിയത്തിന് 4/3 πr³ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. ഇനി നമുക്ക് ഇവനെ കൊടുക്കാം. ആ 2π അകത്തേക്ക് കൊടുത്താൽ ടൈം പീരീഡിൻ്റെ ജനറൽ ഇക്വേഷൻ ഇങ്ങനെ കിട്ടും. ആ 2π അങ്ങ് അകത്തേക്ക് കൊടുക്കൂ. സോ അല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും. എന്ത് കിട്ടും? വിച്ച് ഈസ് ഈക്വൽ ടു √3π ഡിവൈഡഡ് ബൈ gd. ഓക്കെ അല്ലേ? നിങ്ങൾ നോക്ക്, ഇതെന്ന് പറയുന്നത് ശ്രദ്ധിച്ച് നോക്കുക. ഈ പൈനെ നമ്മൾ അകത്തേക്ക് അങ്ങ് കൊടുക്കുന്നു. അകത്തേക്ക് കൊടുക്കുമ്പോൾ π² വരും. ഈ പൈനെ നിങ്ങൾ അകത്തേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു π² വരും. അപ്പോൾ ഇവിടെ നിന്ന് ഒരു π² ഇവനെ കൂടെ കട്ട് ചെയ്ത് കളയാം. ഓക്കെ അല്ലേ? ഇനി ഈ 4 പുറത്തേക്ക് എടുക്കുമ്പോൾ 2 ആകും. അപ്പോൾ ഈ 2 ആയിട്ടാണ് കട്ട് ചെയ്യുക. അപ്പോൾ 3π ഡിവൈഡഡ് ബൈ gd എന്ന് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ സ്ക്വയർ എന്ന് എടുത്ത് t² = 3π ഡിവൈഡഡ് ബൈ gd എന്ന് വരും. 3π ഡിവൈഡഡ് ബൈ gd ആരെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നാണ് ചോദിച്ചത്? t². സിമ്പിൾ അല്ലേടാ? സിമ്പിളായിട്ട് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 thin lenses are of same focal length but one is convex and other is concave. ഒരാൾ കോൺവെക്സ് ആണ്, ഒരാൾ കോൺകേവ് ആണ്. when they are placed in contact with each other, equivalent focal length of the combination will be. equivalent focal length ആ ചോദിച്ചത്. ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. 1/f equivalent എന്ന് പറയുന്നത് എന്താ? 1/f1 + 1/f2 ആണ് അല്ലേ? 2 thin lenses are same focal length ആണ്. പക്ഷേ ഒരാൾ എന്താ? കോൺവെക്സ് ആണ്, അടുത്ത ആൾ കോൺകേവ് ആണ്. ഒരാളുടെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണ്, അടുത്ത ആളുടെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണ്. സോ 1/f 1/-f ആണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 0 എന്ന് കിട്ടും. 1/f equivalent ആ 0. നമ്മളോട് ചോദിച്ചത് f equivalent ആ മക്കളെ. അത് 1/0 ആടാ. 1/0 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആടാ. ഓപ്ഷൻ 1. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. വളരെ ക്ലീൻ ആയിട്ട് ചെയ്തു പോകാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 47. ഡയറക്ഷൻ പ്രോപ്പറായിട്ട് നോക്കിയാൽ മതി. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. എ വെരി ലോങ് കണ്ടക്ടിങ് വയർ ഈസ് ബെൻഡ് ഇൻ എ സെമി സർക്കുലർ ഷേപ്പ് ഫ്രം A to B ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് പോയിന്റ് P. ആ പോയിന്റ് ശ്രദ്ധിക്കണം. പോയിന്റ് P ഇവിടെയാണ്. യെസ്, പോയിന്റ് P ഫോർ എ സ്റ്റഡി കറണ്ട് കോൺഫിഗറേഷൻ ഈസ് ഗിവൺ ബൈ. മക്കളെ ഇവിടെ ശ്രദ്ധിച്ച് നോക്കുക. നിങ്ങൾ ഈ കണ്ടക്ടർ എടുത്താൽ നമുക്കറിയാം അവൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്, നിങ്ങൾ കണ്ടക്ടറിൻ്റെ കറണ്ടിൻ്റെ ഡയറക്ഷനിൽ തമ്പ് ഹോൾഡ് ചെയ്ത് നോക്കുക. ഫീൽഡ് എങ്ങനെയായിരിക്കും? ഇവിടെ ഒബ്വിയസ്ലി ഫീൽഡ് ഇൻ ടു ദി ഫീൽഡ് ആയിരിക്കും. അപ്പോൾ അവൻ തരുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് μ0I ഡിവൈഡഡ് ബൈ 4πr ആണ്. μ0I ഡിവൈഡഡ് ബൈ 4πr ആണ് അല്ലേ? ഇനി ശ്രദ്ധിച്ച് നോക്കുക. ഈ കണ്ടക്ടറോട് ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കിക്കേ. കൺസിഡർ ചെയ്ത് നോക്കിയേ. നിങ്ങൾ കറണ്ട് I എടുക്കുമ്പോഴത്തേക്ക് പോയിന്റ് Pയുടെ പോർഷൻ നോക്കിയാൽ അതും ഇൻ ടു ദ ഫീൽഡ് തന്നെയാണ്. രണ്ടുപേരും സെയിം ഫീൽഡ്, സെയിം ഡയറക്ഷനാണ് തരുന്നത്. അപ്പോൾ അത് 2 times μ0I by 4πr എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ? ഇനി ശ്രദ്ധിച്ച് നോക്കേണ്ട കാര്യം, ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഇവിടെ നമുക്കൊരു സെമി സർക്കുലാർ പാത്ത് തന്നിട്ടുണ്ട്. അത് നോക്കുമ്പോൾ നമുക്കറിയാം ഫീൽഡ്, നിങ്ങൾ എന്താ കറണ്ട് പോകുന്ന ഡയറക്ഷനിലേക്ക് ഫിംഗർ കേൾ ചെയ്ത് നോക്കുക, ഫീൽഡ് ഔട്ട് ഓഫ് ദി ആണ്. അപ്പോൾ ഇവൻ തരുന്ന ഫീൽഡ് ആക്ച്വലി ഔട്ട് ഓഫ് ദി ആണ്. അപ്പോൾ ഔട്ട് ഓഫ് ദി എന്ന് പറയുമ്പോൾ അവൻ്റെ ഫീൽഡ് സെമി സർക്കിളിൻ്റെ നമുക്കറിയാം എത്രയാണത്? μ0I ഡിവൈഡഡ് ബൈ 4r ആണ്. μ0I ഡിവൈഡഡ് ബൈ 4r ആണ്. ശ്രദ്ധിച്ച് നോക്കിക്കേ. ഇവനെയും കൂടെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു 2 കിട്ടും. ഇത് ഡിനോമിനേറ്ററിൽ 4r ആണ്, ഇത് 2πr ആണ്.
പൈ എന്ന് പറയുമ്പോൾ 3 പോയിന്റ് സംതിങ് ആണ്. അപ്പോൾ എഗെയിൻ അത് 2 × 3 എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിൽ ഒരു 6 അപ്രോക്സിമേറ്റ് കയറി വരും. ഒബ്വിയസ്ലി ഇവൻ്റെ വാല്യൂ കൂടുതലാണ് അല്ലേ. അപ്പോൾ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ ഇവരുടെ ഡിഫറൻസ് എടുക്കണം അല്ലേ. കാരണം ഇത് ഇൻറ്റു ദ ഫീൽഡ് പ്രോപ്പർട്ടിയും ഇത് ഔട്ട് ഓഫ് ദ ഫീൽഡ് പ്രോപ്പർട്ടിയും ആണ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ആണോ? ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേടാ? സെറ്റ് അല്ലേ? ഐ എം റിയലി സോറി. ഇത് ഇൻറ്റു ദ ഫീൽഡ് അല്ല, ഇത് ഔട്ട് ഓഫ് ദ ഫീൽഡ്. കാരണം ഇവൻ്റെ ഏതാണ് ഔട്ട് ഓഫ് ദ ഫീൽഡ്, ഇവൻ്റെ ഏത് ഇൻറ്റു ദ ഫീൽഡ്. ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്കൊരു കാര്യം പറയാൻ പറ്റും, ഈ ഔട്ട് ഓഫ് ദ ഫീൽഡാണ് കൂടുതൽ. ഒബ്വിയസ്ലി ഓപ്ഷനകത്ത് ഡിഫറൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഫക്റ്റീവ് മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട് ഓഫ് ദി ആയിരിക്കണം. അപ്പോൾ ഔട്ട് ഓഫ് ദി ആയിരിക്കണം ഇഫക്റ്റീവ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾ നോക്കിക്കേ, ഡിഫറൻസ് എടുത്ത് പോയിന്റ് എവേ ഫ്രം ഔട്ട് ഓഫ് ദി വരുന്ന ഒരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ തന്നെ ഓപ്ഷൻ 4 പിക്ക് ചെയ്യാം. ഇനി ഡൗട്ട് ഉള്ളവർ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. μ0I/4R കോമൺ ആയിട്ട് പുറത്തെടുത്താൽ ഇൻറ്റു ഇവിടെ ആരുമില്ല, മൊത്തത്തിലെടുത്തു 1 - ഇവിടെ ഡിനോമിനേറ്ററിൽ 4R എടുക്കാനില്ലായിരുന്നു. അപ്പോൾ താഴെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഒബ്വിയസ്ലി നിങ്ങൾ അവിടെ ന്യൂമറേറ്ററിൽ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2/π എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാം. സിംപ്ലി ഓപ്ഷൻ 4 പിക്ക് ചെയ്യാം. 47ാമത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ് എന്ന് ഞാൻ പറയുന്നില്ല, അത് മാത്രം കുറച്ച് ചെയ്യാനുള്ളതുണ്ട്. ബാക്കിയൊക്കെ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് സിമ്പിളാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓസിലേഷനിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദി എക്സ്ടി ഗ്രാഫ് ഓഫ് എ പാർട്ടിക്കിൾ പെർഫോമിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈസ് ഷോൺ ഇൻ ദ ഫിഗർ. ദി ആക്സിലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് t = 2 സെക്കൻഡ്. ആക്സിലറേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ആക്സിലറേഷൻ അറ്റ് 2 സെക്കൻഡ് എന്നാണ്. നിങ്ങളിവിടെ നോക്കിക്കേ, 2 സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഇവിടെ പീക്കിലെത്തി. ആക്സിലറേഷൻ എന്ന് പറയുന്നത് -ω² ആണ്. സോ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു -ω²y. നിങ്ങളിവിടെ ശ്രദ്ധിച്ച് നോക്കണം, ഈ ഇക്വേഷനിൽ നിന്നും y എന്ന് പറയുന്ന ഗ്രാഫിൽ നിന്നും 1 എന്ന് കിട്ടും, y എന്ന് പറയുന്നത് 1 കിട്ടും. ഇനി എന്ത് കണ്ടുപിടിക്കണം? ഒമേഗ കൂടി കണ്ടുപിടിച്ചാൽ മതി നമുക്ക്. ഒമേഗ എന്ന് പറയുന്നത് എത്രയാ? 2π/t ആണ്. t എന്ന് പറയുന്നത് ടൈം പീരീഡ്, അത് 8 ആണ്. സോ ഇത് നിങ്ങൾക്ക് 2π/8 that is equal to π/8 എന്ന് കിട്ടും. ഓക്കെ അല്ലേ മക്കളെ? ഒമേഗ π/8 എന്ന് കിട്ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ, π/8² അല്ലേ. π/8 അല്ല, ഇവിടെ ഒരു 2 ഉണ്ട്, ഇവനെ കൂടെ കട്ട് ചെയ്താൽ ഇത് 4 എന്ന് കിട്ടും. സോ ഇത് കട്ട് ചെയ്താൽ ഇത് π/4 ആണ് അല്ലേ, π/4 ആണ്. സോ ഇത് π/4 ആണ്. ഇൻറ്റു y എന്ന് പറയുന്നത് 1 ആണ്. സോ -π² -π² ഓപ്ഷൻ 1 എടുക്കാം. സിമ്പിൾ അല്ലേടാ മക്കളെ? സിമ്പിളായിട്ട് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ 49. എ വയർ ക്യാരിങ് എ കറണ്ട് I along the positive x-axis. വയർ ഇങ്ങനെ വെച്ചു, കറണ്ട് പോകുന്നത് along the positive x-axis ആണ്. അപ്പോൾ കറണ്ട് along I cap. ഓക്കെ, ഇഫ് ഇറ്റ് കെപ്റ്റ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് B തന്നിട്ടുണ്ട് 2I + 3J - 4K. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി മാഗ്നറ്റിക് ഫോഴ്സ് കാണാനുള്ള ജനറൽ ഇക്വേഷൻ എന്താ? F = I × L × B എന്നെടുക്കാം. സോ വിച്ച് ഈസ് ഈക്വൽ ടു I × L × B. ശ്രദ്ധിച്ചിരിക്കണം, കറണ്ട് പോകുന്നത് എലോങ് ദി ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ആണ്. അപ്പം ലെങ്ത് എന്ന് പറയുന്നത് എലോങ് I ക്യാപ്പിലായിരിക്കും. അപ്പോൾ L എന്ന് പറയുന്നത് L × I ക്യാപ്പ് ക്രോസ് B നമുക്കറിയാം 2I + 3J - 4K അല്ലേ. സോ എഴുതാം I × L × ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയേ, ഇവിടെ I × I 0 പോയി അല്ലേ. അടുത്തത് I × J K ആണ്, ആണോ? I × J K ആണ്. അപ്പോൾ അതെന്ത് കിട്ടും? 3L K ക്യാപ്പ് എന്ന് കിട്ടും അല്ലേ. 3L K ക്യാപ്പ് എന്ന് കിട്ടും. അടുത്തത് എന്താ? I × K ആക്ച്വലി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, I × K എന്ന് പറയുന്നത് -J ആണ്. പിന്നെ ഇവിടെ ഓൾറെഡി ഒരു മൈനസ് കൂടെ ഉണ്ട്. അപ്പോൾ -× പ്ലസ് ആയി. സോ +4LJ എന്ന് കിട്ടി. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ മക്കളെടാ, ഇവിടുന്ന് രണ്ടിടത്തുനിന്നും കോമൺ ആയിട്ട് L കോമൺ ആയിട്ട് പുറത്തെടുക്കാം. അപ്പോൾ I × L × 3K ക്യാപ്പ് + 4J ക്യാപ്പ് എന്ന് കിട്ടി. അപ്പോൾ ഇവൻ്റെ മാഗ്നിറ്റ്യൂഡ് √3² + 4² ആണ്. അപ്പോൾ √9 + 16 that is equal to 25. അപ്പോൾ റൂട്ട് എടുക്കുമ്പോൾ 5 എന്ന് കിട്ടും. സോ ആൻസർ ഈസ് 5IL ഓപ്ഷൻ 4 പിക്ക് ചെയ്യാം. ഓക്കെ അല്ലടാ മക്കളെ? സിമ്പിളായിട്ട് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ആ ക്രോസ് പ്രോഡക്റ്റ് എടുക്കാൻ മാത്രം ഒന്ന് അറിഞ്ഞിരുന്നാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഫിസിക്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പാർട്ട് B ഡിസ്കഷൻ നമ്മൾ ഇതോടെ തീരുകയാണ്. ശ്രദ്ധിച്ചിരിക്കുക. 50ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ദ റേഡിയസ് ഓഫ് ദ ഇന്നർമോസ്റ്റ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഈസ്
5.3 into 10 raised to minus 11 meter. What is the radius of the third allowed orbit of the hydrogen എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തേർഡ് അലൗഡ് ഓർബിറ്റ് അല്ലേ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം Rn ഈക്വൽ ടു ഡയറക്റ്റ് ഇക്വേഷൻ ആണ് R0 ഇൻറ്റു n സ്ക്വയർ. ഓക്കെ, R0 നമുക്ക് നോക്കിക്കേ തന്നിട്ടുണ്ട്. എത്രയാണ്? 5.3 ഇൻറ്റു 10 raised to minus 11 മീറ്റർ ആണ്. നമുക്ക് ആംസ്ട്രോങ്ങിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻറ്റു 10 raised to, സോ ഇതെത്ര വരും മക്കളെ? 0.53 ആംസ്ട്രോങ് എന്ന് വരും. 0.53 ആംസ്ട്രോങ്. സോ R0 0.53 ഇൻറ്റു 53 ആംസ്ട്രോങ് ഇൻറ്റു n സ്ക്വയർ. എത്രാമത്തെ ഓർബിറ്റാ? തേർഡ് അലൗഡ് ഓർബിറ്റ് ആണ്. സോ 3 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 9. മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 9, 5 അപ്രോക്സിമേറ്റ് 4 വരും. സോ 4.77 ആംസ്ട്രോങ് എന്ന് എടുക്കാം. മക്കളെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 50ാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ് മക്കളെ? ഓപ്ഷൻ 1. മക്കളെ സത്യത്തിൽ ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആത്മാർത്ഥമായിട്ട് പഠിച്ച ഏതൊരു സ്റ്റുഡൻറ്റിനും അത്യാവശ്യം ചെയ്തെടുക്കാവുന്നതേ ഉള്ളായിരുന്നു. നമ്മുടെ സൈലത്തിൽ ഡിസ്കസ് ചെയ്ത കുറേ നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഡയറക്റ്റ് വാല്യൂസിൽ ചെറിയ മാറ്റം വന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സോ മക്കളെ ഓൾ ദ ബെസ്റ്റ്. ഹായ് ഓൾ. അപ്പോൾ എല്ലാവരും ഫിസിക്സിൻ്റെ ആൻസർ കീ എല്ലാം കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കെമിസ്ട്രി സെക്ഷനിലേക്ക് വരാം. അപ്പോൾ കെമിസ്ട്രി മിക്ക കുട്ടികളോടും നമ്മൾ സംസാരിച്ചപ്പോൾ നമുക്ക് കിട്ടിയത്, അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വർഷവും ഈ വർഷവുമായിട്ട് കമ്പയർ ചെയ്തപ്പോൾ കണ്ടത് ഒരു കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതെല്ലാ കുട്ടികൾക്കും അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ എന്നാലും പൊതുവേ അത് എളുപ്പമായിട്ടുള്ള പേപ്പർ തന്നെയായിരുന്നു. നമുക്ക് നോക്കിപ്പോകാം, പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പറഞ്ഞു പോകാം. നോക്കൂ, ആദ്യത്തത് മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. അപ്പോൾ കോക്ക് അവിടെ തന്നിട്ടുണ്ട്. കോക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ മെറ്റലർജിയിലൊക്കെ എന്തായിട്ട് റെഡ്യൂസിങ് ഏജൻ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ എ എന്ന് പറയുന്നതിൻ്റെ ഓപ്ഷൻ എന്ത് വരും? 3. വി ക്യാൻ ടേക്ക് ദിസ്. അടുത്ത ഡയമണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം sp3 ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ നമ്മൾ നേരെ എങ്ങോട്ട് പോകണം? B1. അപ്പോൾ A3 ആണ്, B എന്താണ്? 1 ആണ്. ഫുള്ളറിൻ നമുക്കറിയാം ഫുട്ബോൾ അല്ലേ, കേജ് ലൈക്ക് സ്ട്രക്ചർ. സോ വി ഹാവ് C is 4. ആൻഡ് ഡി നമ്മൾ നോക്കുകയാണെങ്കിൽ ഡി ആരാണ് കുട്ടികളെ? ഗ്രാഫൈറ്റ് അല്ലേ. ഗ്രാഫൈറ്റ് നമ്മൾ എന്തായിട്ടാണ് ഉപയോഗിക്കുക? ലൂബ്രിക്കൻ്റ് ആയിട്ടല്ലേ ഉപയോഗിച്ചത്. അപ്പോൾ A3 B1, ഡി ഏതാ വരിക? 2. ഇങ്ങനൊരു ഓപ്ഷനാണ് നമ്മുടെ ആൻസർ കീ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം A3 B1 C4 D2. വേറെ ഒന്നും അവിടെ സംസാരിക്കാൻ വേണ്ടിയിട്ടില്ല. ഹോപ്പ് ദാറ്റ് യു ആർ ഡൺ വിത്ത് ദിസ് ക്വസ്റ്റ്യൻ. ലെറ്റ്സ് ഗോ വിത്ത് നെക്സ്റ്റ് വൺ. നോക്കിയേ എല്ലാവരും, എന്താ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം നമുക്ക് കുറേ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. ബട്ട് ദിസ് ഇസ് വൺ ഓഫ് ദ ഈസിയസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അസേർഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു. മെറ്റാലിക് സോഡിയം ഡിസോൾവ് ഇൻ ലിക്വിഡ് അമോണിയ ഗിവിംഗ് എ ഡീപ്പ് ബ്ലൂ സൊല്യൂഷൻ. നമ്മൾ പഠിച്ചു ആൽക്കലി മെറ്റൽസ് വെൻ ദ ഡിസോൾവ് ഇൻ ലിക്വിഡ് അമോണിയ അല്ലേ, അവരെന്ത് ചെയ്യുന്നു? ബ്ലൂ കളർ തരുന്നു, അവർ പാരാമാഗ്നറ്റിക് ആണ് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് തീർച്ചയായും ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ എല്ലാവരും. ഡീപ്പ് ബ്ലൂ സൊല്യൂഷൻ, they are saying first of all deep blue solution, then it is paramagnetic. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. എന്താണ് രണ്ടാമതൊരു പറയുന്നത്? ദ ഡീപ്പ് ബ്ലൂ സൊല്യൂഷൻ ഈസ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് അമൈഡ്. തീർച്ചയായിട്ടും നമുക്കറിയാം രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയല്ല. കാരണം അവിടെ നമുക്ക് ഈ ബ്ലൂ കളർ കിട്ടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് അമോണിയേറ്റഡ് electrons, and these electrons are unpaired so that they are paramagnetic. This is what we studied there. So of course we know option 1 is correct. Assertion is correct. എന്നാൽ രണ്ടാമത്തെ റീസൺ എന്തല്ല അല്ലേ, ശരിയല്ല. അപ്പം നമ്മൾ ഏതിലേക്ക് പോകണം? A is true but R is false. അപ്പം നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ 4. മുന്നോട്ടേക്ക് പോകാമല്ലോ. ലെറ്റ്സ് ഗോ വിത്ത് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കൂ, ഇൻ ദ ഗിവൻ കോമ്പൗണ്ട്. നോക്കൂ, ഇതൊക്കെ NCERT നമ്മൾ സെക്കൻഡ് ഇയറിൽ ഹാലോ ആൽക്കെയിൻസ് പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ആൽക്കഹോൾസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഹാലോ ആൽക്കെയിൻസിൻ്റെയും ആൽക്കഹോൾസിൻ്റെയും ഫ്രണ്ട് പാർട്ട് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് അവരുടെ ആ കോമ്പൗണ്ട്സ് ആണ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് വിനൈൽ ഹാലൈഡ് പഠിച്ചിട്ടുണ്ട്, അലൈൽ ഹാലൈഡ് പഠിച്ചിട്ടുണ്ട്, ബെൻസൈലിക് ഹാലൈഡ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ചില ആൾക്കാരൊക്കെ ഇതിൽ നോക്കൂ, വളരെ പെട്ടെന്ന് വായിക്കുകയാണെങ്കിൽ നമുക്കിതൊരു വിഷയം ബെൻസൈൽ ഹാലൈഡോ അറൈൽ ഹാലൈഡോ ഒക്കെ എടുത്തൊന്നും. പക്ഷേ നിങ്ങൾ നോക്കുക, വന്നിരിക്കുന്നത് ഇവിടെയാണ് നമ്മുടെ ഡബിൾ ബോണ്ട്. ആ ഡബിൾ ബോണ്ട് തൊട്ടപ്പുറത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ബെൻസൈലല്ല, ഇത് അറയിലല്ല, ഇതാരാണ്? ഡെഫിനറ്റ്ലി ഇത് അലയിലാണ് അല്ലേ. അപ്പം നമ്മുടെ ഓപ്ഷൻ നമ്മൾ പോകേണ്ടത് ഓപ്ഷൻ 4ലേക്കാണ്, അലൈലിക് ഹാലൈഡ്സ്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. 53 is done. Next let's go with the 54.
നോക്കൂ, some tranquilizers are listed below. Which one from the following belongs to barbiturate? ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ആ കുട്ടി അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെ നമുക്ക് ഇവിടെയും നമ്മുടെ ആൻസർ എന്ത് തന്നെയാണ്? വെറോണാലാണ്. വെറോണോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സെക്കനോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ എന്താണ്? ട്രാൻക്വിലൈസേഴ്സിൽ എക്സാമ്പിളായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ബിലോങ്സ് ടു ബാർബിട്രേറ്റ്? ഓർ ആൻസർ ഈസ് വെറോണോൾ. Okay, let's go with the next question. Next question, നോക്കൂ, ഐഡൻറ്റിഫൈ ദ പ്രൊഡക്റ്റ് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ. നമ്മൾ ഈ റിയാക്ഷൻ നോക്കുമ്പോൾ നമുക്കറിയാം നമ്മളിത് രണ്ട് സ്ഥലത്താണ് പഠിച്ചത്. ഒന്ന് നമ്മൾ പഠിച്ചത് ഹാലോ ആൽക്കൈൻസിൽ പഠിച്ചു, അതുപോലെ തന്നെ നമ്മൾ എവിടെ പഠിച്ചു? അമീൻസിൽ ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിൻ്റെ സ്റ്റോറിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സി വാട്ട് ഈസ് ദ അൾട്ടിമേറ്റ് റിയാക്ഷൻ ഹാപ്പൻസ് ദെയർ? ഡെഫിനറ്റ്ലി നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ആദ്യമുള്ളത് ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ്. See, I'm just writing here benzene disonium chloride N2 plus Cl minus. ഇതിലേക്ക് നമ്മൾ ആരെ ആഡ് ചെയ്യുന്നു? Cu2 Br2 ബാർ HBr. മക്കളെ, നമ്മൾ ഈ റിയാക്ഷനെ ഒരു പേരും വിളിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എല്ലാ ക്ലാസ്സുകളിലും ക്രാഷ് ബാച്ച് ആണെങ്കിലും റിപ്പീറ്റർ ബാച്ച് ആണെങ്കിലും റെഗുലർ ബാച്ച് ആണെങ്കിലും wherever we have discussed the same question, you know, this reaction is called Sandmeier's reaction. And as a result of Sandmeier's reaction, you know, you are getting the product bromobenzene. So we get the product bromobenzene. ഈ ബ്രോമോബെൻസീനിലേക്ക് നമ്മൾ അടുത്ത് ആരെ ആഡ് ചെയ്യുകയാണ്? മെഗ്നീഷ്യം ആഡ് ചെയ്യുകയാണ്. സോ വെൻ എവർ യു ആർ ആഡിങ് മെഗ്നീഷ്യം ടു ദിസ്, യു നോ, യു ആർ ഗെറ്റിംഗ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് ബെൻസീൻ റിങ്ങിൽ അല്ലേ മെഗ്നീഷ്യം വരുന്നു. പിന്നെ അതിനകത്ത് ആരും വരുന്നത്? ബ്രോമിനും. അടുത്ത സ്റ്റെപ്പിൽ അവരെന്താ ചെയ്യുന്നത്? നോക്കൂ, വാട്ടർ ആഡ് ചെയ്യുകയാണ്. ഗ്രിഗ്നാർഡ് റീജിയനിലേക്ക് വാട്ടർ ആഡ് ചെയ്യുമ്പോൾ സ്ഥിതി നമ്മളെല്ലാവരും ആലോചിച്ച് നോക്കുക, നമുക്ക് എന്താ കിട്ടുക? ഇറ്റ് വിൽ ബി ജസ്റ്റ് ലൈക്ക് ദിസ്. ഇവിടേക്ക് ആര് പോകുന്നു? OH പോകുന്നു. ഇവിടേക്ക് ആര് പോകുന്നു? H പോകുന്നു. ആൻഡ് വാട്ട് ഈസ് ദ അൾട്ടിമേറ്റ് പ്രൊഡക്റ്റ് യു ഗെറ്റ്? നോക്കൂ, നമുക്ക് ബെൻസീൻ റിങ്ങിലേക്ക് ആര് വന്ന് കണക്ട് ചെയ്തു? ഹൈഡ്രജൻ വന്ന് കണക്ട് ചെയ്തു. എന്ന് പറഞ്ഞാൽ അത് ആര് തന്നെയാണ്? ഹൈഡ്രജൻ തന്നെയാണ്. സോ ഡെഫിനറ്റ്ലി യു നോ യുവർ ആൻസർ ഈസ് ഓപ്ഷൻ 3. വേറെ ഓപ്ഷനോട് എടുക്കാൻ വേണ്ടി നമുക്കില്ല. സോ ഇതിലൊന്നും ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ കുഴയ്ക്കുന്ന തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യനും അല്ല നമ്മളിപ്പോൾ കണ്ട 5 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, മുന്നോട്ടേക്ക് നമുക്ക് പോകാം. സി വാട്ട് അബൌട്ട് ദ നെക്സ്റ്റ് വൺ? സി ഹിയർ, കംപ്ലീറ്റ് ദ ഫോളോയിങ് റിയാക്ഷൻ. നമുക്കറിയാം ഇത് ചോദിച്ചിരിക്കുന്നത് ആൽഡിഹൈഡ്സ് കീറ്റോൺസ് എന്ന പാർട്ടിൽ നിന്നാണ് അല്ലെ. അവർ എന്ത് റിയാക്ഷൻ വിധേയമാവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദി അണ്ടർഗോസ് ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മൾ നോക്കുന്നു, നമ്മൾ എഴുതുന്നു ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻ. സി വി ഹാവ് 6-membered ring and then we have a double bond O. അതിലേക്ക് നമ്മൾ ആരെ ആഡ് ചെയ്തു? We added HCN. Then you know what's the product we got there? നോക്കണം നമുക്ക് കിട്ടിയ പ്രൊഡക്റ്റ് എന്താണെന്ന്. We got like this, one side OH and the next side what? CN. അടുത്ത് നമ്മൾ ആഡ് ചെയ്യുന്നത് ഇവിടെ ആരെയാണ്? കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആണ്. അപ്പോൾ 2 ആക്ഷനാണ് അവിടെ ഒരുമിച്ച് നടക്കുന്നത് അല്ലേ. ഒന്ന് അവിടെ ഡിഹൈഡ്രേഷൻ നടക്കും, അതുപോലെ തന്നെ CN ആരാക്കി മാറ്റുകയും ചെയ്യും, COH ആക്കി മാറ്റുകയും ചെയ്യും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഹിയർ OH ഈസ് ദെയർ ആൻഡ് ഹിയർ H ഓർ ഹിയർ H. ഡെഫിനറ്റ്ലി വാട്ട് വിൽ ഹാപ്പൻ ദെയർ? ഡീഹൈഡ്രേഷൻ ഓൾസോ വിൽ ടേക്ക് പ്ലേസ്. അപ്പോൾ നമുക്ക് CN എന്ന് പറയുന്ന പാർട്ട് എന്തായി മാറുന്നു? COH ആയി മാറുന്നു. ആൻഡ് ഇമ്മീഡിയറ്റ്ലി നെക്സ്റ്റ് ദാറ്റ് യു വിൽ ഗെറ്റ് എ ഡബിൾ ബോണ്ട്. അങ്ങനെ ഒരു ഓപ്ഷൻ മാത്രമേ നമുക്ക് അവിടെ എന്തുള്ളൂ? സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൂ. Okay, so question number 56 is done. Your answer is option 1. Let's go with the next question. Nogo, the stability of copper 2 plus is more than copper plus salt in aqueous solution is due to. നോക്കൂ, നമ്മുടെ NCERT-യിൽ നമ്മുടെ D and F ബ്ലോക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് പലയിടത്തും പല രീതിയിൽ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് ഈ ചോദ്യം നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ചിലയിടത്ത് അവർ പറയുന്നുണ്ട് കോപ്പർ 2 പ്ലസിൻ്റെ ഹൈഡ്രേഷൻ എൻതാൽപ്പി ഈസ് വെരി ലെസ് ടു കോമ്പൻസേറ്റ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ മറ്റു ചില സ്ഥലത്ത് പറയുന്നു കോപ്പർ 2 പ്ലസിൻ്റെ ഹൈഡ്രേഷൻ എൻതാൽപ്പി ഈസ് ഹയർ. പിന്നെ നമ്മുടെ D and F ബ്ലോക്കിൻ്റെ ടേബിൾ തന്നിട്ടുണ്ട് കോപ്പർ 2 പ്ലസിനും നിക്കൽ 2 പ്ലസിൻ്റെയും ഹൈഡ്രേഷൻ എൻതാൽപ്പി മാക്സിമം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കോപ്പർ 2 പ്ലസ് എന്തുകൊണ്ട് സ്റ്റേബിളായി അല്ലേ? അപ്പോൾ അത് നമ്മുടെ NCERT-ൽ വളരെ വ്യക്തമായൊരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു തന്നിട്ടുണ്ട്. സി യുവർ ആൻസർ ഈസ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഹയർ ഹൈഡ്രേഷൻ എനർജി. ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഹയർ ഹൈഡ്രേഷൻ എനർജി. ഓക്കെ, ഡയറക്റ്റ് നമ്മൾ ഈ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യനും എവിടെ നിന്ന് തന്നെയാണ്? ഡയറക്റ്റ് ഫ്രം NCERT, നോട്ട് ഫ്രം എനിവെയർ എൽസ്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കൂ, ദ റൈറ്റ് ഓപ്ഷൻ ഫോർ ദി മാസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ഹീറ്റിംഗ് 20 gram ഓഫ് 20% പ്യുവർ ലൈം സ്റ്റോൺ ഈസ്. നമുക്കറിയാം നമ്മുടെ ചോദ്യം സം ബേസിക് കൺസെപ്റ്റ് ആണ്. സം ബേസിക് കൺസെപ്റ്റിൽ എന്ത് ചെയ്യുക? ഡീകമ്പോസിഷൻ നടക്കുകയാണ്. അപ്പോൾ സ്റ്റോഷ്യോമെട്രി എന്ന പാർട്ടിൽ നിന്നാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. സോ നോക്കുക,
കാൽസ്യം കാർബണേറ്റ് ഡിസോസിയേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ആരെയെല്ലാം കിട്ടി? വി ഗോട്ട് കാൽസ്യം ഓക്സൈഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ. നമ്മളുടെ അടുത്ത് സാമ്പിളിന് ഒരു പ്രത്യേകതയുണ്ട്, അതാണ് ഇവിടുത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. നോക്കൂ എല്ലാവരും, 20 ഗ്രാം 20% ആണ്. അപ്പോൾ ഈ 20 ഗ്രാം 20% മാത്രമേ നമുക്ക് എന്തുള്ളൂ? പ്യുവർ ഉള്ളൂ. സോ വാട്ട് ഈസ് 20% ഓഫ് 20? അത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? കാണുക. അപ്പോൾ 20% ഓഫ് 20 by 100 ഇൻറ്റു വാട്ട് വി ഹാവ് 20 അല്ലേ, ഇതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഇതും കട്ട് ചെയ്യുമ്പോൾ 5, സോ വി ഹാവ് 4 ഗ്രാം. അപ്പം നമ്മുടെ സാമ്പിൾ എത്രയേ ഉള്ളൂ? 4 ഗ്രാമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എഴുതാം. വാട്ട് ഈസ് ഇക്വേഷൻ? കാൽസ്യം കാർബണേറ്റ് ഡിസോസിയേറ്റ് ചെയ്താൽ യു ആർ ഗെറ്റിംഗ് ഓൺലി 1 mole ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓൺലി 1 mole ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, നമ്മളിതിൻ്റെ സ്റ്റോഷിയോമെട്രി നോക്കുകയാണെങ്കിൽ ഇയാൾ എത്രയാണ്? 100 ഗ്രാം അല്ലേ. You know what is the molecular mass of calcium carbonate is 100 gram, and carbon dioxide, what is the weight of carbon dioxide? It's a 44 gram. So it's a 44 gram. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കുക, ഹിയർ നമ്മൾ എടുത്തിരിക്കുന്നത് 4 gram ആണ്. 4 gram എടുത്താൽ എത്ര കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും? So let's calculate this. So whenever you calculate 100 by 4 is equal to 44 by x. So this and this can be cancelled, you will get 25. So we get x is equal to 44 divided by what comes there? 25. 44 divided by 25 അല്ലേ. അപ്പം നമുക്കിതിൽ ആൻസേഴ്സ് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്, സോ വി ഹാവ് ടു ഡു ദ കാൽക്കുലേഷൻ ഫോർ ദിസ്. ഓഫ് കോഴ്സ് യു ക്യാൻ സീ ദാറ്റ് യുവർ ഓപ്ഷൻ കംസ് എസ് വിച്ച് വൺ? ഓപ്ഷൻ 3. ലെറ്റ്സ് ഗോ വിത്ത് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കൂ, ദ കണ്ടക്ടിവിറ്റി ഓഫ് എ സെൻറ്റിമോളാർ. നോക്കൂ, നമ്മൾ ക്ലാസ്സിലൊക്കെ എന്താണ് സെൻറ്റിമോളാർ എന്നൊക്കെ നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെൻറ്റിമോളാർ, പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് 0.01 molar. So we have centimolar solution of a KCl. Okay, conductivity. Adinte conductivity thannittund. So I can write K is given, K is equal to 0.0210. അല്ലേ? പിന്നെന്താ, റെസിസ്റ്റൻസ് ഓഫ് ദ സെൽ ദാറ്റ് ഈസ് ഓൾസോ ഗിവൻ. അത് എത്രയാണ്? റെസിസ്റ്റൻസ് ഈക്വൽ 60 അല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മളെല്ലാവരും പഠിച്ച ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മൾ പഠിച്ച ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വാട്ട് വി റോട്ട് ലൈക്ക് ദിസ്, K is equal to 1/R into L/A, where L/A is എന്താണ്, സെൽ കോൺസ്റ്റന്റ് അല്ലേ നമ്മൾ വിളിച്ചത്. അങ്ങനെയാണെങ്കിൽ വാട്ട് വി കൻ റൈറ്റ്, L/A equals K into R. So what is the value of K? 0.0210 അല്ലേ, into what comes there, 60, or else what you can write 0.21 into 6 എന്നല്ലേ വരുന്നത്. 0.21 into 6 എന്നല്ലേ. ഓഫ് കോഴ്സ് നമ്മൾ ആൻസർ ഏതാ മക്കളെ വരിക? ഓപ്ഷൻ 4 ആണ് വരിക. ഓക്കെ, അപ്പോൾ 59. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് തന്നെ ആൻസർ. എക്സാം ഈസ് മച്ച് ബെറ്റർ. Yes. Okay, let's go to the last question which I need to discuss. നോക്കട്ടെ, which among the following option is correct graphical representation of Boyle's law? മക്കളെ നോക്കൂ, NCERT-ൽ തന്നിരിക്കുന്ന അതേ ഗ്രാഫ് നമ്മുടെ സൊല്യൂഷനിൽ നമ്മൾ ഫിഗർ നമ്പർ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. അതേ ഗ്രാഫിനെ കുറിച്ചിട്ടാണ് അവർ ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, ഏതാണ് ഗ്രാഫ് അല്ലേ? സോ പി നമുക്കറിയാം, ബോയ്ൽസ് ലോ അല്ലേ. സോ പി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു, പി കൂടിയാൽ എന്ത് ചെയ്യുക, വോളിയം കുറയും എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് പിയും വിയും തമ്മിലുള്ള ഗ്രാഫാണ് നമ്മൾ നോക്കേണ്ടത്. ഓപ്ഷൻ 1 വരില്ല, കാരണം അവിടെ തന്നിരിക്കുന്ന ഗ്രാഫ് പിയും ടിയും തമ്മിലാണ്. ദാറ്റ്സ് നോട്ട് അവർ ആൻസർ അല്ലേ. പിന്നെ നമുക്കുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം, പി എഗൻസ്റ്റ് വി. അപ്പോൾ ഈ ഗ്രാഫിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ടെമ്പറേച്ചർ കൂടുമ്പോൾ പിൻ്റെ വാല്യൂവും വിൻ്റെ വാല്യൂവും കൂടുകയാണ് വേണ്ടത്. പക്ഷേ ഇവിടെ നേരെ റിവേഴ്സ് ആണ് തന്നിരിക്കുന്നത്. സോ ദിസ് കനോട്ട് ബി സെലക്റ്റഡ്. അപ്പോൾ നമുക്ക് പി എഗൻസ്റ്റ് 1/v ഗ്രാഫ്, ഇത് നമ്മുടെ NCERT-ൽ അതേപോലെ തന്നിട്ടുള്ള ഗ്രാഫാണ്. സോ നമ്മുടെ ഓപ്ഷൻ ഏതാണ്? 60. അപ്പോൾ ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ പ്രിയങ്കരനായ സുരേഷ് സാർ ലൈനിൽ ചേരുന്നതായിരിക്കും എന്നോട്. താങ്ക് യു. ഹായ് മക്കളെ, 61ാമത്തെ ചോദ്യം മുതലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 61ാമത്തെ ചോദ്യം പറയുന്നത്, വിച്ച് എമംഗ്സ് ദ ഫോളോയിങ് മോളിക്യൂൾ ഓൺ പോളിമറൈസേഷൻ പ്രൊഡ്യൂസസ് നിയോപ്രിൻ. സോ നിയോപ്രിൻ ആണ്, നിങ്ങൾക്കറിയാം നിയോപ്രിൻ്റെ മോണോമർ എന്ന് പറയുന്നത് ക്ലോറോപ്രിൻ ആണ്. ക്ലോറോപ്രിൻ എന്ന് പറയുന്നതിൻ്റെ മോളിക്യുലർ ഫോർമുല അല്ലെങ്കിൽ സ്ട്രക്ചർ ഓപ്ഷൻ 3യിലുണ്ട്. ഇതാണ് ക്ലോറോപ്രിൻ. സോ ഓപ്ഷൻ 3 ഈസ് റൈറ്റ് ആൻസർ. ഓക്കെ, എല്ലാവർക്കും ഇത് കിട്ടിയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. 62ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻസ് വിൽ നോട്ട് ഗീവ് പ്രൈമറി അമീൻ ആസ് ദ പ്രൊഡക്റ്റ്. പ്രൈമറി അമീൻ പ്രൊഡക്റ്റായി തരാത്തത് ഏത്? അപ്പോൾ ആൻസറായിട്ട് വരേണ്ടത് ഓപ്ഷൻ 4 ആണ്. കാരണം ഇതൊരു ഐസോസയനൈഡാണ്. ഐസോസയനൈഡുകളെ നമ്മൾ റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ സെക്കൻഡറി അമീൻ ആണ് ഫോം ചെയ്യുക.
സോ ഓപ്ഷൻ 4 ഒരിക്കലും പ്രൈമറി അമീൻ അല്ല വരിക. ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ മക്കളെ, 63 ഒരു അസേഷൻ റീസൺ ടൈപ്പ് ചോദ്യമായിരുന്നു. എ റിയാക്ഷൻ ക്യാൻ ഹാവ് 0 ആക്ടിവേഷൻ എനർജി. NCERT വെച്ചുകൊണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. ഓക്കെ, റീസൺ പറയുന്നത് ദ മിനിമം എക്സ്ട്രാ എമൗണ്ട് ഓഫ് എനർജി അബ്സോർബ്ഡ് ബൈ റിയാക്ടന്റ് മോളിക്യൂൾ സോ ദാറ്റ് ദെയർ എനർജി ബിക്കംസ് ഈക്വൽ ടു ത്രെഷോൾഡ് വാല്യൂ ഇസ് കോൾഡ് ആക്ടിവേഷൻ എനർജി. NCERTയിൽ ആക്ടിവേഷൻ എനർജിയുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്, കറക്റ്റ് ഡെഫിനേഷൻ ആണ്, അത് ശരിയാണ്. അപ്പോൾ അസേഷൻ തെറ്റാണെന്നും റീസൺ ശരിയാണെന്നും പറയേണ്ടി വരും. ഓപ്ഷൻ 1 ഈസ് റൈറ്റ് ആൻസർ. ഓക്കെ, 64 വിച്ച് വൺ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഹെറ്ററോജീനിയസ് കറ്റാലിസിസ്? നോക്കണം മക്കളെ, നൈട്രജൻ എന്ന് പറയുന്ന ഗ്യാസും ഹൈഡ്രജൻ എന്ന് പറയുന്ന ഗ്യാസും ചേർന്ന് അമോണിയയായി മാറുമ്പോൾ അവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് സോളിഡ് ആയ അയേൺ ആണ്. സോ ഇത് മാത്രമാണ് അവിടുത്തെ ഹെറ്ററോജീനിയസ് കറ്റാലിസിസ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുക. ബാക്കി 3 കേസുകളും ഹോമോജീനിയസ് കറ്റാലിസിസ് ആണ്. സോ ഓപ്ഷൻ 1 ഈസ് റൈറ്റ് ആൻസർ എന്ന് പറയാം നമുക്ക് അവിടെ. ഓക്കെ, 65 എന്താ പറയുന്നത്? എമംഗ്സ് ദ ഗിവൺ ഓപ്ഷൻസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് മോളിക്യൂൾ ഓർ അയോൺ ആക്ട് ആസ് ലൂയിസ് ആസിഡ്? മക്കളെ, ലൂയിസ് ആസിഡുകൾ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയ സ്പീഷീസുകളാണ് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ തന്നിരിക്കുന്ന 4 പേരിൽ ആദ്യത്തെ 3 പേരുടെ കയ്യിലും എന്തുണ്ട്? ലോൺ പെയർ ഓഫ് ഇലക്ട്രോണുകളുണ്ട്. സോ ദേ ആർ ലൂയിസ് ബേസസ്. പക്ഷേ BF3 അവിടെ ലൂയിസ് ആസിഡ് ആണ്, ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. സോ ഓപ്ഷൻ 4 ഈസ് ദി റൈറ്റ് ആൻസർ. മക്കളെ നോക്കൂ, 66 എന്താ പറയുന്നത്? വൺസ് അഗെയിൻ അസേഷൻ റീസൺ ടൈപ്പ് ആണ്. NCERT അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ച ചോദ്യമാണ് നിങ്ങൾക്ക് കാണാം NCERT ഉള്ളത്. ഇൻ ഇക്വേഷൻ ഡെൽറ്റ G ഈസ് ഈക്വൽ ടു മൈനസ് NF E0 സെൽ അല്ലെങ്കിൽ ഈ സെൽ വാല്യൂ ഓഫ് ഡെൽറ്റ G ഓഫ് റിയാക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ N. ശരിയല്ലേ? എന്നിന്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് ഡെൽറ്റ G മാറാം. സോ അസേഷൻ കറക്റ്റ് ആണ് മക്കളെ. റീസണിൽ പറയുന്നത് എന്താ? ഈ സെൽ എന്ന് പറയുന്നത് ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ്. ശരിയാണ്. NCERTയുടെ അതേ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ഇതേ സ്റ്റേറ്റ്മെന്റ് NCERTയിൽ കാണാം. ഡെൽറ്റ G ഈസ് എൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി, അതും ശരിയാണ്. ആൻഡ് നമുക്ക് റീസണെ അസേഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആയിട്ട് എടുക്കാം. അങ്ങനെ നമ്മൾ പറയുമ്പോൾ മക്കളെ ദ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ബോത്ത് അസേഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് R ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് A. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. റെഡി അല്ലേ മക്കളെ? അടുത്ത ചോദ്യം എന്താ? നമ്മൾ ഡിസ്കസ് ചെയ്ത 66ാമത്തെ ചോദ്യം. 67 പറയുന്നത് ദ എലമെന്റ് എക്സ്പെക്ടഡ് ടു ഫോം ലാർജസ്റ്റ് അയോൺ. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും വലിയ അയോൺ ഫോം ചെയ്യാൻ കഴിവുള്ളത് ആരൊക്കെ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സോഡിയം Na+ ആയിട്ടും ഓക്സിജൻ O2- ആയിട്ടും ഫ്ലൂറിൻ F- ആയിട്ടും നൈട്രജൻ N3- ആയിട്ട് മാറും. 4 പേരും ഐസോ ഇലക്ട്രോണിക് ആണ്. ഐസോ ഇലക്ട്രോണിക് അയോണുകളിൽ ഏറ്റവും വലിപ്പം ഉണ്ടാകുക ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ചാർജ് അയോണിനാണ്. ഓപ്ഷൻ 4 ഈസ് റൈറ്റ് ആൻസർ മക്കളെ. ഓപ്ഷൻ 4 ഈസ് റൈറ്റ് ആൻസർ. ഓക്കെ, റെഡി. 68ാമത്തെ ചോദ്യം. എ കോമ്പൗണ്ട് ഇസ് ഫോംഡ് ബൈ 2 elements A and B. എലമെന്റ് B ഫോംസ് ക്യൂബിക് ക്ലോസ് പാക്ഡ്. അതായത് ക്യൂബിക് ക്ലോസ് പാക്ഡ് എന്ന് പറയുമ്പോൾ CCP ആണ്, FCC യൂണിസെല്ലുകളാണ്. അപ്പോൾ B ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 4 ആണ്. ഇനി A ആറ്റങ്ങൾ എവിടെയാ? 1/3 ഓഫ് ദി ടെട്രാഹൈഡ്രൽ ഓയിഡ്. അപ്പോൾ 1/3 ഓഫ് ദി ടെട്രാഹൈഡ്രൽ ഓയിഡ് എന്ന് പറയുമ്പോൾ 1/3 ഓഫ് 8, ദാറ്റ് ഈസ് 8/3 ആണ് മക്കളെ. നോക്കൂ നിങ്ങൾ, അപ്പോൾ മോളിക്കുലർ ഫോമുല വരേണ്ടത് A 8/3 B4 എന്നാണ്. സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുക? A2B3 എന്ന് കിട്ടും. 2ഉം 3ഉം കൂടി ആഡ് ചെയ്താൽ 5 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ 2 ഈസ് റൈറ്റ് ആൻസർ. ഓക്കെ, 69 എന്താ പറയുന്നത്? നോക്കൂ നിങ്ങൾ, വൺസ് അഗെയിൻ അസേഷൻ റീസൺ ആണ് മക്കളെ. ഈ ഒരു 10 ചോദ്യങ്ങളിലിടയിലെ 3ാമത്തെ അസേഷൻ റീസൺ ആണ്. നിങ്ങൾ നോക്കണേ, അസേഷൻ പറയുന്നത് ഹീലിയം ഇസ് യൂസ് ടു ഡൈല്യൂട്ട് ഓക്സിജൻ ഇൻ ഡൈവിംഗ് അപ്പാരറ്റസ്. വളരെ ശരിയാണ്. കാരണം NCERTയിൽ P ബ്ലോക്ക് എലമെന്റുകളിലെ ലാസ്റ്റ് ബോക്സ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അവിടെ സെക്കൻഡ് ഇയർ P ബ്ലോക്കിലാണ്. അവിടെ കൃത്യമായി പറയുന്നുണ്ട് ഹീലിയം ഒരു ഡൈല്യൂവന്റ് ആണ് ഫോർ ഓക്സിജൻ ഇൻ ഡൈവിംഗ് അപ്പാരറ്റസ്. അത് ശരിയാണ്. പക്ഷേ ഹീലിയം ഹാസ് ഹൈ സൊലൂബിലിറ്റി ഇൻ ഓക്സിജൻ എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം കൃത്യമായി പറയുന്നത് ഹീലിയത്തിന് ബ്ലഡിലെ സൊലൂബിലിറ്റി കുറവാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. സോ അസേഷൻ ശരിയാണെന്നും റീസൺ തെറ്റാണെന്നും നമ്മൾ പറയേണ്ടി വരും. A2 and R is false. Option 4. Okay, and 70th question, 70ാമത്തെ ചോദ്യം. Which of the following statements are not correct? മക്കളെ, ശരിയല്ലാത്തത് ഒന്ന്, ഹൈഡ്രജൻ is used to reduce heavy metal oxides to metal. കറക്റ്റ് ആണ്. Heavy water is used to study reaction mechanism. കറക്റ്റ് ആണ്. Hydrogen is used to make saturated fats from oils. Hydrogenation of oils. കറക്റ്റ് ആണ്. ഹൈഡ്രജൻ ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപി is lowest. തെറ്റ്. കാരണം സിംഗിൾ ബോണ്ടുകളിൽ ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത് HH ബോണ്ടിനാണെന്ന് പഠിച്ചവരാണ് നമ്മൾ. അത് തെറ്റ്. ഹൈഡ്രജൻ റെഡ്യൂസസ് ഓക്സൈഡ്സ് ഓഫ് മെറ്റൽസ് ദാറ്റ് ആർ മോർ ആക്റ്റീവ് ദാൻ അയൺ. തെറ്റാണ്. ഹൈഡ്രജൻ ഒരിക്കലും
അയണിനേക്കാൾ റിയാക്റ്റീവായ മെറ്റലുകളെ റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ ഹൈഡ്രജൻ എന്തായിരിക്കണം? ഓക്സിഡൈസർ ആകണം. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അതും തെറ്റ്. അപ്പോൾ ഡിയും ഇയുമാണ് മക്കളെ തെറ്റിപ്പോയത്. ഓപ്ഷൻ 4 ഈസ് റൈറ്റ് ആൻസർ. അപ്പോൾ ആ ഒരു 10 ചോദ്യങ്ങൾ കഴിഞ്ഞു മക്കളെ. അടുത്ത 10 ചോദ്യങ്ങളുമായി സൈലത്തിന്റെ അടുത്ത കെമിസ്ട്രി ഫാക്കൽറ്റി തയ്യാറാണ്. അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യങ്ങളിലേക്ക് കിടക്കുന്നു. Hello students, am I audible to you? യെസ്. അപ്പം നിങ്ങളെല്ലാവരും നന്നായിട്ട് എക്സാം എഴുതി വന്നു എന്ന് കരുതുകയാണ്. ഓക്കെ, നമുക്ക് അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഓക്കെ, എന്താണ് സൊല്യൂഷൻ പെട്ടെന്ന് നോക്കാം. നോക്കൂ, ക്വസ്റ്റ്യൻ നമ്പർ 71 നിങ്ങൾ നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 71 സ്ട്രെയിറ്റ് ഫ്രം NCERT ടെക്സ്റ്റ് ബുക്ക് അല്ലേ? NCERT ടെക്സ്റ്റ് ബുക്കിൽ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാനത്തെ പാരഗ്രാഫിൽ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ അതേപടി അവർ ക്വസ്റ്റ്യൻ ആക്കി വെച്ചിരിക്കുകയാണ് അല്ലേ? നോക്കൂ നിങ്ങൾ, മെഗ്നീഷ്യം പ്ലേസ് റോൾസ് ഇൻ ന്യൂറോ മസ്കുലാർ ഫംഗ്ഷൻ ആൻഡ് ഇൻ്റർ ന്യൂറോണൽ ട്രാൻസ്മിഷൻ. തെറ്റാണ് മക്കളെ. ശരിക്കും അവിടെ എന്താണ്? കാൽസ്യമാണ്, മെഗ്നീഷ്യം അല്ല. കാൽസ്യം പ്ലേസ് റോൾസ് ഇൻ ന്യൂറോ മസ്കുലാർ ഫംഗ്ഷൻ ആൻഡ് ഇൻ്റർ ന്യൂറോണൽ ട്രാൻസ്മിഷൻ എന്നാണ് പറയുന്നത് അല്ലേ? NCERT സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. സെക്കൻഡ് നോക്കൂ, ഡെയിലി റിക്വയർമെൻറ്റ് ഓഫ് മെഗ്നീഷ്യം ആൻഡ് കാൽസ്യം ഇൻ ദ ഹ്യൂമൻ ബോഡി ഈസ് എസ്റ്റിമേറ്റഡ് ടു ബി 0.2 to 0.3 gram. ശരിക്കും NCERT പറയുന്നത് 200 മില്ലിഗ്രാം മുതൽ 300 മില്ലിഗ്രാം വരെ എന്നാണ്. കറക്റ്റ് അല്ലേ ആ സ്റ്റേറ്റ്മെൻറ്റ്? 200 മില്ലിഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? 0.2 gram ആണ്. 300 മില്ലിഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.3 gram ആണ്. ആ സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ലേ? ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത് നോക്കൂ, ഓൾ എൻസൈംസ് ദാറ്റ് യൂട്ടിലൈസ് ATP ഇൻ ഫോസ്ഫേറ്റ് ട്രാൻസ്ഫർ റിക്വയർ കാൽസ്യം അല്ല, മെഗ്നീഷ്യം ആസ് ദ കോഫാക്ടർ എന്നാണ് NCERT സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് അല്ലേ? അതുപോലെ ഓപ്ഷൻ 4 നോക്കൂ, NCERT സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഡു യു നോ ദ ബോൺ ഇൻ ഹ്യൂമൻ ബോഡി ഈസ് നോട്ട് ആൻ ഇനേർട്ട് ആൻഡ് അൺചേഞ്ചിങ് സബ്സ്റ്റൻസ് എന്നാണ് ആ ലാസ്റ്റ് പാരഗ്രാഫ് പറയുന്നത്. നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്ക് എടുത്താൽ കാണാം ഓപ്ഷൻ 4ഉം തെറ്റാണ്. അപ്പോൾ അതിൽ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏത് മാത്രമാണ്? ഓപ്ഷൻ 2 മാത്രമാണ്. എഴുതിയോ മക്കളെ? ഓപ്ഷൻ 2 എഴുതിയില്ലേ? So question number 71 right answer must be option 2. Okay, ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Question number 72. For a certain reaction, rate is equal to rate constant into concentration of A square into concentration of B. When initial concentration of A is tripled, keeping concentration of B constant, initial rate would be. അല്ലേ? വളരെ സിമ്പിളായ റിയാക്ഷൻ, വളരെ സിമ്പിളായൊരു ചോദ്യമായി പോയി അല്ലേ? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് എ ട്രിപ്പിൾ ചെയ്തു, അപ്പോൾ ഇനീഷ്യൽ റേറ്റ് എന്താവും എന്നാണ് ചോദ്യം. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് എ ട്രിപ്പിൾ ചെയ്താൽ റേറ്റ് 9 ഇരട്ടിയാവും. കാരണം എയുടെ ഓർഡർ എന്താ? വിത്ത് റെസ്പെക്ട് ടു എ ഓർഡർ എന്താണ്? സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണ് അല്ലേ? എന്താ? 3ന്റെ സ്ക്വയർ 9 ആണ്. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് എ, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് എ ട്രിപ്പിൾ ചെയ്താൽ റേറ്റ് എത്ര ഇരട്ടിയാവും? 9 ഇരട്ടിയാവും. ഓക്കെ, വിച്ച് ആൻസർ ഈസ് ദ റൈറ്റ് ആൻസർ? ഓക്കെ, ഇവിടെ ഏത് ആൻസറാണ് കറക്റ്റ് ആൻസർ പറയൂ? ഇവിടെ ഇൻക്രീസ് ബൈ എ ഫാക്ടർ ഓഫ് 9 എന്ന് പറയുന്ന ഓപ്ഷൻ 4 ആണ് നിങ്ങൾ പിക്ക് ചെയ്യേണ്ട ആൻസർ കേട്ടോ. നിങ്ങൾ പിക്ക് ചെയ്തിരിക്കേണ്ട ആൻസർ ഇൻക്രീസ് ബൈ എ ഫാക്ടർ ഓഫ് 9, അതാണ് കറക്റ്റ് ആൻസർ. കോൺസെൻട്രേഷൻ ഓഫ് എ ട്രിപ്പിൾ ചെയ്താൽ റേറ്റ് 9 ഇരട്ടിയാവും. കാരണം ഓർഡർ വിത്ത് റെസ്പെക്ട് ടു എ ഈസ് 2. റെഡി? അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നോക്കൂ, amongst the following the total number of species not having 8 electrons around the central atom in its outermost shell is. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ സത്യത്തിൽ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയ ക്വസ്റ്റ്യൻ ആയിരിക്കും. നോക്കൂ, അലൂമിനിയം ക്ലോറൈഡും ബെറിലിയം ക്ലോറൈഡും നമുക്കറിയാം ഇലക്ട്രോൺ ഡെഫിഷ്യൻ സ്പീഷീസ് ആണ് അല്ലേ? അലൂമിനിയം ക്ലോറൈഡിൻ്റെ അലൂമിനിയത്തിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ല് 6 ഇലക്ട്രോൺസ് ആയിരിക്കും ഉണ്ടാവുക. ബെറിലിയം ക്ലോറൈഡ് ആണെങ്കിൽ 4 ഇലക്ട്രോൺസ് ആയിരിക്കും ഉണ്ടാവുക അല്ലേ? അപ്പം ഇത് രണ്ടും 8 അല്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ഇത് രണ്ടും എന്താണ്? ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ് അല്ലേ? ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. അമോണിയ എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം അവിടെ നൈട്രജൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ല് 5 ഇലക്ട്രോൺസ് ആണ്. അത് 3 ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നൈട്രജൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ല് 8 ഇലക്ട്രോൺ വരും. ഇവിടെ എന്ത്? PCl5 ആവുമ്പം ഫോസ്ഫറസിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ല് 5 ഇലക്ട്രോണുകളാണ് അല്ലേ? ഫോസ്ഫറസിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ല് 5 ഇലക്ട്രോണുകളാണ്. അത് 5 ക്ലോറിനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാണ്. 5 ക്ലോറിനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാവും? 10 ആവും. അപ്പം ഇവിടെ സത്യത്തിൽ ആൻസർ എന്താ? സത്യത്തിൽ ആൻസർ 3 വരും. അലൂമിനിയം ക്ലോറൈഡും ബെറിലിയം ക്ലോറൈഡും PCl5 ആൻസർ വരണം. കാരണം അലൂമിനിയം ക്ലോറൈഡിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 അല്ല, എത്ര ഇലക്ട്രോൺ ആണ്? 6 ഇലക്ട്രോൺ ആണ്. ബെറിലിയം ക്ലോറൈഡിൽ ബെറിലിയത്തിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ല് 4 ഇലക്ട്രോൺ ആണ്. PCl5 ഫോസ്ഫറസിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ല് 8 അല്ല, 10 ഇലക്ട്രോൺ ആണ്. അതായത് ഇവിടെ PCl5 എക്സ്പാൻഡഡ് ഒക്ടറ്റിനും അതുപോലെ അലൂമിനിയം ക്ലോറൈഡും ബെറിലിയം ക്ലോറൈഡും ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് കോമ്പൗണ്ട്സ് അല്ലെ? ഇലക്ട്രോൺ ഡെഫിഷ്യൻ കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ ഹൈപ്പോവാലൻ കോമ്പൗണ്ടുകൾക്കും എക്സാമ്പിൾ ആണ്. ഇവിടെ കൃത്യമായിട്ട് 8 ഇലക്ട്രോൺ വരുന്ന എവിടെ മാത്രമേ ഉള്ളൂ? NH3ലും CCl4ലും മാത്രമേ ഉള്ളൂ. സോ വാട്ട് ഈസ് ദ റൈറ്റ് ആൻസർ? ഇവിടെ ഓപ്ഷൻ 3 ആണ് നമ്മൾ പിക്ക് ചെയ്യേണ്ട ആൻസർ. ഓക്കെ, ഓപ്ഷൻ 2 അല്ല, ഓപ്ഷൻ 3 ആണ് നമ്മൾ പിക്ക് ചെയ്യേണ്ട ആൻസർ. കാരണം നോട്ട് ഹാവിങ് 8 ഇലക്ട്രോൺസ് എന്നാണ് പറയുന്നത്. 8 ഇലക്ട്രോൺ ഇല്ലാതെ എവിടെയാണ്? 8 ഇലക്ട്രോൺ ഇല്ലാതെ PCl5 ആണ്. PCl5 10 ഇലക്ട്രോൺ ഉണ്ട് എന്നുള്ള ലോജിക്കാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ശരി. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2.
അടുത്ത ചോദ്യം നോക്കൂ. ഇൻ ലസൈൻസ് എക്സ്ട്രാക്ട് ഓഫ് എൻ ഓർഗാനിക് കോമ്പൗണ്ട് ബോത്ത് നൈട്രജൻ ആൻഡ് സൾഫർ ആർ പ്രസന്റ് വിച്ച് ഗിവ്സ് ബ്ലഡ് റെഡ് കളർ വിത്ത് Fe3+ ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ്. NCERT സെയിം സ്റ്റേറ്റ്മെന്റ് അല്ലേ പറയുന്നത്? അതായത് നമ്മൾ ലസൈൻസ് ടെസ്റ്റ് ഓഫ് നൈട്രജൻ ചെയ്യുമ്പം സൾഫറും കൂടെ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്തല്ല കിട്ടുക? പ്രഷ്യൻ ബ്ലൂ കളർ അല്ല കിട്ടുക, പകരമോ ഒരു ബ്ലഡ് റെഡ് കളറാണ് കിട്ടുക. ബ്ലഡ് കളർ ഈസ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് FeSCN2+, അല്ലേ? ഈ ഒരു കോംപ്ലക്സ് ഫോം ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ കിട്ടുന്നത് റെഡ് ബ്ലഡ് കളർ കിട്ടുന്നത്. ആൻസർ ഈസ് ഓപ്ഷൻ 1. ആൻസർ ഈസ് ഓപ്ഷൻ 1. ഓക്കെ, ഓപ്ഷൻ 4 അല്ല, കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 1. Let us go to the next question. The correct order of energies of molecular orbitals of N2 molecule is, okay, N2 molecule എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം up to 14 electron, okay, up to 14 electron. എന്താ ഓർഡർ? sigma 1s2, sigma star 1s2, sigma 2s2, sigma star 2s2, അല്ലേ? pi 2px2 equal to pi 2py2, sigma 2pz2, pi star 2px2 equal to pi star 2py2, സിഗ്മ സ്റ്റാർ 2pz2 എന്നല്ലേ കറക്റ്റ് ഓർഡർ വരിക കുട്ടികളെ? 15 to 20 ആണെങ്കിൽ നിങ്ങൾക്കറിയാം സിഗ്മ 2pz2 കഴിഞ്ഞിട്ടാണ് ആര് വരിക? pi 2px2 equal to pi 2py2, pi star 2px2 equal to pi star 2py2 വരിക, അല്ലേ? അപ്പം ഇവിടെ എന്താണ്? ഇവിടെ ഇതാണ് കറക്റ്റ് ആൻസർ. അത് ഏത് ഓപ്ഷനാണ് വരുന്നതെന്ന് പറയൂ? ദാറ്റ് ഈസ് ഓപ്ഷൻ 2, അല്ലേ? സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2, pi 2px2 equal to pi 2py2 കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്? സിഗ്മ 2pz2 ആൻഡ് ദെൻ pi star 2px2 equal to pi star 2py2, സിഗ്മ സ്റ്റാർ 2pz2. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 2. നമ്മൾ ഏത് ഓപ്ഷൻ വഴിയാണ് പോകുന്നത്? നമ്മൾ ഓപ്ഷൻ 2 ആണ് എടുക്കുന്നത്. റെഡി അല്ലേ? റെഡി ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ 76. ഹോമോലെപ്റ്റിക് കോംപ്ലക്സ് ഫ്രം ദ ഫോളോയിങ് കോംപ്ലക്സീസ്. എന്താ കുട്ടികളെ ഹോമോലെപ്റ്റിക് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ? ഒരൊറ്റ ടൈപ്പ് ലിഗാൻഡുകൾ മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനെ പറയുന്ന പേരാണെന്ത്? ഹോമോലെപ്റ്റിക് കോംപ്ലക്സ്. ഒന്നിലധികം ഡിഫറെൻറ്റ് ലിഗാൻഡുകൾ ഉണ്ടെങ്കിൽ അതിനെ ഹെട്രോലെപ്റ്റിക് കോംപ്ലക്സ് എന്നാണ് പറയുക. ട്രൈ അമീൻ, ട്രൈ അക്വ, അവിടെ തന്നെ കഴിഞ്ഞു. ട്രൈ അമീൻ എന്ന് പറയുമ്പോൾ 3 NH3 ഉണ്ട്. ട്രൈ അക്വ എന്ന് പറഞ്ഞാൽ 3 H2O ലിഗാൻഡ് ആയിട്ടുണ്ട്. അവിടെ തന്നെ നമുക്ക് ഉറപ്പിക്കാം ഇതൊരു ഹെട്രോലെപ്റ്റിക് കോംപ്ലക്സ് ആണ്. പൊട്ടാസ്യം ട്രൈ ഓക്സലേറ്റോ അലൂമിനേറ്റ് 3, ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ഹോമോലെപ്റ്റിക്, അല്ലേ? പൊട്ടാസ്യം, അല്ലേ? ട്രൈ ഓക്സലേറ്റോ അലൂമിനേറ്റ് 3 എന്ന് പറഞ്ഞാൽ അത് ഈ കോർഡിനേഷൻ കോമ്പൗണ്ട് അല്ലേ മക്കളെ? ഇവിടെ സെൻട്രൽ ആറ്റം ആരാ? അലൂമിനിയം ആണ്. ലിഗാൻഡ് ആരാ? ഓക്സലേറ്റോ എന്ന് പറഞ്ഞ ലിഗാൻഡ് ആണ്, അല്ലേ? C2O4 ഓക്സലേറ്റോ എന്ന് പറഞ്ഞ ലിഗാൻഡ് മാത്രമേ ആ കോമ്പൗണ്ടിലുള്ളൂ. അപ്പോൾ ഈ കാണുന്ന കോമ്പൗണ്ട് എന്താണ്? ഒരു ഹോമോലെപ്റ്റിക് കോംപ്ലക്സ് ആണ്. അതിൽ ഒരൊറ്റ ടൈപ്പ് ലിഗാൻഡ് മാത്രമേ ഉള്ളൂ. യെസ്, സോ വാട്ട് ഈസ് ദ ആൻസർ? ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം കേട്ടോ. ഇതൊരു ഡീറ്റെയിൽ ഡിസ്കഷൻ അല്ല, നിങ്ങൾക്ക് പെട്ടെന്ന് ഓപ്ഷൻ മാർക്ക് ചെയ്യാനുള്ള ഒരു ഡിസ്കഷനാണ്. Yes, so 76 option 2 is the right answer. 77. Intermolecular forces are forces of attraction and repulsion between interacting particles that will include intermolecular forces എന്ന് പറഞ്ഞാൽ ഡൈപോൾ ഫോഴ്സ് ഉണ്ട്, ഡൈപോൾ ഇൻഡ്യൂസ് ഡൈപോൾ ഫോഴ്സ് ഉണ്ട്, ഹൈഡ്രജൻ ബോണ്ടിങ് വരും. കോവാലന്റ് ബോണ്ടിങ് വരില്ല മക്കളെ, അത് ഇന്റർ അറ്റോമിക് ആണ്. കോവാലന്റ് ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ അത് ഇന്റർ അറ്റോമിക് ആണ്. 2 ആറ്റങ്ങൾക്കിടയിലാണ് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുക. പക്ഷേ ഡൈപോൾ ഇന്ററാക്ഷൻ മോളിക്യൂളുകൾക്കിടയിലാണ്. ഡൈപോൾ ഇൻഡ്യൂസ് ഡൈപോൾ മോളിക്യൂളുകൾക്കിടയിലാണ്. ഹൈഡ്രജൻ ബോണ്ടിങ് മോളിക്യൂളുകൾക്കിടയിലാണ്. ഡിസ്പേർഷൻ ഫോഴ്സസ് അഥവാ ലണ്ടൻ ഫോഴ്സസ് 2 മോളിക്യൂളുകൾക്കിടയിലാണ്. ഇവിടെ ഇന്റർ മോളിക്കുലാർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? എയും ബിയും ഡിയും ഇയുമാണ്, അല്ലേ? എയും ബിയും ഡിയും ഇയുമാണ്. സോറി, എയും ബിയും സിയും ഇയുമാണ്. യെസ്, എ ബി സി ആൻഡ് ഇ. ഓപ്ഷൻ ഡി കോവാലന്റ് ബോണ്ടിങ് ആണ്. കോവാലന്റ് ബോണ്ടിങ് വരില്ല, അതൊരു ഇന്റർ അറ്റോമിക് ബോണ്ടാണ്. സോ ഓപ്ഷൻ 4. ഓക്കെ, ഓപ്ഷൻ 4. വി ഗോ വിത്ത് ഓപ്ഷൻ 4. അടുത്ത ക്വസ്റ്റ്യൻ 78. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ്. Atoms of all elements are composed of 2 fundamental particles. തെറ്റാണെന്ന് ഉറപ്പാണ്. 2 ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് ആണോ ഉള്ളത്? അല്ല. നമ്മൾ NCERTൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിലും ഇനി ഹയർ ലെവൽ ഫിസിക്സ് എന്ന് വെച്ച് നോക്കുകയാണെങ്കിലും നമുക്കറിയാം ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് പാർട്ടിക്കിൾസും ഉണ്ട്, മാറ്റർ പാർട്ടിക്കിൾസും ഉണ്ട്. അത് 2 എണ്ണം അല്ല ഉള്ളത്. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും എന്താണ്? ഓപ്ഷൻ എ തെറ്റാണ്. Mass of an electron is 9.1 into 10⁻³ kg. Definitely right answer ആണ്. Mass of an electron ഇതാണ്. All isotopes of a given element show same chemical properties. മക്കളെ, ഐസോട്ടോപ്പുകളുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഡിഫറെൻ്റ് ആയിരിക്കും, കാരണം അവയുടെ മാസ് ഡിഫറെൻ്റ് ആണ്. പക്ഷേ അവ റിയാക്ട് ചെയ്യുന്ന രീതി എപ്പോഴും സെയിം ആയിരിക്കും. ഓക്കെ, H2+Cl2 gives 2HCl എന്ന് പറയുന്ന പോലെ തന്നെയാണ് D2+Cl2 gives 2DCl എന്ന് നിങ്ങൾ എഴുതേണ്ടത്. അവിടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് സെയിം ആയിരിക്കും, റിയാക്ട് ചെയ്യുന്ന സ്പീഡ് ഡിഫറെൻ്റ് ആയിരിക്കും. ഹവെവർ ദെയർ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആർ സെയിം എന്ന് തന്നെയാണ് പറയുന്നത്. അതും കറക്റ്റാണ്. പ്രോട്ടോൺസ് ആൻഡ് ഇലക്ട്രോൺസ് ആർ കളക്റ്റീവ്ലി നോൺ ആസ് ന്യൂക്ലിയോൺസ്. തെറ്റാണ്. ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞാൽ ന്യൂട്രോൺസും പ്രോട്ടോൺസും ആണെന്ന് നിങ്ങൾക്ക് അറിയാം, അല്ലേ? ഇത് തെറ്റാണ്. ഡോൾട്ടൺസ് അറ്റോമിക് തിയറി റിഗാർഡഡ് ദ ആറ്റം ആസ് ദ അൾട്ടിമേറ്റ് പാർട്ടിക്കിൾ ഓഫ് മാറ്റർ. ശരിയാണ്. ഡോൾട്ടൺ പറഞ്ഞത് എന്താണ്? അൾട്ടിമേറ്റ് പാർട്ടിക്കിൾ ഓഫ് മാറ്റർ ആറ്റം എന്നാണ്. ഡോൾട്ടൺ പറഞ്ഞത് അങ്ങനെയാണ്, അത് ശരിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് ശരി? ഇവിടെ ബിയും സിയും ഇയുമാണ് ശരി, അല്ലേ? BCE ആണ് ശരി. സോ വി ഗോ വിത്ത് ഓപ്ഷൻ 1.
വി ഗോ വിത്ത് ഓപ്ഷൻ 1. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 79. NCERT ആൽക്കഹോൾസ്, ഫിനോൾസ് ആൻഡ് ഈതേഴ്സിലെ ടെക്സ്റ്റ് ബുക്കിന് പിന്നിലെ എക്സസൈസ് ആണ് 11.33. ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. NCERT 11.33 ക്വസ്റ്റ്യൻ ആണ്. NCERT ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ ചോദിച്ചിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഇവിടെ HBr വെച്ച് ട്രീറ്റ് ചെയ്യാണ്. ഇവിടെ ഓക്സിജൻ എന്ന് പറഞ്ഞ ഇലക്ട്രോൺ റിച്ച് സെൻറ്റർ ആണ്. അവിടെ ആര് പോയി അറ്റാക്ക് ചെയ്യും? H+ പോയിട്ട് അറ്റാക്ക് ചെയ്യും. H+ പോയിട്ട് അറ്റാക്ക് ചെയ്താൽ എന്താ കിട്ടുക? ഓക്സോണിയം അയോൺ ആണ് കിട്ടുക അല്ലേ. ഓക്സിജൻ്റെ മുകളിലേക്ക് H+ പോയിട്ട് അറ്റാക്ക് ചെയ്തു. അപ്പോൾ ഇങ്ങനെ കിട്ടി. ഓക്സിജൻ്റെ മുകളിൽ പോസിറ്റീവ് അത് അൺസ്റ്റേബിൾ ആണ്. ദർ വിൽ ബി എലിമിനേഷൻ ഓഫ് വാട്ടർ. അവിടെ ഒരു കാർബോകാറ്റയോൺ ഫോം ചെയ്യും. മക്കളെ, നിങ്ങളെല്ലാവരും പഠിച്ചൊരു കാര്യമുണ്ട്. എന്താണ്? കാർബോകാറ്റയോൺസ് ആർ കേപ്പബിൾ ഓഫ് ഷിഫ്റ്റിംഗ് അല്ലേ. കാർബോകാറ്റയോൺസ് എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട്? തൊട്ടടുത്ത പോയിന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്, പ്രൊവൈഡഡ് നെക്സ്റ്റ് കാർബോകാറ്റയോൺ ഈസ് മോർ സ്റ്റേബിൾ. ഇവിടെ നെക്സ്റ്റ് കാർബോകാറ്റയോൺ കൂടുതൽ സ്റ്റേബിൾ ആണ്, അതുകൊണ്ട് അത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പം നമുക്ക് എന്ത് കിട്ടും? CH3, C+, CH3, CH2, CH3 എന്ന് പറഞ്ഞാൽ കൂടുതൽ സ്റ്റേബിളായ കാർബോകാറ്റയോൺ ഫോം ചെയ്യും. അത് കഴിഞ്ഞിട്ട് Br- അതിനെ പോയി അറ്റാക്ക് ചെയ്യും. അപ്പോൾ Br- അതിനെ പോയി അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ Br വന്ന് നിൽക്കും അല്ലേ. ഏത് ഓപ്ഷനാണ് കറക്റ്റ്? കാർബോകാറ്റയോൺ ഷിഫ്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. വി ഗോ വിത്ത് ഓപ്ഷൻ 2. ശ്രദ്ധിക്കുക, ഇത് NCERT ക്വസ്റ്റ്യൻ നമ്പർ 11.33 ആണ്. ടെക്സ്റ്റ് ബുക്കിന് പിന്നിലെ എക്സസൈസ് ആണ്. ഓക്കെ, യെസ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 80. ഐഡന്റിഫൈ പ്രൊഡക്റ്റ് എ ഇൻ ദ ഫോളോയിങ്. നോക്കൂ, ഇവിടെ കാണുന്ന ഒരു കാർബൺ ഗ്രൂപ്പാണ്. നിങ്ങൾക്കറിയാം സിങ്ക് അമാൽഗം ഇൻ കോൺസെൻട്രേറ്റഡ് HCl എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് ക്ലെമൻസൺ റിഡക്ഷൻ ആണ് അല്ലേ. ആൽഡിഹൈഡ്സിനെയും കീറ്റോൺസിനെയും ആൽക്കെയിൻ ആക്കുന്ന റിയാക്ഷൻ ആണത്. അപ്പം ഇവിടെ ഉള്ള ഈ കാർബൺ കോമ്പൗണ്ട് റെഡ്യൂസ് ചെയ്ത ആൽക്കെയിൻ ആവും, ഇവിടെയുള്ള ഈ കാർബൺ കോമ്പൗണ്ട് റെഡ്യൂസ് ചെയ്ത ആൽക്കെയിൻ ആവും, ഇവിടെയുള്ള കാർബൺ കോമ്പൗണ്ടും റെഡ്യൂസ് ചെയ്ത ആൽക്കെയിൻ ആവും. ഏത് ഓപ്ഷനാണ് മക്കളെ നമ്മുടെ കറക്റ്റ് ആൻസർ? നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2 ആണ്. വി ഗോ വിത്ത് ഓപ്ഷൻ 2. Both carbonyl compounds in the given compound is reduced to alkane. ഓക്കെ, അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ 2 ആണ്. ഓക്കെ, ശരി. സോ നിങ്ങൾ അടുത്ത കെമിസ്ട്രി ഫാക്കൽറ്റി വെയിറ്റിംഗ് ആണ്. പ്രവീൺ സാർ വെയിറ്റിംഗ് ആണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 81 തൊട്ട് പ്രവീൺ സാർ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 81. ടേക്കിംഗ് സ്റ്റെബിലിറ്റി ആസ് ദ ഫാക്ടർ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ്സ് കറക്റ്റ് റിലേഷൻഷിപ്പ് എന്നാണ്. മക്കളെ, ഞങ്ങൾ ഇതിൽ ഓപ്ഷൻ 1 മുന്നോട്ട് പോവുകയാണ്. എന്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം അതിൽ മേലും താഴോട്ട് വരുമ്പോഴത്തേക്കും ഇനേർട്ട് പെയർ ഇഫക്റ്റ് കാരണം ഹയർ ഓക്സിഡേഷൻ നമ്പറിൻ്റെ സ്റ്റെബിലിറ്റി കുറയും. അതുകൊണ്ട് തന്നെ TLI ഈസ് മോർ സ്റ്റേബിൾ ദാൻ TLI3. എന്നാൽ ചില വാദങ്ങൾ വേറെയും വരുന്നുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, TLIയെ നമുക്ക് TL+ എന്നും I- എന്നും സ്പ്ലിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അയോണൈസ് ചെയ്യാം. അതുപോലെ TLI3 അയോണൈസ് ചെയ്യുന്നത് TL+ എന്നും I3- എന്നും വാദങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വാദം കറക്റ്റ് ആവുകയാണെങ്കിൽ നമുക്കത് ചലഞ്ച് ചെയ്യാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ 3യിലേക്ക് നമുക്ക് പോവേണ്ടി വരും. സോ നമ്മൾ ഓപ്ഷൻ 1 മുന്നോട്ട് പോകുന്നത്. എന്താണ് വേറെ നമ്മുടെ NCERT ലെവലിൽ നിന്ന് സിമ്പിളായിട്ട് ചിന്തിക്കുമ്പോൾ ഇനേർട്ട് പെയർ ഇഫക്റ്റ് ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഓപ്ഷൻ 1 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 82. Given below are 2 statements. A unit formed by the attachment of a base to 1' position of sugar is known as nucleoside. ഇത് കറക്റ്റ് NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ബയോമോളിക്യൂൾസ് ചാപ്റ്ററിൽ നിന്ന് ന്യൂക്ലിക് ആസിഡ് ആണ്. അപ്പോൾ ന്യൂക്ലിക് ആസിഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ന്യൂക്ലിയോസൈഡ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു പെൻറ്റോ ഷുഗർ ഉണ്ട്. അത് ഒന്നുകിൽ റൈബോസ് ആവാം, അല്ലെങ്കിൽ βD2-deoxy റൈബോസ് ആവാം. ആ റൈബോസിൻ്റെ 1' പൊസിഷനിൽ ഷുഗർ ഇരിക്കുവാണെങ്കിൽ അതിനെ നമ്മൾ 1' പൊസിഷനിൽ നമ്മൾ ബേസ് ഇരിക്കുവാണെങ്കിൽ അതിനെ നമ്മൾ ന്യൂക്ലിയോസൈഡ് എന്ന് വിളിക്കും. സോ നോ ഡൗട്ട് ദ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് വെൻ nucleoside is linked to phosphorus acid at 5' position of sugar moiety we get nucleotide. nucleotide എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയോസൈഡിൻ്റെ അല്ലെങ്കിൽ ആ ഷുഗറിൻ്റെ 5' പൊസിഷനിൽ ഫോസ്ഫോറിക് ആസിഡ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യണം. ഇതിൽ തന്നിരിക്കുന്നത് ഫോസ്ഫോറസ് ആസിഡ് എന്നാണ്. സോ നോ ഡൗട്ട് ദ സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഇൻകറക്റ്റ് ആൻഡ് ദ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ്. സോ വി വിൽ ഗോ വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ട്രൂ ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഫാൾസ്. വി വിൽ ഗോ വിത്ത് ഓപ്ഷൻ 4. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 83. വെയ്റ്റ് അത് ബ്രാക്കറ്റിൽ in gram of 2 moles of the organic compound which is obtained by heating sodium ethanoate with the sodium hydroxide in presence of calcium oxide is. Very simple question, hydrocarbon chapter, direct question. മകളെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം sodium ethanoate. So CH3COON, this is sodium ethanoate. അയാളെ നമ്മൾ ആരുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു? സോഡിയം ഹൈഡ്രോക്സൈഡ്, ആരുടെ പ്രസൻസിൽ? കാൽഷ്യം ഓക്സൈഡ്. സോ ഇറ്റ് ഈസ് വെരി സിമ്പിൾ, സോഡ ലൈം ഡീകാർബോക്സിലേഷൻ. സോഡ ലൈം ഡീകാർബോക്സിലേഷൻ നടത്തി കഴിഞ്ഞാൽ ഒരു കാർബൺ ആറ്റം കുറഞ്ഞ ആൽക്കേൻ കിട്ടും. സോ നോ ഡൗട്ട് ഇവിടുത്തെ ഹൈഡ്രജനും ഈ CH3യും കൂടെ CH4 ആകുന്നു.
CH4 ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന ആൻസർ. CH4ന്റെ മോളിക്കുലാർ മാസ് എത്രയാണ്? മോളിക്കുലാർ മാസ്, കാർബണിൻ്റെ മാസ് 12, ഹൈഡ്രജൻ്റെ മാസ് 4, അപ്പോൾ 16 ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു മോൾ CH4 എന്ന് പറഞ്ഞാൽ അത് 16 ഗ്രാം ആണ്. പക്ഷേ എൻട്രൻസിന് ആ ക്വസ്റ്റ്യൻ ചെറുതായിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 മോൾസിൻ്റെ മാസാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓപ്ഷനിൽ 16 ഉണ്ട്, അത് കറക്റ്റായതിനെ 1 മോളിൻ്റെതാണ് ചോദിച്ചിരുന്നതെങ്കിൽ, പക്ഷേ നിങ്ങൾക്കറിയാം ഇത് 2 മോൾസിൻ്റെ ആണ് ചോദിച്ചിരിക്കുന്നത്. 1 മോളിന് 16 എങ്കിൽ 2 മോളിന് 16 into 2, സോ ദിസ് ഈസ് 32. സോ വി വിൽ ഗോ വിത്ത് ഓപ്ഷൻ 3, option 3, 32. Okay, and the next question, the relation between n, m. n means ഒരു നമ്പർ ആണെന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ പറഞ്ഞിട്ടുണ്ട് nm, the number of permissible values of magnetic content number m for a given value of azimuthal content number l. Okay, അപ്പം m എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പോസിബിൾ വാല്യൂസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ l വാല്യൂ നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ എത്ര m വാല്യൂസ് കിട്ടുമെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം nm എന്ന് പറയുന്നത് 2l+1 ആണ്. കോണ്ടന്റ് നമ്പേഴ്സ് പഠിക്കുന്നത് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് 2l = nm-1 എന്ന് എഴുതാം. അപ്പോൾ l = nm-1 / 2 എന്ന് എഴുതാം. ഇറ്റ്സ് എ വെരി സിമ്പിൾ ആൻഡ് വി വിൽ ഗോ വിത്ത് ഓപ്ഷൻ 2, nm-1 / 2. Okay, and the next question number 85, the number of sigma bonds, pi bonds and lone pair of electron in pyridine. നിങ്ങൾക്ക് നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്ററിലുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. പിരിഡിൻ നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയണം, അല്ലെങ്കിൽ ആ പിരിഡിൻ എന്നുള്ള കോമ്പൗണ്ട് നിങ്ങൾക്ക് പരിചയമുണ്ടായിരിക്കണം എന്ന് മാത്രമേ ഇതിനകത്ത് എന്താണ് അവർ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതാ ഇവിടെ നോക്കിയോളൂ, ഇതാ ഈ കാണുന്നതാണ് പിരിഡിൻ അല്ലേ. നൈട്രജൻ ലോൺ പെയർ ഉണ്ട്, ദാ ഇവിടെ ഹൈഡ്രജൻ, ദാ ഇവിടെ ഹൈഡ്രജൻ, ദാ ഇവിടെ ഹൈഡ്രജൻ, ദാ ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ. ഓക്കെ, എത്ര സിഗ്മ ബോണ്ടുകളുണ്ട്? 1 2 3 4 5 സിഗ്മ ബോണ്ട്സ് ഉണ്ട്. അതുകൂടാതെ ഈ ഡബിൾ ബോണ്ടിൽ ഒരെണ്ണം സിഗ്മ ബോണ്ടാണ്. അപ്പോൾ ഇത് 5 എണ്ണം, 6 7 8 9 10 11 സിഗ്മ ബോണ്ടുകൾ മൊത്തം ഇവിടെയുണ്ട്. അതുപോലെ എത്ര പൈ ബോണ്ട് ഉണ്ട്? ദാ ഇവിടെ 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 3 പൈ ബോണ്ട് ഉണ്ട്. എത്ര ലോൺ പെയർ? ഒരു ലോൺ പെയർ. അങ്ങനെ ദാ 6 സിഗ്മ ബോണ്ടുകൾ റിങ്ങിലുണ്ട്. അതോടൊപ്പം 5 സിഗ്മ ബോണ്ടുകൾ ദാ ഇവിടെ. അങ്ങനെ 6 5 11. അതോടൊപ്പം ദാ ഈ 3 എണ്ണം 3 പൈ ബോണ്ട്, ദാ ഒരു ലോൺ പെയർ. സോ വി വിൽ ഗോ വിത്ത് ഓപ്ഷൻ 4. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 86, ഐഡന്റിഫൈ ദ മേജർ പ്രൊഡക്റ്റ് ഒബ്റ്റൈൻഡ് ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ. എത്ര സിമ്പിൾ റിയാക്ഷൻ ആണ് നിങ്ങളോട് ഈ നീറ്റ് എക്സാമിനേഷൻ ചോദിച്ചിരിക്കുന്നത്? ദാ നിങ്ങൾ നോക്കും മക്കളെ, ഈ കാണുന്നത് C ഡബിൾ ബോണ്ട് O ആണ്. ആക്ച്വലി ഇത് CH3 ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ കാണുന്നത് ഒരു കീറ്റോ ഗ്രൂപ്പാണ്. അതോടൊപ്പം ഇത് C ഡബിൾ ബോണ്ട് H, ഇത് ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്. സോ ഇത് കീറ്റോ ഗ്രൂപ്പ്, ഇത് ആൽഡിഹൈഡ് ഗ്രൂപ്പ്. ഇയാളെ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ഇയാൾ ടോളൻസ് റിയേജൻ്റ് ആണ്. ആ ടോളൻസ് റിയേജൻ്റ് ആൽഡിഹൈഡുകളെ ഓക്സിഡൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന റിയേജൻ്റ് ആണ്. അതുകൊണ്ട് ആൽഡിഹൈഡ് ഓക്സിഡൈസ് ചെയ്ത് കാർബോക്സിലേറ്റ് അയോണായി മാറുമെന്നാണ് NCERT ബുക്കിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ കാണുന്ന കീറ്റോ ഗ്രൂപ്പ് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. അതോടൊപ്പം ആൽഡിഹൈഡ് ഈസിയായി ഓക്സിഡൈസ് ചെയ്ത് കാർബോക്സിലേറ്റ് ആയിട്ട് മാറും. അതുകൊണ്ട് COO- ആയിട്ട് മാറുന്നു. സോ നോ ഡൗട്ട് ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ ആൻഡ് വി വിൽ ഗോ വിത്ത് ഓപ്ഷൻ 4. ഓക്കെ, സോ നിങ്ങൾക്ക് ഇതൊക്കെ ശരിയായെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ പ്യുമൈസ്റ്റോൺ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്, മക്കളെ സർഫസ് കെമിസ്ട്രി ചാപ്റ്ററിൽ നിന്ന് ആദ്യം ക്ലാസിഫിക്കേഷൻ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ഓൺ ദ ബേസിസ് ഓഫ് ഫിസിക്കൽ സ്റ്റേറ്റ് പലതരത്തിലുള്ള നമ്മൾ സോളുകൾ പഠിച്ചിട്ടുണ്ട്. അവിടെ ദ പ്യുമൈസ്റ്റോണിൻ്റെ പ്രത്യേകത, പ്യുമൈസ്റ്റോൺ എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ഗ്യാസ് സോളിഡിൽ ഡിസ്പേഴ്സ് ചെയ്തിരിക്കുന്നതാണ്. ഗ്യാസ് വെൻ ഡിസ്പേഴ്സ് ഇൻ സോളിഡ്, ദാറ്റ് ഈസ് കോൾഡ് സോളിഡ് സർ. സോ ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 88, മക്കളെ ഇത് NCERT ടെക്സ്റ്റ് ബുക്കിൽ ആൽക്കോൾ ഫീനോൾ ഈതർ ചാപ്റ്ററിലെ 11.7 NCERT ഇൻ ടെസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദാ ഇവിടെ നോക്കൂ, ക്ലീവേജ് വിത്ത് HI. നിങ്ങൾക്കറിയാം ദാ ഈ ഗ്രൂപ്പ് ബെൻസിലിക് ഗ്രൂപ്പാണ്. അതുപോലെ ദാ ഇവിടെ ഒരു ഫീനോക്സൈഡ് പാർട്ട് ദാ ഇവിടെ ഉണ്ട്. ദാ ഈ ബെൻസീൻ റിങ്ങിൽ ഓക്സിജൻ ഉണ്ട്, അവിടെ ലോൺ പെയർ ഉണ്ട്. ആ ലോൺ പെയറും സിംഗിൾ ബോണ്ടും ഡബിൾ ബോണ്ടും കോൺജുഗേഷനിലാണ്. റെസണൻസ് ഉണ്ട്, ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ബോണ്ട് ഈസി ആയിട്ട് ക്ലീവ് ചെയ്യാനുള്ള എബിലിറ്റി HI അല്ലെങ്കിൽ I- അതുകൊണ്ട് തന്നെ ക്ലീവേജ് നടക്കുന്നത് ഇവിടെ ആയിരിക്കും. I- ഇവിടെ അറ്റാക്ക് ചെയ്യും, ഹൈഡ്രജൻ ഇവിടെയും അറ്റാക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ H ഇവിടെ അറ്റാക്ക് ചെയ്താൽ യു വിൽ ഗെറ്റ് ഫീനോൾ, I- ഇവിടെ അറ്റാക്ക് ചെയ്താൽ യു വിൽ ഗെറ്റ് ബെൻസിലിക് അയോഡൈഡ്. സോ യു വിൽ ഗെറ്റ് ദിസ് ഈസ് ബെൻസീൻ റിംഗ്, ഇത് CH2,
ഇത് I, ബെൻസിലിക് അയഡൈഡും കിട്ടും, ഫീനോളും കിട്ടും. സോ നോ ഡൗട്ട് ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the reaction that does not take place in the blast furnace between 900 Kelvin to 1500 Kelvin temperature range during the reaction of എക്സ്ട്രാക്ഷൻ ഓഫ് അയൺ ഈസ് എന്നാണ് ക്വസ്റ്റ്യൻ. മക്കളെ, എക്സ്ട്രാക്ഷൻ ഓഫ് അയണിൻ്റെ ഒരു ഫിഗർ നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ആ ഫിഗറിൽ 500 to 800 റേഞ്ചിൽ നടക്കുന്നതും 900 to 1500 Kelvin റേഞ്ചിൽ നടക്കുന്ന റിയാക്ഷനുകൾ സെപ്പറേറ്റ് 1 by 1 എഴുതിയിട്ടുണ്ട്. അവിടെ 500 to 800 നടക്കുന്ന റിയാക്ഷനായി Fe2O3 plus CO plus CO gives 2FeO plus CO2 ഈ റിയാക്ഷൻ തന്നിട്ടുണ്ട്. അതുപോലെ ഈ റിയാക്ഷൻസ് ഒക്കെ 900 to 1500 തന്നിരിക്കുന്നത്. അതുകൊണ്ട് ജസ്റ്റ് ഇത് NCERT-യിലുള്ള ആ ഐഡിയകൾ നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് അറിയാനുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദ ഡസ് നോട്ട് എന്നാണ് ക്വസ്റ്റ്യൻ. സോ വി വിൽ ഗോ വിത്ത് ഓപ്ഷൻ 2. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 90. Which of the following statement is incorrect? So ഇത് D and F ബ്ലോക്ക് എലമെന്റ്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. D and F നിങ്ങൾക്കറിയാം, ടെക്സ്റ്റ് ബുക്കിലുള്ള ഓരോ സെന്റൻസ് നമ്മൾ അരിച്ചു പെറുക്കി പഠിച്ചാൽ നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. All the transition elements except scandium form MO oxides which are ionic in nature. ഓക്കെ മക്കളെ, MO എന്ന് പറയുമ്പോൾ ആ മെറ്റൽ +2ഉം O2 -1. നിങ്ങൾക്കറിയാം സ്കാൻഡിയം വെർച്വലി +2 ഓക്സിഡേഷൻ നമ്പർ ഇതുവരെ കാണിച്ചിട്ടില്ല, +3 ആണ് ഫോം ചെയ്തിരിക്കുന്നത്. സോ ഓൾ ദ ട്രാൻസിഷൻ എലമെന്റ്സ് എക്സെപ്റ്റ് സ്കാൻഡിയം ഫോം MO oxides which are ionic എന്നത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത്, the highest oxidation number corresponding to the group number in transition metal oxide is attained in Se2O3 to Mn2O7. മക്കളെ, നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഈ ഓക്സിഡേഷൻ നമ്പർ പഠിക്കുന്ന സ്ഥലത്ത് ഓക്സൈഡുകളെ പറ്റി പഠിക്കുന്ന ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിളിൽ സ്കാൻഡിയം Se2O3 അതിനകത്ത് +3 ആണ്. അതങ്ങനെ കൂടി Mn2O7 വരെ എത്തുന്ന +7 വരെ എത്തുന്ന ഒരു ടേബിൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ടേബിളൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആണോ എന്ന് അറിയാൻ വേണ്ടിയുള്ള ക്വസ്റ്റൻ ആണ്. ആൻഡ് ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓൾസോ കറക്റ്റ്. The next is basic character increases from V2O3 to V2O4 then to V2O5. നിങ്ങൾ അറിയണം V2O5 ആക്ച്വലി ബേസ് ആംഫോട്രിക് ആണ്. അതുപോലെ V2O3 ബേസ് ആണ്. ഇയാൾ അടുത്ത കുറച്ചുകൂടെ ബേസിക് ക്യാരക്ടർ കുറഞ്ഞു, ഇയാൾ ആംഫോട്രിക് ആയിട്ട് മാറി. സോ ബേസിക് ക്യാരക്ടർ ഇൻക്രീസസ് എന്നാണ്. സോ ദിസ് ഈസ് ദ റോങ് വൺ. സോ ഓപ്ഷൻ സി ഈസ് റോങ്. V2O4 dissolves in acids to give VO4 3- salt. നിങ്ങൾക്കറിയാം V2O4 എന്ന് പറയുന്നത് അല്ല, V2O5 ആണ് ആസിഡിൽ ഡിസോൾവ് ചെയ്ത് VO4 3- salt എന്നാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് വരുന്നത്. സോ ദീസ് ആർ ഓൾ NCERT സ്റ്റേറ്റ്മെന്റ്സ്. നെക്സ്റ്റ്, CRO ഈസ് ബേസിക്. CRO ബേസിക് ആണ്, ബട്ട് Cr2O3 ആംഫോട്രിക് ആണ്. അതും ടെക്സ്റ്റ് ബുക്കിലെ സെന്റൻസ് ആണ്. സോ ഇത് തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും മാത്രമാണ് ഈ പറയുന്നതിനകത്ത് എന്തുള്ളത്, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഉള്ളത്. ഓക്കെ, അപ്പോൾ മക്കളെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇത്ര നേരം 90 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ബാക്കിയുള്ള 10 ക്വസ്റ്റ്യൻസ് ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതാണ് മക്കളെ. മൊത്തത്തിൽ കെമിസ്ട്രി പേപ്പർ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പിന്നെ പറയുന്നതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയും സാർ കെമിസ്ട്രി മാഷായതുകൊണ്ട് സാർ എല്ലാം ഈസി എന്ന് പറയുന്നത്. പക്ഷേ വിലയിരുത്തുന്നൊക്കെ പിന്നെ നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. വിച്ച് കോംപ്ലക്സ്, 91st ക്വസ്റ്റ്യൻ ആണ്. വിച്ച് കോംപ്ലക്സ് ഇസ് മോസ്റ്റ് സ്റ്റേബിൾ? ഇവിടെ 4 കോംപ്ലക്സ് വന്നിട്ടുണ്ട് മക്കളെ. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചിലേറ്റ് ഇഫക്റ്റ് അറിയില്ല മക്കളെ? ചിലേറ്റ് ഇഫക്റ്റ്, ഒരു ചിലേറ്റിംഗ് ലിഗാൻഡ് ഉണ്ടെങ്കിൽ, ഒരു റിംഗ് ഫോം ചെയ്യാൻ പറ്റിയ ഒരു ലിഗാൻഡ് ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഇത് സ്റ്റെബിലിറ്റി ഇൻക്രീസസ്. ഈത്തൈലീൻ ഡയമീനെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ മക്കളെ. ഈത്തൈലീൻ ഡയമീനെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ. ഇറ്റ് ഈസ് എ ചിലേറ്റിംഗ് ലിഗാൻഡ് അല്ലേ? അതൊരു ചിലേറ്റിംഗ് ലിഗാൻഡ് ആണ്. അത് രണ്ടെണ്ണം ഉണ്ട് ഇവിടെ. ഒരേ ഒരു ഡൗട്ട് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളത്, സാറേ ഇവിടെ 6 സ്ട്രോങ് ലിഗാൻസ് ഉണ്ട്, ഇവിടെ 2 വീക്ക് ലിഗാൻസും 2 ചിലേറ്റിംഗ് ലിഗാൻഡും. അപ്പോൾ 1ലും 4ലും ഏറ്റവും സ്റ്റെബിലിറ്റി ഏതാണ്? അത്രയും ക്ലോസ് കോൾസ് നീറ്റ് സാധാരണ വെക്കാറില്ല. ചിലേറ്റിംഗ് ഇഫക്റ്റ് തന്നെയാണ് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഓക്കെ അപ്പോൾ 4 ആണ് ഇതിൻ്റെ ആൻസർ. Next, what fraction of one edge-centered octahedral void lies in one unit cell of FCC? മക്കളെ, ഞാനിത് ഓൾറെഡി നമ്മുടെ ഡിസ്കഷനിൽ, സോളിഡ് സ്റ്റേറ്റിലെ ഡിസ്കഷനിൽ പറഞ്ഞിട്ടുള്ളതാണ് മക്കളെ. കോർണർ പാർട്ടിക്കിൾസ് ആണെങ്കിൽ കോൺട്രിബ്യൂഷൻ ഇസ് 1/8, ബോഡി സെൻറ്റർ പാർട്ടിക്കിൾ ആണെങ്കിൽ കോൺട്രിബ്യൂഷൻ ഇസ് 1, ഫേസ് സെൻറ്റർ പാർട്ടിക്കിൾസ് ആണെങ്കിൽ കോൺട്രിബ്യൂഷൻ ഇസ് 1/2, എഡ്ജ് സെൻറ്റർ പാർട്ടിക്കിൾസ് ആണെങ്കിൽ കോൺട്രിബ്യൂഷൻ ഇസ് 1/4. കാര്യം എന്താണ്? ഒരു വൺ എഡ്ജ് ഷെയർഡ് ബൈ 4 യൂണിറ്റ് സെൽസ് അല്ലേ? കോൺട്രിബ്യൂഷൻ വരാൻ പോകുന്നത് 1/4 ആണ് അല്ലേ? വാട്ട് ഫ്രാക്ഷൻ? അപ്പോൾ അവിടെ ഒരു ഒക്ടാഹെഡ്രൽ വോയിഡ് ഉണ്ടെങ്കിൽ, എവിടെ എഡ്ജിൽ ഒരു ഒക്ടാഹെഡ്രൽ വോയിഡ് ഉണ്ടെങ്കിൽ 1/4 ഓഫ് ദ വോയിഡ് വിൽ ബി
ഇഫക്റ്റീവ്ലി ഇൻസൈഡ് ദാറ്റ് യൂണിറ്റ് സെൽ. ആ യൂണിറ്റ് സെല്ലിൽ 1/4 ഓഫ് ദ വോയിഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ള യൂണിറ്റ് സെൽസ് ഷെയർ ചെയ്യും. ഓക്കെ, സോ 1/4 ഇസ് ദി ആൻസർ. ഇതല്ല കേട്ടോ, ഇത് ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. 1/4 വിൽ ബി ദി ആൻസർ. നെക്സ്റ്റ്, മാച്ച് ദ ഫോളോയിങ്. പി ബ്ലോക്കിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്സോ ആസിഡ്സ് ഓഫ് സൾഫറിൻ്റെ ക്വസ്റ്റ്യൻസ്. പെറോക്സോ ഡൈസൾഫ്യൂരിക് ആസിഡ്. പെറോക്സോ ഡൈസൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? പെറോക്സോ ഡൈസൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുമ്പോൾ എന്താണ്? പെറോക്സോ ഡൈസൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുമ്പോൾ ആ കണ്ണാടി പോലത്തെ പെറോക്സൈഡ് ലിങ്കേജ് നിങ്ങൾ ഓർക്കണം. ആ കണ്ണാടി പോലത്തെ പെറോക്സൈഡ് ലിങ്കേജ് നിങ്ങൾ ഓർക്കണം അല്ലേ? ഈ കണ്ണും മൂക്കും വരച്ച് കളിക്കണം അല്ലേ? ദിസ് ഇസ് ദ പെറോക്സൈഡ് ലിങ്കേജ്. ഇതാണ് പെറോക്സോ ഡൈസൾഫ്യൂരിക് ആസിഡ്. അതിൽ 4 S ഡബിൾ ബോണ്ടോ ബോണ്ട്സ് ഉണ്ട് അല്ലേ? 1 2 3 4. പിന്നെ ഒരു SOOS ബോണ്ട് ഉണ്ട്. പിന്നെ 2 SO ബോണ്ട് ഉണ്ട്. സോ ബേസിക്കലി എ പോകാൻ പോകുന്നത് ഏതിലേക്കാണ്? എ പോകാൻ പോകുന്നത് 3ലേക്കാണ്. എ പോകാൻ പോകുന്നത് 3ലേക്കാണ് അല്ലേ? 2 SOH ബോണ്ട്, 4 S ഡബിൾ ബോണ്ട് O ബോണ്ട്, 1 SOOS ബോണ്ട്. പിന്നെ ബി ഏതാണ് മക്കളെ? എല്ലാവരും നോക്കിയാൽ സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ സ്ട്രക്ചർ എന്താണ്? സൾഫ്യൂരിക് ആസിഡിൻ്റെ സ്ട്രക്ചർ S ഡബിൾ ബോണ്ടോ OH അല്ലേ? അതിൽ 2 S ഡബിൾ ബോണ്ടോ ബോണ്ട്സ് ഉണ്ട്, 2 S ഡബിൾ ബോണ്ടോ ബോണ്ട്സ് ഉണ്ട്. പിന്നെ 2 SOH ബോണ്ട്സ് ഉണ്ട്, 2 SOH ബോണ്ട്സും 2 S ഡബിൾ ബോണ്ടോ ബോണ്ട്സും. സോ ബി പോകാൻ പോകുന്നത് 4. പിന്നെ ഏതാണ് മക്കളെ? സി ഏതാണ്? പൈറോ. പൈറോ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, പൈറോ ഇസ് വെൻ 2 ആസിഡ്സ് കമ്പൈൻ ടു റിമൂവ് എ വാട്ടർ മോളിക്യൂൾ. 2 പൈറോ സൾഫ്യൂരിക് എന്ന് പറയുമ്പോൾ 2 സൾഫ്യൂരിക് ആസിഡ്, ഇതേപോലെ 2 സൾഫ്യൂരിക് ആസിഡ് ഒരുമിച്ച് കയറി വന്നിട്ട് അതിൽ നിന്നൊരു വാട്ടർ മോളിക്യൂൾ പുറത്തേക്ക് വിടണം. അപ്പം സ്ട്രക്ചർ എന്താണ്? S ഡബിൾ ബോണ്ടോ O S ഡബിൾ ബോണ്ടോ OH. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് വരുന്നത് മക്കളെ? സിയിൽ പൈറോ സൾഫ്യൂരിക് ആസിഡിൽ എന്തൊക്കെയാണ് വരുന്നത്? 2 SOH ബോണ്ട്സ് ഉണ്ട് അല്ലേ? 4 S ഡബിൾ ബോണ്ടോ ബോണ്ട്സ് ഉണ്ട്, ഒരു SOS ബോണ്ട് ഉണ്ട്. അപ്പോൾ A3B4C1. ഇനി ഡി എന്താണ്? സൾഫ്യൂരസ് ആസിഡിൻ്റെ സ്ട്രക്ചർ ഞാൻ നീലയിൽ കാണിച്ചു തരാം മക്കളെ. സൾഫ്യൂരസ് ആസിഡിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ് അല്ലേ? H2SO3 ഇസ് എ സ്ട്രക്ചർ. അതിലെന്തൊക്കെയാണുള്ളത്? 2 SOH ബോണ്ട്സ്, ഒരു SO ബോണ്ട്. സോ ബേസിക്കലി ഡയറക്റ്റ് ക്വസ്റ്റൻ, NCERTയിലെ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ് മക്കളെ. A3B4C1D2. 3 will be the answer. Done. Next, which among the following will be the most readily dehydrated under acidic conditions? ഇതിൽ കുറച്ച് ഒരു കിറുക്കുള്ള ചോദ്യമാണ് മക്കളെ. എല്ലാവരും നോക്കുക. ഡീഹൈഡ്രേഷനിൽ, ഒരു ആൽക്കഹോളിൻ്റെ ഡീഹൈഡ്രേഷനിൽ ഫസ്റ്റ് എന്താണ് നടക്കുന്നത്? പ്രോട്ടോണേഷൻ അല്ലേ? H+ വന്ന് ആൽക്കഹോളിനെ അറ്റാക്ക് ചെയ്യുന്നു. അത് OH എന്ന ബാഡ് ലീവിങ് ഗ്രൂപ്പിനെ ഒരു പുനർജന്മം നൽകുന്നു, അല്ലെ? ഒരു നല്ലൊരു ലീവിങ് ഗ്രൂപ്പായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് കാർബോകാറ്റോൺ ഫോം ചെയ്യുന്നു അല്ലേ? ഇറ്റ് ഇസ് ഈവൻ മെക്കാനിസം. സോ ഏറ്റവും സ്റ്റേബിൾ കാർബോകാറ്റോൺ ആർക്ക് തരാൻ പറ്റും? അവനായിരിക്കും റെഡിലി ഡീഹൈഡ്രേഷൻ നടക്കാൻ പോകുന്നത്. അണ്ടർ നോർമൽ കണ്ടീഷൻസ്, അണ്ടർ റൂം ടെമ്പറേച്ചർ കണ്ടീഷൻസ് ഏറ്റവും സ്റ്റേബിൾ കാർബോകാറ്റോൺ ആർക്ക് തരാൻ പറ്റുന്നു? അവനായിരിക്കും പെട്ടെന്ന് ഡീഹൈഡ്രേഷൻ നടത്താൻ പോകുന്നത്. കാര്യം എന്താ? കാർബോകാറ്റോൺ മെക്കാനിസമാണ്. ഇവിടെ നോക്കൂ മക്കളെ, ആദ്യത്തെ സ്ട്രക്ചറിൽ കാർബോകാറ്റോൺ വരാൻ പോകുന്നത് ഇവിടെയാണ് കാർബോകാറ്റോൺ വരാൻ പോകുന്നത്. എത്ര ആൽഫ ഹൈഡ്രജൻസ് ഉണ്ട്? 1 2 3 ആൽഫ ഹൈഡ്രജൻസ് ഇവിടെ ഉണ്ട്, 2 ആൽഫ ഹൈഡ്രജൻസ് ഇവിടെ ഉണ്ട്. ആൽഫ ഹൈഡ്രജൻ എന്തിനാണ് നോക്കുന്നത്? ഹൈപ്പർ കോൺജുഗേഷൻ നോക്കാനാണ് ആൽഫ ഹൈഡ്രജൻ. ഇവിടെ 5 ആൽഫ ഹൈഡ്രജൻ ഉണ്ട് അല്ലേ? ഇവിടുത്തെ കേസ് നോക്കുകയാണെങ്കിലോ മക്കളെ, ഇവിടെ കാർബോകാറ്റോൺ വരികയാണെങ്കിൽ 3ഉം 2ഉം 5 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. പക്ഷേ ഇവിടെ NO2 കുറച്ചും കൂടി അടുത്താണ്, ഇവിടെ NO2 കുറച്ചും കൂടി ദൂരെയാണ്. NO2 is an electron withdrawing group. കാർബോകാറ്റോണിൻ്റെ സ്റ്റെബിലിറ്റി കുറയ്ക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവനാണ് NO2. സോ ബേസിക്കലി 2 അല്ല എന്തായാലും, 1ന് 2നേലും സ്റ്റെബിലിറ്റി കൂടുതലാണ് 1ൻ്റെ കാർബോകാറ്റോൺ. തേർഡ് വൺ നോക്കും മക്കളെ. തേർഡ് വണ്ണിൽ കാർബോകാറ്റോൺ ഫോം ചെയ്യാൻ പോകുന്നത് എവിടെയാണ്? കാർബോകാറ്റോൺ ഫോം ചെയ്യാൻ പോകുന്നത് നമുക്കത് ഇവിടുത്തെ കാർബോകാറ്റോൺ പിടിക്കാം. ഓക്കെ, 3+2 5 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ ഒരു OH ഗ്രൂപ്പ് ഉണ്ട് അല്ലേ? പക്ഷേ ഇവിടെ NO2 ഗ്രൂപ്പിൻ്റെ ഡിസ്റ്റൻസ് നോക്കും മക്കളെ. ഈ കാർബോകാറ്റോണിൽ നിന്ന് NO2 ഗ്രൂപ്പിൻ്റെ ഡിസ്റ്റൻസ് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ -I ഗ്രൂപ്പ്. ഓക്കെ, NO2 ഇൻഡക്റ്റീവ് ഇഫക്റ്റിൽ ഡിസ്റ്റൻസ് ആണ്, അതായത് ബാക്കി എല്ലാ ഫാക്ടേഴ്സും സെയിം ആണെങ്കിൽ ഡിസ്റ്റൻസ് ആണ് നോക്കേണ്ടത്. ഡിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കുറവാണ്. അപ്പോൾ NO2യുടെ -I ഇഫക്റ്റ് കുറവാണ്. കാര്യം എന്താണ്? NO2 കുറച്ചും കൂടി ദൂരെയാണ് കിടക്കുന്നത്. ഇവിടുത്തെ ഈ കാർബോകാറ്റോണിൽ OHൻ്റെ -I ഇഫക്റ്റ് ഉണ്ടാവും, പക്ഷേ OH അടുത്താണ് കിടക്കുന്നത്. ഈ OH ഈ കാർബോകാറ്റോണിൻ്റെ അടുത്താണ് കിടക്കുന്നത് അല്ലേ? നെക്സ്റ്റ് വരാൻ പോകുന്നത് ഓപ്ഷൻ 4 ആണ്. ഓപ്ഷൻ 4ൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഓപ്ഷൻ 4ൽ എല്ലാവരും ശ്രദ്ധിച്ച്,
ഓപ്ഷൻ 4-ൽ മാത്രമാണ് ഒരു കൺഫ്യൂഷൻ ഉള്ളത്. നമ്മുടെ കാർബോകാറ്റോൺ നമ്മൾ ഇവിടെ എടുക്കുകയാണെങ്കിൽ എന്നിട്ട് തൊട്ടടുത്തുള്ള ഈ ഹൈഡ്രജനിൽ നിന്ന് എലിമിനേഷൻ പോവുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് എ ഡബിൾ ബോണ്ട് ഓവർ ദർ. അപ്പോൾ നിങ്ങൾ ചോദിക്കും സർ ആ ഡബിൾ ബോണ്ട് എന്തിനാണ് കൺസിഡർ ചെയ്യുന്നത്? കാര്യം എന്താണ്? ഇറ്റ് ഈസ് ഇൻ കോൺജുഗേഷൻ വിത്ത് ദി NO2 ഗ്രൂപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ആകെ ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ കൈനറ്റിക്കലി കൺട്രോൾ പ്രോഡക്റ്റ്, ആദ്യം കൈനറ്റിക്കലി കൺട്രോൾ പ്രോഡക്റ്റ് ചൂസ് ചെയ്യണോ തെർമോഡൈനാമിക്കലി കൺട്രോൾ പ്രോഡക്റ്റ് ചൂസ് ചെയ്യണോ? തെർമോഡൈനാമിക്കലി ഈ പ്രോഡക്റ്റ് ആണ് സ്റ്റേബിൾ, ഫൈനൽ ആൽക്കീൻ ഇസ് മോർ സ്റ്റേബിൾ. പക്ഷേ കൈനറ്റിക്കലി നോക്കുകയാണെങ്കിൽ ഈ കാർബോകാറ്റോൺ കൂടുതൽ സ്റ്റേബിൾ ആയതുകൊണ്ട് ഇവിടെ NO2 ഗ്രൂപ്പ് ഉണ്ട്. NO2 ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് കാർബോകാറ്റോൺ സ്റ്റെബിലിറ്റി കുറവാണ് 4th കേസിൽ. പക്ഷേ 1-ൽ കാർബോകാറ്റോൺ സ്റ്റെബിലിറ്റി കൂടുതലാണ്. പക്ഷേ 4th ഫൈനൽ പ്രോഡക്റ്റിൻ്റെ സ്റ്റെബിലിറ്റി കൂടുതലാണ്. ഇതിൽ ഏത് ചൂസ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നോർമൽ കണ്ടീഷൻ ആയതുകൊണ്ട്, ഇവിടെ വേറെ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല, നോർമൽ കണ്ടീഷൻ ആയതുകൊണ്ട് നമ്മൾ 1 ആണ് ചൂസ് ചെയ്യുന്നത്. നോർമൽ കണ്ടീഷൻ ആയതുകൊണ്ട് നമ്മൾ ഇത്ര തലമുണ്ടാക്കാനൊന്നും നോക്കണ്ട. കാർബോകാറ്റോൺ ഏറ്റവും സ്റ്റെബിലിറ്റി ആരാണ് തരുന്നത് അവനെ ചൂസ് ചെയ്യുക. ഓക്കെ ഫൈൻ. എന്നാലും NTA ആൻസർക്ക് നമുക്ക് നോക്കാം ഏതാ വരാൻ പോണേന്ന്. ഓക്കെ നോർമൽ, വേറെ ഇവിടെ എലിവേറ്റഡ് ടെമ്പറേച്ചർ എന്നൊന്നും പറഞ്ഞിട്ടില്ല. എലിവേറ്റഡ് ടെമ്പറേച്ചറിലാണ് സാധാരണ തെർമോഡൈനാമിക് പ്രോഡക്റ്റ് നമ്മൾ ചൂസ് ചെയ്യുന്നത്, അതായത് ഏറ്റവും സ്റ്റേബിൾ പ്രോഡക്റ്റ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കൈനറ്റിക് പ്രോഡക്റ്റ്, അതായത് ഏറ്റവും സ്റ്റേബിൾ ഇൻ്റർമീഡിയറ്റ് ആരാ തരുന്നത്, അതാണ് ചൂസ് ചെയ്യുന്നത്. ആൻഡ് 1 is the answer for that. Okay, next, the equilibrium concentrations of the species in the reaction A plus B giving you C plus D are 2, 3, 10 and 6 respectively at 300 Kelvin. Delta G0 for the reaction, നിങ്ങൾക്കറിയാം ഡെൽറ്റ G0 എന്ന് പറയുന്നത് -2.303 R into T into logarithm of equilibrium constant. Okay, equilibrium constant ഇവിടെ എത്രയാണ് വരാൻ പോകുന്നത്? concentration of C into concentration of D. equilibrium concentrations ആട്ടോ എടുക്കേണ്ടത്. concentration of C into concentration of D into concentration of A into concentration of B. ഇതൊക്കെ equilibrium concentrations ആണ്. equilibrium concentrations തന്നിട്ടുണ്ട്. സിയുടെ എത്രയാണ് 10, ഡിയുടെ എത്രയാണ് 6, എയുടെ എത്രയാണ് 2, ബിയുടെ എത്രയാണ് 3. സോ എത്ര കിട്ടിയ 10. അവിടെ തന്നെ log 10 എന്ന് കിട്ടി അല്ലേ? പകുതി ആശ്വാസമായി. എൻ്റെ പൊന്ന് സാറേ, ലോഗരിതം വാല്യൂ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഭയങ്കര പാടാണ് അല്ലേ? ആറിൻ്റെ വാല്യൂ എത്രയാണ് 2, ടി വാല്യൂ എത്രയാണ് 300. ഓക്കെ ഇൻറ്റു log of 10 എത്ര 1. സോ ദിസ് വിൽ ബി -2.303 into 600. അത് ചെയ്യുമ്പോൾ കിട്ടാൻ പോകുന്നത് -1381 ആണ്. കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, given below are 2 statements. Statement 1 and statement 2. The nutrient deficient water bodies lead to eutrophication. Eutrophication is basically caused by nutrient enrichment. Nutrients in the alavu കൂടുമ്പോൾ അതിൽ algae growth കൂടുന്നു. അങ്ങനെ ആൽഗെ ഗ്രോത്ത് കൂടുമ്പോൾ അത് ബാക്കിയുള്ള വാട്ടർ ബോഡീസ് കൺസ്യൂം ചെയ്യേണ്ട ഓക്സിജനും കൂടി അത് കൺസ്യൂം ചെയ്യും. അങ്ങനെ ഓക്സിജൻ ഡിക്രീസ് ഉണ്ടാവുന്നു, ഓക്സിജൻ ഡെഫിഷ്യൻസി ഉണ്ടാവുന്നു. സോ ബേസിക്കലി ഇറ്റ് ഇസ് ഇൻസ്റ്റിഗേറ്റഡ് ബൈ, ഇറ്റ് ഇസ് ട്രിഗേർഡ് ബൈ എൻറിച്ച്മെന്റ് ഓഫ് ന്യൂട്രിയൻസ്, നോട്ട് ഡെഫിഷ്യൻസി ഓഫ് ന്യൂട്രിയൻസ്. അപ്പോൾ തന്നെ സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാണ്. യൂട്രോഫിക്കേഷൻ ലീഡ്സ് ടു ഡിക്രീസ് ഇൻ ദ ലെവൽ ഓഫ് ഓക്സിജൻ ഇൻ ദ വാട്ടർ ബോഡീസ്. ദാറ്റ് ഇസ് അബ്സല്യൂട്ട്ലി കറക്റ്റ്. സോ സ്റ്റേറ്റ്മെന്റ് 1 ഇസ് ഇൻകറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഇസ് ട്രൂ അല്ലേ? സ്റ്റേറ്റ്മെന്റ് 1 ഇസ് ഇൻകറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 is true. Okay, next, consider the following compound species. The number of compounds which obey Huckel's rule. Huckel's rule എന്ന് പറഞ്ഞാൽ എന്താണ്? 4n plus 2 pi electrons, planarity, 4n plus 2 pi electrons, planarity, പിന്നെ conjugation throughout the ring അല്ലേ? conjugation throughout the ring conjugation വേണം. 4n plus 2 pi electron എന്ന് പറയുമ്പോൾ തന്നെ 4n plus 2 pi electron എന്ന് പറയുമ്പോൾ തന്നെ ഇതിൽ ഏതൊക്കെയാണ് പോസിബിൾ? 6 pi electron, 10 pi electron, 14 pi electrons, 18 pi electrons, അങ്ങനെ. കാര്യം എന്നിൻ്റെ വാല്യൂ 2 ഉണ്ട് കേട്ടോ, 2 ഉണ്ട്. 2, 6, 10, 14. കാര്യം എന്നിൻ്റെ വാല്യൂ 0, 1, 2, 3 ഒക്കെ എടുക്കാം. സോ ബേസിക്കലി ആദ്യത്തെ കോമ്പൗണ്ടിൽ എത്രയുണ്ട്? 2, 4, 6, 8, 10 pi electrons. അരോമാറ്റിക് ആണ്. ഇതിൽ എത്രയുണ്ട്? 2, 4, 6 ഉണ്ട്. അരോമാറ്റിക് ആണ്. ഇതെന്താണ്? ഇത് ആൻറ്റി അരോമാറ്റിക് ആണ്. കാര്യം എന്താണ്? 4 pi electrons ഉള്ളൂ. ഇതോ ഇവിടെ 4 pi electrons ഉള്ളൂ. ഇത് ആൻറ്റി അരോമാറ്റിക് ആണ്. ഇവിടെയോ 2 എണ്ണം. സോ ബേസിക്കലി ദാറ്റ് ഇസ് അരോമാറ്റിക്. ദാറ്റ് ഇസ് തേർഡ് വൺ. ഇവൻ ബേസിക്കലി ആൻറ്റി അരോമാറ്റിക്കോ അല്ല. കാര്യം എന്താണ്? ദാറ്റ് ഇസ് നോൺ പ്ലെയിനാർ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 8 അനുലീൻ എന്ന് പറയുന്ന ആൾ. ഇറ്റ് ഇസ് നോൺ പ്ലെയിനാർ. ഓക്കെ, ഇറ്റ് ഇസ് നോൺ പ്ലെയിനാർ. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നോൺ അരോമാറ്റിക് ആണ്. നെക്സ്റ്റ് വൺ നോക്കൂ, ആന്ത്രസീനിൽ എത്ര ഉണ്ട്? 2, 4, 6, 8, 10, 12, 14 എണ്ണം ഉണ്ട്. ദാറ്റ് ഇസ് അരോമാറ്റിക്. സോ ബേസിക്കലി ഇവിടെ വരുന്നത് 1, 2, 3, 4 is the answer. 4 is the answer. As simple as that. Next, which among the following options is the correct relationship between change in enthalpy and change in internal energy? മക്കളെ നിങ്ങൾക്കറിയാം ഡെൽറ്റ H is equal to ഡെൽറ്റ U
plus delta NGRT. That means difference in enthalpy minus internal energy. Delta H minus delta U is equal to delta NGRT. അല്ല അതല്ല ചോദിച്ചിരിക്കുന്നത്, ഡിഫറൻസ് അല്ല ആക്ച്വലി ചോദിച്ചിരിക്കുന്നത്, ബേസിക്കലി കറക്റ്റ് റിലേഷൻഷിപ്പ്. അയ്യോ ഇതൊക്കെ ഒരു ചോദ്യമാണോ? ഇതൊക്കെ എന്തായാലും 4 മാർക്ക് കിട്ടേണ്ട സംഭവമാണ് കേട്ടോ. ഇതൊക്കെ വളരെ സിമ്പിളാണ്. നെക്സ്റ്റ്, ഐഡൻറ്റിഫൈ ദ ഫൈനൽ പ്രോഡക്റ്റ് ഡി ഒബ്റ്റെയിൻഡ് ഇൻ ദ ഫോളോയിങ് സീക്വൻസ് ഓഫ് റിയാക്ഷൻസ്. എത്തനാൽ ഉണ്ട്, LiLH4ഉം H3O+ ആയിട്ട് ട്രീറ്റ് ചെയ്തു. അപ്പോൾ എയുടെ സ്ട്രക്ചർ എന്താണ്? ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഡീൽ ചെയ്ത സംഭവങ്ങളാണ്. CH3CH2OH അല്ലേ, ആൽക്കഹോളായിട്ട് കൺവേർട്ട് ചെയ്യും. അത് കഴിഞ്ഞ് അതിനെ ഡീഹൈഡ്രേഷൻ നടത്തുന്നു. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആകുമ്പോൾ ഡീഹൈഡ്രേഷൻ നടത്തുന്നു അല്ലേ. അപ്പോൾ എന്ത് പറ്റുന്നു? ബിയുടെ സ്ട്രക്ചർ എന്താവുന്നു? ബിയുടെ സ്ട്രക്ചർ ആവുന്നു. എല്ലാവരും നോക്കിയേ, ഇതിനെ H2SO4 ട്രീറ്റ് ചെയ്യുമ്പോൾ ഡീഹൈഡ്രേഷൻ നടക്കുന്നു അല്ലേ, ഈത്തീൻ ആവുന്നു, CH2 ഡബിൾ ബോണ്ട് CH2 അല്ലേ. അപ്പോൾ ഇതാണ് ബിയുടെ സ്ട്രക്ചർ. അത് കഴിഞ്ഞ് HBr ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. HBr എന്ന് പറയുമ്പോൾ എന്താണ്? സിമ്പിൾ, അഡീഷൻ ഓഫ് ഹാലജൻ ആസിഡ്സ് ടു ആൽക്കീൻ. സോ ബേസിക്കലി നമുക്ക് CH3CH2Br ബ്രോമോ ഈത്തേൻ കിട്ടുന്നു അല്ലേ. ആഫ്റ്റർ ദാറ്റ് Na ഡ്രൈ ഈത്തർ ആൻഡ് ബ്രോമോ ബെൻസീൻ, വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ അല്ലേ. ഒരു ആൽക്കൈൽ ഹാലൈഡും ഒരു അരൈൽ ഹാലൈഡും തമ്മിൽ കല്യാണം കഴിക്കുന്നു അല്ലേ, ഇൻ പ്രസൻസ് ഓഫ് സോഡിയം ആൻഡ് ഡ്രൈ ഈത്തർ, വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ. സോ ബേസിക്കലി എന്താ നടക്കാൻ പോകുന്നത്? ഈ ഈത്തൈൽ ഗ്രൂപ്പ് വിൽ ഗെറ്റ് അറ്റാച്ച്ഡ് ടു ദ ബെൻസീൻ റിംഗ് അല്ലേ. 2 വിൽ ബി ദി ആൻസർ. ദാറ്റ് ഈത്തൈൽ ഗ്രൂപ്പ് വിൽ ഗെറ്റ് അറ്റാച്ച്ഡ് ടു ദ ബെൻസീൻ റിംഗ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓൺ ബാലൻസിങ് ദ ഗിവൺ റിഡോക്സ് റിയാക്ഷൻ. എൻ്റെ പൊന്നു മക്കളെ, ഇത് NCERT നിന്ന് ഡയറക്റ്റായിട്ട് ചോദിച്ചതാണ്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം, ഇതിലൊന്നും മിസ്റ്റേക്ക് ഉണ്ടാക്കാൻ പാടില്ല. ഓക്കെ, ഒന്നില്ലെങ്കിൽ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ദിസ് ഇസ് 8.8 പ്രോബ്ലം നമ്പർ 8.8 റിഡോക്സ് റിയാക്ഷൻസിലുള്ളതാണ്. NCERT ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. പൊട്ടാസ്യം ഡൈക്രോമേറ്റും സോഡിയം സൾഫൈറ്റും യൂസ് ചെയ്തിട്ട് ഡൈക്രോമേറ്റ് റെഡ്യൂസ് ആയിട്ട് Cr3+ ആവുന്നു, സൾഫൈറ്റ് ഓക്സിഡൈസ് ആയി സൾഫേറ്റ് ആകുന്നു. ഓക്കെ, സോ ബേസിക്കലി ഇവിടെ വരാൻ പോകുന്നത് എയുടെ വാല്യൂ 1ഉം ബിയുടെ വാല്യൂ 3ഉം സിയുടെ വാല്യൂ 8ഉമാണ്. എന്നിട്ട് ഇത് ഇവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അവർ കൂടുതൽ സിമ്പിൾ ആക്കിയിട്ടുണ്ട് കാര്യങ്ങൾ. അവർ കൂടുതൽ സിമ്പിൾ ആക്കിയിട്ടുണ്ട്. സപ്പോസ് ഈ വാല്യൂം തന്നിട്ടില്ലെങ്കിൽ, ഇവിടെ 2AB/C/2 തന്നിട്ടില്ലെങ്കിൽ പിന്നെ പാടുപെട്ടാണ് നിങ്ങൾ ബാലൻസ് ചെയ്യാനായിട്ട്. ഇവിടെ ആക്ച്വലി തന്നിട്ടുണ്ട്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഓക്കെ, 1, 3 and 8 വിൽ ബി ദി ആൻസർ. ഓക്കെ, സോ അത്രേ ഉള്ളൂ മക്കളെ. ഒരു കാര്യം പറയാനുള്ളത്, നന്നായിട്ട് ചെയ്തവർക്ക്, അടിപൊളിയായിട്ട് ചെയ്തവർക്ക് സന്തോഷം. എക്സാം കുറച്ച് മോശപ്പെട്ടവർക്ക് ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്, സംതിങ് ഗുഡ് വിൽ കം യുവർ വേ. ഓക്കെ, എന്തോ നല്ലത് വരാനിരിക്കുന്നുണ്ട് മക്കളെ. സംതിങ് മച്ച് ബെറ്റർ ഇസ് ഗോൺ ടു കം. കീപ് യുവർ പോസിറ്റീവ് മൈൻഡ് സെറ്റ്. ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് കരുതുക. ഓക്കെ, കീപ് ഡ്രീമിങ്, കീപ് അസ്പയറിങ് ടു ഗെറ്റ് ഇൻ ടു വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് കോളേജ്. ആ ഒരു ഹോപ്പ് വിടാൻ പാടില്ല. ഓക്കെ, ആൻഡ് ബെസ്റ്റ് വിഷസ്. ലവ് യു ഗൈസ് അലോട്ട്. ഇനി എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം, ഒബ്വിയസ്ലി മറ്റേ അനാലിസിസ് കേൾക്കുക, അത് കഴിഞ്ഞിട്ട് സുഖമായിട്ട് ഭക്ഷണം അടിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്കുക. ഓക്കെ, ഫോർ ഓൾ യുവർ ഗുഡ് വർക്ക്, ഫോർ ഓൾ യുവർ ഹാർഡ് വർക്ക്, ബെസ്റ്റ് വിഷസ്. ലവ് യു ഗൈസ് അലോട്ട്. ബൈ.